Lighter to Lighten Marthoma Study Forum. ലൈറ്റർ ടു ലൈറ്റൺ മർത്തോമ സ്റ്റഡി ഫോറത്തിന്റെ 203ാമത് തുടർച്ചയായുള്ള ലൈവ് വെബിനാറാണ് ഇപ്പോൾ ഇവിടെ സമാരംഭിക്കുന്നത്. മിസ്റ്റർ റെനി ജോണ് പാട്ട് ആരംഭിക്കുന്നതായിരിക്കും. അദ്ദേഹം ഷാർജ മർത്തോമ കൊയറിലെ അംഗമാണ്, തിരുവല്ല സ്വദേശിയാണ്. നമ്മളെ അഭ്യർത്ഥിച്ചതനുസരിച്ച് ഇപ്പോൾ പാട്ട് പാടുന്നതായിരിക്കും. അതിനുശേഷം ശാന്തി മത്തായി കൊച്ചമ്മയുടെ പ്രാർത്ഥന ഉണ്ടായിരിക്കും. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, യാചന നൽകുന്ന ദൈവം. കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന. കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. മരുഭൂമിയിൽ ഞാൻ ഏകനായി തളർന്നിടിലും, ഈ ലോകമെന്നെ ഏകനായി തള്ളിടിലും. മരുഭൂമിയിൽ ഞാൻ ഏകനായി തളർന്നിടിലും, ഈ ലോകമെന്നെ ഏകനായി തള്ളിടിലും. വീഴാതെ തളരാതെ താങ്ങുന്നവൻ കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന. കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. രോഗങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോ, മരണത്തിൻ ഭീതിയിൽ ഞാൻ ഏറ്റവും തകർന്നിടുമ്പോ, രോഗങ്ങളാൽ ഞാൻ ക്ഷീണിതനായിടുമ്പോ, മരണത്തിൻ ഭീതിയിൽ ഞാൻ ഏറ്റവും തകർന്നിടുമ്പോ, ഭയമേതും വേണ്ടിനി എൻ മകനെ, കൂടെയുണ്ട്, ചാരയുണ്ട്,
നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. കാണാതിരിക്കുമോ നിൻ കണ്ണുനീർ, കേൾക്കാതിരിക്കുമോ നിൻ യാചന. കൂടെയുണ്ട്, ചാരയുണ്ട്, നാഥൻ കൂടെയുണ്ട്, ചാരയുണ്ട്. താങ്ക് യു. ദൈവമായ കർത്താവേ, ഞങ്ങൾക്ക് ലോകത്തിന്റെ പല ഭാഗത്തു നിന്ന് ഒരുമിച്ച് ചേർന്ന് ഈ പ്രത്യേക സെഷനിൽ പങ്കുചേരുവാൻ നൽകിയ സാവകാശത്തിനായിട്ട് നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, ലൈറ്റ് ടു ലൈറ്റ് മാർത്തോമാ സ്റ്റഡി ഫോറത്തിന്റെ ഈ 23ാമത്തെ സെഷന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അവിടുത്തെ കരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് മോഡറേറ്റ് ചെയ്യുന്ന ലാത്ര സാർ, അതുപോലെ തന്നെ പാട്ട് പാടിയ ശ്രീ റെനി ജോൺ, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ഷിജി അലക്സ്, എല്ലാവരെയും പ്രത്യേകമായി അവിടുത്തെ കരങ്ങളിൽ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വിഷയത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ലേണിംഗ് ടു അൺലേൺ. ഞങ്ങൾ ലാത്ര സാർ ഇപ്പോൾ പറഞ്ഞപ്പോൾ ശ്രദ്ധിച്ചതുപോലെ പലതരത്തിൽ ഞങ്ങളുടേതായ രീതിയിൽ അറിവുകൾ സമ്പാദിക്കുകയും അതിൽ കൂടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ആളുകളാണല്ലോ. എന്നാൽ പല കാര്യങ്ങളിലും ഞങ്ങൾക്ക് അൺലേണിംഗ് ആവശ്യമുണ്ട് എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകണമേ. ഇന്നത്തെ പ്രഭാഷണം ശരിയായ ദിശയിൽ അൺലേണിംഗ് നടത്തുവാൻ ഞങ്ങൾക്ക് പ്രേരകമായി തീരുന്നതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഡോക്ടർ ഷിജി അലക്സിന്റെ സ്തുത്യർഹമായ സേവനങ്ങൾക്കായിട്ട് തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെല്ലാം ഏറ്റവും ഭംഗിയായി നല്ല നേതൃത്വത്തോടെ സമർപ്പണത്തോടെ ചെയ്യാൻ നീ കൊടുത്തിരിക്കുന്ന സാഹചര്യങ്ങൾക്കായിട്ട് കൃപകൾക്കായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മകളെ പ്രത്യേകം അനുഗ്രഹിക്കണമേ. തുടർന്നും ഏറ്റവും ഭംഗിയായ രീതിയിൽ നന്നായി തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യുവാൻ നിന്റെ മകളെ സഹായിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഈ മീറ്റിംഗിൽ സമയം ചെലവഴിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രയോജനത്തിന് മുഖാന്തരമാക്കി തീർക്കണമേ. വളരെ ഡിസിപ്ലിനായി അൺലേണിംഗ് നടത്തേണ്ട വിധത്തെ പറ്റി മനസ്സിലാക്കുവാനും ഞങ്ങൾ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്ന അല്ലെങ്കിൽ ശരിയല്ലാതെ മനസ്സിലാക്കിയിരിക്കുന്ന എല്ലാ കാര്യങ്ങളെയും അൺലേൺ ചെയ്തുകൊണ്ട് ശരിയായ പാതയിൽ ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിപ്പാൻ ഞങ്ങൾക്ക് സഹായിക്കുകയും ചെയ്യണമെന്ന് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയയോടെ കേൾക്കണമേ. ആമേൻ. കർത്താവിൽ പ്രിയരെ, നമ്മുടെ ഇന്നത്തെ യോഗത്തിന് വേണ്ടി ഇന്നത്തെ ഈ മീറ്റിങ്ങിനെ മോഡറേറ്റ് ചെയ്യുവാനായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലെ ഒരു സജീവ അംഗം, നമ്മുടെ മിക്കവാറും എല്ലാ വെബിനാറിനും പങ്കെടുക്കുന്ന ഒരംഗം, നമ്മുടെ ബഹുമാനപ്പെട്ട തോമസ് ടി ലാത്ര സാറിനെയാണ് ഇന്ന് മോഡറേറ്ററായിട്ട് നമ്മൾ ക്ഷണിച്ചിരിക്കുന്നത്. സാറിനെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പിനൊരു മുഖവരയുടെ ആവശ്യമില്ല. നമ്മുടെ ഗ്രൂപ്പ് ആരംഭിച്ച ഏകദേശം അതേ കാലഘട്ടത്തിൽ തന്നെ സാറ് ലൈറ്റർ ടു ലൈറ്റർ മാർത്തോമാ സ്റ്റഡി ഫോറം വാട്സപ്പ് ഗ്രൂപ്പിന്റെ അംഗമായിരുന്നു. അതുപോലെ തന്നെ വെബിനാർ ആരംഭിച്ച സമയത്ത് മുതലേ നമ്മളോട് സഹകരിച്ച് തോമസ് ടി ലാത്ര അങ്കിളും ലളിത ആന്റിയും രണ്ടുപേരും നമ്മളോട് ഒരുപോലെ സഹകരിക്കുന്ന വ്യക്തിയാണ്. അനവധി തവണ നമുക്ക് വേണ്ടി വെബിനാറിൽ പ്രാർത്ഥിച്ച ഇനിയും പ്രാർത്ഥിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു ചിന്തകനാണ്. പ്രത്യേകിച്ച് സാഹിത്യരംഗങ്ങളിലൊക്കെ താല്പര്യമുള്ള വ്യക്തിയാണ്. ഇംഗ്ലീഷ് സാഹിത്യത്തില് സ്വന്തമായിട്ടൊരു പുസ്തകം രചിച്ച് ഒരു കവിതാ സമാഹാരം രചിച്ച വ്യക്തിയാണ്. ആ കവിതകൾ വായിക്കാനായിട്ടുള്ള അവസരം എനിക്കും ലഭിച്ചു. അങ്ങനെ നല്ല മനോഹരമായ കവിതകള്, നല്ല ലളിത സുന്ദരമായ കവിതകളൊക്കെ എഴുതുന്ന വ്യക്തി. എല്ലാ വിഷയങ്ങളിലും സജീവമായിട്ട് ഷിക്കാഗോയിൽ പ്രത്യേകിച്ച് ഇടവകയുടെ കാര്യത്തിൽ വളരെ സജീവമായി പങ്കെടുക്കുന്ന ഒരു വ്യക്തി. എന്നെ സംബന്ധിച്ച് ബോംബെ വെച്ച് തന്നെ ഷിക്കാഗോയിലോട്ട് ആ ഫാമിലി ഷിഫ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പരിചയം ഉണ്ടായിരുന്ന വ്യക്തിയാണ്. എല്ലാ അർത്ഥത്തിലും നമ്മുടെ ഈ വെബിനാറിനെ
മോഡറേറ്റർ ആകാൻ നല്ലൊരു യോഗ്യതയുള്ള ഒരു വ്യക്തി. കാര്യം നമ്മളുമായിട്ട് അത്ര സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സാഹിത്യ സാംസ്കാരിക ചിന്തകനായ ഒരു വ്യക്തിയാണ്. തീർച്ചയായിട്ടും നമുക്ക് അഭിമാനമുണ്ട്. തോമസ് ടി ലാത്ര സാറിനെ ഈ വേദിയുടെ മോഡറേറ്റർ ആകുവാനായിട്ട് ഞാൻ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു വിൽസൺ സാർ. എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഇന്ന് വിൽസൺ സാർ പറഞ്ഞ മാതിരി നമ്മുടെ ലൈറ്റ് വെബിനാറിന്റെ 203ാമത്തെ സംഗമമാണുള്ള ഇത്. ഏതൊരു പ്രസ്ഥാനത്തിന്റെയും നിലനിൽപ്പിന് ഉയർച്ചയ്ക്കും കാരണം അത് പ്രതികരിക്കുന്ന ചിന്താധാരയുടെയും ഔന്നത്യവും ആഴവും മാത്രമല്ല, അതിന്റെ മുൻനിരയിലേക്ക് നയിക്കുന്ന പ്രിയപ്പെട്ടവരുടെ ആത്മാർത്ഥതയും ത്യാഗമനത്തും ഒക്കെ കൊണ്ടാണെന്ന് നമുക്കറിയാം. ഈ വെബിനാറ് ഇത്ര മനോഹരമായിട്ട് നല്ല ഉന്നത നിലവാരം പുലർത്തി കൊണ്ട് പോകുന്നത് ഇതിൽ പങ്കെടുക്കുന്നവരുടെയും അതുപോലെ തന്നെ ഇതിൽ നേതൃത്വം നൽകുന്നവരുടെയും, പ്രത്യേകിച്ചും വിൽസൺ കരുപ്പന്നൂർ സാറ്, ഡോക്ടർ കെ സലോമനച്ചൻ, അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ്, മിസ്റ്റർ വി ഐ ജേക്കബ് സാറ്, അതുപോലെ ശാന്തി മുത്തായി കൊച്ചമ്മ, അങ്ങനെ അനേകർ, അവർക്ക് എല്ലാവർക്കും പ്രത്യേകം അഭിവാദ്യങ്ങൾ, അനുമോദനങ്ങൾ അറിയിക്കട്ടെ. തികച്ചും വൈവിധ്യമാർന്ന വിഷയങ്ങൾ ഓരോ ആഴ്ചയും പ്രസന്റ് ചെയ്യുന്ന പറഞ്ഞ അത്ര പിന്നെ നിഷ്പ്രയാസമുള്ള കാര്യമല്ല, വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ്. ഇന്ന് നമുക്കൊരു നൂതനമായ ചിന്ത, നൂതനമായ വിഷയം, കാലിക പ്രസക്തമായ ഒരു വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നൂതനമെന്ന് ഞാൻ പറയുമ്പോൾ മുൻപ് ഇല്ലാതിരുന്നത് എന്നുള്ള വിഷയമല്ല. മുൻപ് ഈ നമ്മളിത് പറയുന്ന വിഷയം അറിഞ്ഞതിനെ മറക്കുക, അറിഞ്ഞതിനെ മറക്കാൻ പഠിക്കുക എന്നുള്ള വിഷയമാണല്ലോ. ലേൺ ടു അൺലേൺ. ആ വിഷയം പുതുതാണെന്ന് പറയാൻ പറ്റുകയില്ല. കാരണം നേരത്തെ ഉണ്ടായിരുന്നു, പക്ഷെ അത് ഇറ്റ് വാസ് മോർ ലീനിയർ ആൻഡ് ഓർഗാനിക്. അതായത് നൈസർഗികമായിട്ടുള്ളൊരു കാര്യമായിട്ട് നമ്മൾ കണക്കാക്കിയിരുന്നുള്ളൂ. കാരണം ഇവിടെ ഉള്ള ഒരുപക്ഷെ 50 വയസ്സിന് മുൻപ് പഠിച്ചവരൊക്കെ അവരുടെ പഠനകാലങ്ങളിലെ തുടക്കം ഓർത്ത് നോക്കിയാണ് നമുക്കറിയാം. നമ്മുടെ അറിവിന്റെ സ്രോതസ്സുകളൊക്കെ ഒന്നുകിൽ അധ്യാപകരും അല്ലെങ്കിൽ കുറച്ച് പാഠപുസ്തകങ്ങളും അല്ലെങ്കിൽ ഒരു ലൈബ്രറി പുസ്തകങ്ങളും ആയിരുന്നു. പക്ഷെ ഇന്ന് ഒരു മൾട്ടിമീഡിയയുടെ ഒരു യുഗത്തില് ഇന്നത്തെ കുഞ്ഞുങ്ങളെ 2 വയസ്സ് 1 വയസ്സ് മുതൽ തന്നെ സ്ക്രീനിൽ പരിശീലിച്ചു തുടങ്ങുന്നവർക്ക് ആ ഒരു നമ്മൾ പഠിച്ചു വന്ന ഒരു രീതി തികച്ചും അന്യമാണ്. നമ്മളും ഇപ്പോൾ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, പഴയ രീതിയിൽ ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് പ്രയാസമായിരിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശീലിച്ചു വന്ന രീതികൾ മറന്നെങ്കിലേ പുതിയ മേഖലകളിലും പഠിക്കാൻ പറ്റൂ, എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റൂ എന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇത് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ അത് കൂടുതലും ജൈവമായിരുന്നു, ഓർഗാനിക് ആയിരുന്നു. അതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ലായിരുന്നു. പക്ഷെ ഇപ്പോഴ് നമ്മുടെ മാറ്റങ്ങൾ ഇത്ര ദ്രുതഗതിയിലായതുകൊണ്ട് ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം നമുക്ക് ആവശ്യമായിരിക്കും. നമുക്കറിയാം, നമ്മൾ ശീലിച്ച പല കാര്യങ്ങളും ഞാൻ ചെറിയ അനുഭവത്തിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു 90കളിലെ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഒക്കെ തുടങ്ങുന്ന സമയത്ത് ഒരു പ്രോജക്ട് മാനേജ്മെന്റ് ഒക്കെ ശീലമുണ്ടായിരുന്നു. അതിന് പ്രോജക്റ്റിന്റെ ഒരു ആർക്കിടെക്ട്, ഒരു ബ്ലൂ പ്രിന്റ് ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിനുള്ള പ്രോഗ്രാംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് ഒരു ബിഗ് ബാങ് എന്ന് പറയുന്നത് ഗോ ലൈവിന് ആ രീതിയിലായിരുന്നു 90കളിലൊക്കെ സോഫ്റ്റ്വെയർ പ്രോജക്ട് മാനേജ്മെന്റ് ചെയ്തിരുന്നത്. പക്ഷെ ഇപ്പോഴേ കാലൊക്കെ മാറിക്കഴിഞ്ഞപ്പോഴത്തേക്ക് സോഫ്റ്റ്വെയറിന്റെ ഡെവലപ്മെന്റ് പ്രോസസ്സ് തന്നെ കംപ്ലീറ്റ് മാറിയിരിക്കുകയാണ്. എജൈൽ ടെക്നോളജി എന്നൊക്കെ പറയുന്നത്, എജൈൽ മെത്തഡോളജി. അതായത് ഇങ്ങനെ മുഴുവനും കൂടെ കംപ്ലീറ്റ് ചെയ്തിട്ട് പ്രസന്റ് ചെയ്യുന്ന ഒരു രീതിയല്ല, ഗോ ലൈവ് ആകുന്നതല്ല. ഐട്രേറ്റീവ് ആയിട്ടുള്ളത് കൂടുതൽ ഫങ്ഷണാലിറ്റീസ് ഡെവലപ്പ് ചെയ്ത് പുരോഗമിക്കുന്ന ഒരു രീതി. അപ്പം 90കളിലെ ആ ഒരു ശീലം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് മാനേജ്മെന്റ് പോയി കഴിഞ്ഞാൽ ഇപ്പൊ നടക്കുകയില്ല. സോ 90കളിൽ മുതലേ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ഉള്ളവര് ദേ ഹാവ് ടു അൺലേൺ. പഠിച്ചത് മറക്കാതെ പുതിയത് പഠിക്കാൻ പറ്റുകയില്ല. അപ്പോൾ സോ വി ഹാവ് ടു ലേൺ ടു അൺലേൺ ആൻഡ് റീലേൺ. വളരെ ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ,
പ്രത്യേകിച്ച് ക്ഷമിക്കണം, അമേരിക്കയിലെ ഒരു ഉദാഹരണം ഉദ്ദേശിക്കുന്നത്, നമ്മളിപ്പോൾ ഒരു ഡോക്ടേഴ്സ് ഓഫീസിൽ അപ്പോയിൻമെന്റ് എടുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ബിൽ പേ ചെയ്യണമെങ്കിൽ ഇപ്പോഴും അമേരിക്കയിൽ വിളിച്ചു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ അങ്ങനെ തന്നെ ആയിരിക്കും, പക്ഷെ എനിക്ക് പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല കാര്യം. ഒരു ബില്ല് പേ ചെയ്യണമെങ്കിൽ നേരത്തെ ഒരു 10 വർഷം മുമ്പ് വിളിച്ചു കഴിഞ്ഞാൽ ആ ഓർഗനൈസേഷൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവിനെ കിട്ടും. നമ്മൾ നമ്മുടെ പേര് പറയും, അഡ്രസ് പറയും, കൊടുക്കേണ്ട എമൗണ്ടിൻ്റെ ക്രെഡിറ്റ് കാർഡ് പറയും, കാര്യം കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴ് നമ്മളൊരു അങ്ങനെ ഒരു സംരംഭത്തിൽ ഒരു ട്രാൻസാക്ഷൻ ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആദ്യം വരുന്നൊരു ഓട്ടോമേറ്റഡ് മെസ്സേജാണ്. നിങ്ങളുടെ പേര്, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ബർത്ത് ഇയർ ഒക്കെ പറയുമ്പോൾ അതിന് ഈ ഉദ്ദേശിക്കുന്ന ആ ഒരു പ്രോഗ്രാമിന് സ്പെസിഫിക് ആൻസർ ഇറ്റ് ഈസ് ലുക്കിംഗ് ഫോർ. അപ്പോൾ അതിന് യെസ് ഓർ നോ എന്ന് അവർ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യെസ് ഓർ നോ അല്ലാതെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇറ്റ് വിൽ കീപ്പ് ഓൺ റിപ്പീറ്റിംഗ് ദ സെയിം ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ശീലിച്ചു വന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ബില്ല് പേ ചെയ്യണമെങ്കിൽ ഇങ്ങനെയാണ്, കസ്റ്റമർ സർവീസിനെ വിളിക്കുക, നമ്മുടെ എമൗണ്ട് പറയുക, കൊടുക്കുക, അക്കൗണ്ട് നമ്പർ പറയുക, കൊടുക്കുക, കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴത് ചെയ്യണമെങ്കിൽ we have to unlearn that process and relearn how to do it. Otherwise we will be spending the whole day. ഒരു ദിവസം മെനക്കെട്ട് കഴിഞ്ഞാലും we won't be able to finish the transaction. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ഒരു പക്ഷേ ഈ നമ്മുടെ സൂം മീറ്റിംഗ് തന്നെ ഒരു 3-4 വർഷങ്ങൾ മുൻപ് ഒരു നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേറ്റർ ആണെങ്കിൽ പോലും, നല്ല സംസാരിക്കുന്ന ആളാണെങ്കിൽ പോലും, ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു ഓഡിയൻസിനെ ഫേസ് ചെയ്യുമ്പോൾ ടെക്നിക്സ് ആൻഡ് ശീലങ്ങൾ ഉണ്ടായിരുന്നു. ആൾക്കാരുടെ മുഖഭാവമൊക്കെ മനസ്സിലാക്കാനും അതനുസരിച്ചിട്ട് പ്രതികരിക്കാനും ഒക്കെ ഒരു പ്രസംഗത്തിന് കഴിയുമായിരുന്നു, പ്രഭാഷകന് കഴിയുമായിരുന്നു. പക്ഷെ ഇപ്പോഴും ഈ സൂം മീറ്റിംഗ് പോലുള്ള പ്ലാറ്റ്ഫോമിൽ നമുക്ക് റീലേൺ ദോസ് ടെക്നിക്സ്, ഹൗ ടു എഫക്റ്റീവ്ലി കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ എല്ലാ മേഖലകളിലും ഈ ലേണിംഗ് ടു റീലേൺ, ലേൺ ടു അൺലേൺ ഈസ് നൗ എ വൈറ്റൽ നെസസിറ്റി. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ്, to relearn. അപ്പം വളരെയധികം ഉദാഹരണങ്ങൾ എനിക്ക് പറയാൻ കഴിയും, പക്ഷേ ലെറ്റ്സ് ലീവ് ഇറ്റ് ഫോർ നൗ. വി ആർ വെയിറ്റിംഗ് ഈഗർലി. നമ്മുടെ ഡോക്ടർ ഷിജി അലക്സിന്റെ പ്രഭാഷണത്തിന് നമ്മൾ വെയിറ്റ് ചെയ്യാണല്ലോ. നമുക്കിന്ന് വളരെ അപ്രോപ്രിയേറ്റ് ആയുള്ള ഒരു പ്രഭാഷകയാണ്, അവതാരികയാണ് നമുക്ക് ഇന്നത്തെ സെഷന് ലഭിച്ചിട്ടുള്ളത്. ഡോക്ടർ ഷിജി അലക്സ് വിൽസൺ സാർ, എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഷിക്കാഗോയാണ് ഷിജി അലക്സിന്റെ കർമ്മ മേഖല. കഴിഞ്ഞ 14 വർഷങ്ങളായിട്ട് എനിക്ക് തോന്നുന്നു ഷിക്കാഗോയിലാണ്. ഇവിടുത്തെ ആരോഗ്യ മേഖലകളിലെ സീനിയർ എക്സിക്യൂട്ടീവ്, വൈസ് പ്രസിഡന്റ് ഓഫ് പേഷ്യന്റ് കെയർ, അതുപോലെ വളരെയധികം നേതൃത്വ പാഠമുള്ള ഒരു വ്യക്തി. ഷിക്കാഗോയിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിലെ കലാ, സാംസ്കാരിക, രാഷ്ട്രീയ, ആത്മീയ നിലകളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം. ഷിജയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷിജയ്ക്ക് കുഞ്ഞുങ്ങൾ മുതൽ യൂത്ത് മുതൽ സീനിയർ സിറ്റിസൺ ഫെലോഷിപ്പ് വരെയുള്ള എല്ലാ ഡെമോഗ്രാഫിയും ലിസൺ ടു ഹെർ വിത്ത് ഈക്വൽ അറ്റൻഷൻ. അത്ര എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന പ്രസംഗ പാഠവും, അതുപോലെ വിശാലമായ പരന്ന വായന, ആഴത്തിലുള്ള ചിന്ത. ഒരുപക്ഷെ ഷിക്കാഗോയിലെ മലയാള പുസ്തക ശേഖരങ്ങളിൽ ഏറ്റവും അധികം ഉള്ള ഒരാൾ ഷിജി ആയിരിക്കും. ഷിജി പല നിലകളിലാണ് ഇവിടെ പ്രശോഭിക്കുന്നത്. ഇവിടെ മിസ്പ എന്ന് പറഞ്ഞ ഒരു ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷന്റെ പ്രസിഡന്റാണ്. ഇന്ത്യൻ നഴ്സസ് അസോസിയേഷന്റെ പ്രസിഡന്റാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഹോളി ഫാമിലി ഹോസ്പിറ്റൽ അതിന്റെ വൈസ് പ്രസിഡന്റാണ്. എന്ന് വേണ്ട, ഐ ഡോണ്ട് നോ ഹൗ ഷീ മാനേജ് ഓൾ ദിറ്റ്. ബട്ട് ഇതൊക്കെ ആണെങ്കിൽ പോലും ഒരു മീറ്റിങ്ങിന്റെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷീ വിൽ ഫൈൻഡ് ടൈം. ഏത് പള്ളിയിലോ അല്ലെങ്കിൽ ഏത് ഓർഗനൈസേഷനിലോ ഒരു ആവശ്യം ഉണ്ടെന്ന് കഴിഞ്ഞാൽ ഷീ വിൽ ഇമ്മീഡിയറ്റ്ലി somehow she will fit into her schedule. We just don't know how she miraculously manages her time, but that she does. So we are very fortunate to have Shiji to present us a session today. So in the session Sandhya Mendi, I eagerly and expectantly invite, now without much ado, I invite Chicago St. Thomas Dr. Shiji Alex to present the topic for the day. Thank you.
എല്ലാവർക്കും നമസ്കാരം. ഈ സൂം റൂമിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ദൈവ ജനത്തിനും ക്രിസ്തുവേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചു കൊള്ളട്ടെ. ഇത് വളരെ ഗംഭീരമായ ഒരു സദസ്സാണെന്ന് എനിക്കറിയാം. നേരിട്ട് എല്ലാവരുടെയും മുഖം കാണുന്നില്ലെങ്കിലും ഈ ലൈറ്റഡ് ടു ലൈറ്റഡ് സ്റ്റഡി ഫോറത്തിലൂടെ നടക്കുന്ന ഡിസ്കഷൻസും ഇതിനകത്ത് നടക്കുന്ന ചർച്ചകളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം സമൂഹത്തിലെ ചെറിയ മാറ്റങ്ങളെപ്പോലും ചെറിയ കാര്യങ്ങളെപ്പോലും എത്ര സൂക്ഷ്മമായിട്ട് നിരീക്ഷിക്കുകയും ഇഴകീറി പരിശോധിക്കുകയും അതിനെ എത്രമാത്രം സംഗ്രഹിക്കാമോ അത്രമാത്രം സംഗ്രഹിച്ച ശേഷം സ്വന്തം അഭിപ്രായ പ്രകടനങ്ങളൊക്കെ നടത്തുന്ന പ്രഗത്ഭരായ ഒരു കൂട്ടം ആൾക്കാരാണിത്. നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു വിഷയവും എടുത്ത് ഇരിക്കാനായിട്ടുള്ള എൻ്റെ ധൈര്യത്തെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. കാരണം അത് ഇച്ചിരി പാടാന്ന് എനിക്കറിയാം. സോ എന്നെ ഇത് അവതരിപ്പിക്കാനായിട്ട് ഇൻവൈറ്റ് ചെയ്തതിന് ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമ സ്റ്റഡി ഫോറത്തിൻ്റെ എല്ലാ ഭാരവാഹികളോടുമുള്ള നന്ദി അറിയിച്ചു കൊള്ളട്ടെ. ഞാൻ എൻ്റെ പ്രിയ സുഹൃത്താണ് ബെന്നിയോട് ഞാൻ ചോദിക്കുമായിരുന്നു ഇത് സാധിക്കുമോ എന്നെ കൊണ്ട്. കാരണം എനിക്ക് അറിയാം നിങ്ങളൊക്കെ എത്രമാത്രമാണ് അറിവും ആഴവും ജീവിതത്തിലുള്ള എക്സ്പീരിയൻസസും ഒക്കെ കൊണ്ട് വളരെയധികം പ്രഗത്ഭരായ ഒരു സദസ്സിൻ്റെ മുന്നിലാണ് ഞാൻ ഈ വിഷയമായിട്ടിരിക്കുന്നത്. ഇപ്പോൾ എനിക്കറിയാം നമ്മൾ എല്ലാവരും കുറച്ച് റിലീവ്ഡ് ആയിട്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇലക്ഷൻ റിസൾട്ടൊക്കെ ലഭിച്ച ശേഷം ജനാധിപത്യത്തിൻ്റെ ശവക്കല്ലറയിൽ അടിക്കുന്ന അവസാനത്തെ ആണിയാകുമോ 2024 ഇലക്ഷൻ എന്നൊക്കെ ചിന്തിച്ചിരുന്നിടത്തു നിന്ന് അങ്ങനെയല്ല, ഇനിയും നമുക്ക് ആശയ്ക്ക് വകയുണ്ട് എന്ന് കാണിച്ചു തരുന്ന ഒരു ഇലക്ഷൻ റിസൾട്ടൊക്കെ കണ്ടതിൻ്റെ സന്തോഷത്തിലാണോ എല്ലാവരും ഒരു ഇച്ചിരി റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുകയാണ്. ആ ഒരു അവസരത്തിലേക്കാണ് അങ്ങനെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിലേക്കാണ് ഞാൻ ഈ ഒരു പ്രത്യേക വിഷയം കൊണ്ടുവരുന്നത്, ലേണിംഗ് ടു അൺലേൺ. പക്ഷെ അതിന് മലയാള പരിഭാഷ യഥാർത്ഥത്തിലുള്ള മലയാളം അതിൻ്റെതല്ല. കാരണം നമുക്കറിയാം നമ്മൾ വേർഡ് ടു വേർഡ് തർജ്ജമ ചെയ്യാൻ എടുത്താൽ അതല്ല അതിൻ്റെ പരിഭാഷ. അറിഞ്ഞതിൽ നിന്നുള്ള മോചനം ഒരു പുസ്തകത്തിന്റെ ടൈറ്റിലാണ്. അത് ഞാൻ കടമെടുത്തതാണ്. അത് മഹാനായ ജിതു കൃഷ്ണമൂർത്തിയുടെ ഫ്രീഡം ഫ്രം ദ നോൺ എന്ന പുസ്തകത്തിന്റെ മലയാള പരിഭാഷയാണ് അറിഞ്ഞതിൽ നിന്നുള്ള മോചനം. അത് നിങ്ങളിൽ മുക്കാലധികം പേരും ആ പുസ്തകം വായിച്ചിട്ടുണ്ടായിരിക്കും. വളരെ നല്ലൊരു പുസ്തകമാണ്. അപ്പം അദ്ദേഹത്തോട് സ്മരിച്ചുകൊണ്ടും അദ്ദേഹത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ ആ പുസ്തകത്തിന്റെ ടൈറ്റിൽ മോഷ്ടിക്കുകയായിരുന്നു, അറിഞ്ഞതിൽ നിന്നുള്ള മോചനം. ലാദറേങ്കിൾ ഇവിടെ പറഞ്ഞു ഇൻട്രൊഡക്ഷനിൽ, ഞാൻ ഐ വാസ് ലിസണിങ്, ലാദറേങ്കിൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ലേണിംഗ് ഈസ് എൻ ഓർഗാനിക് പ്രോസസ്, ബട്ട് അൺലേണിംഗ് ഈസ് ആക്ച്വലി ഇന്റൻഷണൽ ആൻഡ് റീലേണിംഗ്. കാരണം വളരെ നൈസർഗികമായിട്ട് നടക്കുന്ന പ്രത്യേകതകളാണ് ലേണിംഗ്. നമ്മൾ കാണുന്നതിൽ നിന്നും കേൾക്കുന്നതിൽ നിന്നും എല്ലാം അറിഞ്ഞ് നമ്മുടെ കഴിഞ്ഞ ആഴ്ച കർത്താ സാറ് പറഞ്ഞതുപോലെ അമഗ്ഡൈല എന്ന് പറയുന്ന ബ്രെയിനിലുള്ള സാധനം ഇതെല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോ അതാണ് നമ്മുടെ ലേണിംഗ്. ആ ലേണിംഗ് നൈസർഗികമാണ്. പക്ഷെ അതിനെ അൺലേൺ ചെയ്യുകയും റീലേൺ ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് ഇന്റൻഷണലാണ്. ഇന്റൻഷണൽ എന്ന് പറയുമ്പോൾ മനഃപൂർവ്വമായത്. അത് 40-ാം വയസ്സിൽ കഴുകൻ അതിൻ്റെ ചുണ്ട് തോവലും പൊഴിച്ച് അത് പുതിയൊരു ജന്മത്തിലേക്ക് ഉടലെടുക്കുന്നത് പോലെ, അല്ലെങ്കിൽ പാമ്പ് അതിൻ്റെ പടമുരിക്കുന്നത് പോലെ ഇന്റൻഷണലാണ്. ഇറ്റ് ഈസ് പെയിൻഫുൾ ആൻഡ് ഇറ്റ് നീഡ് എനർജി, ടൈം, ഇറ്റ് നീഡ് കമ്മിറ്റ്മെന്റ്. അതാണ് അൺലേണിംഗ് ആൻഡ് റീലേണിംഗ്. ഇറ്റ്സ് നോട്ട് ഈസി. അത് നൈസർഗികമായിട്ടല്ലാതെ അത് സംഭവിക്കത്തില്ല, ഓർഗാനിക് ആയിട്ട് സംഭവിക്കത്തില്ല. ഇറ്റ് നീഡ് എനർജി, ഇറ്റ് നീഡ് കമ്മിറ്റ്മെന്റ്. നമുക്ക് അൺലേൺ ചെയ്തിട്ട് പുതിയൊരാളായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ എവറി മൊമെന്റ് വി നീഡ് ബി ഇന്റൻഷണൽ, മൈൻഡ്ഫുൾ ആയിരുന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോസസ്സ് നമ്മളിൽ ഉണ്ടാകുന്നത് മനസ്സിലാകത്തുള്ളൂ. ഞാൻ ഇതിനകത്ത് വലിയ വിദഗ്ധയൊന്നുമല്ല, എങ്കിലും എൻ്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളിൽ, അല്ലെങ്കിൽ ഞാൻ ഓരോ കാര്യങ്ങളെ കാണുന്നത് എങ്ങനെയാണ് ഞാൻ അവിടെ എത്തിച്ചേർന്നത് എന്ന് എൻ്റെ ജീവിതത്തിലുള്ള ഉദാഹരണങ്ങൾ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ ഈ അടുത്ത സമയത്ത് രോഹിത് ഷെട്ടി എന്ന് പറയുന്ന ബോളിവുഡിലെ ഒരു ഫേമസ് മൂവി ഡയറക്ടറാണ്. അദ്ദേഹം നല്ല ഹിറ്റാകുന്ന, ബോക്സ് ഓഫീസ് ഹിറ്റാകുന്ന സിനിമകൾ എടുക്കുന്ന പുള്ളിയാണ്, ഡയറക്ടറാണ്. അദ്ദേഹത്തോട് ഒരാൾ ഇന്റർവ്യൂവിൽ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ സിനിമയുടെ സക്സസിന്റെ ഫോർമുല? അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് ചേരുവകൾ ചേർക്കും ഇതിനകത്ത്. യങ്സ്റ്റേഴ്സിന് വേണ്ടിയിട്ട് നല്ല മോഡേൺ കാറുകൾ, അത് വിൻറ്റേജ് അംബാസിഡർ കാറുകളല്ല, ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കാറുകൾ. അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഫാസ്റ്റ് നമ്പേഴ്സ് ആയിട്ടുള്ള സോങ്സ് ആൻഡ് ഡാൻസ് ആൻഡ് ഫൈറ്റ് ഈ യങ്സ്റ്റേഴ്സിന് വേണ്ടി. പിന്നെ കുറച്ച് മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആർക്ക് വേണ്ടിയിട്ട് കുറച്ച് വൈകാരികമായ നിമിഷങ്ങൾ, അത് ഫാമിലി ഡ്രാമയിലൊക്കെ ഉണ്ടാകാവുന്ന കുറച്ച് കാര്യങ്ങൾ.
പിന്നീട് കുറച്ചുകൂടെ എൽഡർലി പോപ്പുലേഷന് വേണ്ടിയിട്ട് ഇച്ചിരി പേട്രിയോട്ടിസം ഒക്കെ ചേർത്ത് ഇത് വെക്കുമ്പോൾ ആ ഇരിക്കുന്ന എല്ലാ മനുഷ്യർക്കും ഇത് മനസ്സിലാകും, വൗ ദിസ് ഇസ് ഗുഡ്. അപ്പം ഞാൻ അത് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കുമായിരുന്നു, am I doing this in my conversations with people? ഞാനിപ്പോൾ ഒരു മെസ്സേജിന് ഒരു ടോക്ക് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ am I considering the 4-year-old till the 90-year-old? പക്ഷെ അതൊരു എനിക്കൊരു വലിയൊരു ലേണിംഗ് പ്രോസസ് ആയിരുന്നു ഞാനത് കേട്ടപ്പോൾ. കാരണം എനിക്ക് തോന്നുന്നു അത് എല്ലാവരും ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ എസ്പെഷ്യലി സൺഡേസിൽ സെർമൺ കേൾക്കാനായിട്ടിരിക്കുമ്പോൾ നമുക്കിപ്പം അച്ഛന്മാര് നമുക്ക് ആ ഒരു കേട്ട് വന്ന വിഷയം, അതിപ്പം കാനാവിലെ കല്യാണമാകാം, അല്ലെങ്കിൽ ഈ വിഷയങ്ങളെല്ലാം നമ്മൾ പാറപ്പുറത്ത് വീട് പണിയുന്നതോ ഇതുപോലെയുള്ള വിഷയങ്ങൾ സ്ഥിരമായിട്ട് വരുമ്പോൾ നമ്മൾ ഈ കേൾക്കാനിരിക്കുന്നവർക്ക് ഒരു ഓൾറെഡി അവർ ഇതിനകത്ത് ഒരു കാര്യം തലയിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട്, ഇതായിരിക്കും പറയുന്നത്. അപ്പൊ പലതരത്തിലുള്ള ജനങ്ങൾ ഇത് കേൾക്കാനിരിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലർ വിചാരിക്കുന്നത് അടുത്ത ഒരാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ ജീവിതത്തിലെ സകല ദുർഘടങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഇന്ധനം ഇവിടുന്ന് കിട്ടണം എന്ന് പറഞ്ഞിട്ട് ഞായറാഴ്ച പ്രസംഗം കേൾക്കാൻ വന്നിരിക്കുന്നവരുണ്ട്. പിന്നെ ഒരു കൂട്ടരുണ്ട്, എല്ലാ കാലത്തും ഈ മോശയും പൗലോസും ഒക്കെ അല്ലേ നമ്മൾ കേൾക്കുന്നത്, ഈ അച്ഛൻ ഇനി ഇന്ന എന്താ പറയാൻ പോകുന്നത് എന്നൊരു ഇച്ചിരി ഒരു മുൻവിധിയോടെ വന്നിരിക്കുന്നവരുണ്ട്. ചില കുഞ്ഞുങ്ങളാണെങ്കിൽ നമ്മൾ പേരൻസ് പറഞ്ഞ് മര്യാദയ്ക്ക് വേദപുസ്തകം തുറന്നു വെച്ച് നോക്കിയിരിക്കുന്നു പറഞ്ഞിട്ട് ഇതെന്ത് കഥയാന്ന് പറഞ്ഞിട്ട് കഥ അറിയാതെ ആട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അപ്പൊ ഇതിനകത്ത് മറ്റു പലരും ഗ്രീഫിലൂടെ കടന്നു പോകുന്ന മനുഷ്യരുണ്ട്. അത് അവരുടെ രോഗമാകാം, മരണമാകാം, അവർ കടന്നു പോകുന്ന ജീവിതത്തിന്റെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങളിലൂടെ അവിടെ വന്നിരിക്കുന്നവരുമുണ്ട്. ഈ മുഴുവൻ ആൾക്കാരെയും സാറ്റിസ്ഫൈ ചെയ്യാനും ഇതിനകത്ത് ഒരാളെ പോലും ഒരു വാക്കുകൊണ്ട് പോലും നൊമ്പരപ്പെടുത്തരുത് എന്ന് ഉറച്ചുകൊണ്ട് ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യാൻ നമുക്ക് പറ്റുമോ? ദാറ്റ്സ് വെരി അതൊരു ഇന്റൻഷണൽ ആയിട്ടുള്ള ഒരു വർക്കാണ്. കാരണം നമ്മൾ പറയുന്ന എല്ലാ കാലത്തും കണ്ടുവന്ന രീതിയിൽ പറയുന്ന രീതികൾ പലതരത്തിലുള്ള ചില കുത്തും കൊളുത്തും ഒക്കെ വെച്ച് നമ്മൾ മെസ്സേജസ് കൊടുക്കുമ്പോൾ ആ ഇരിക്കുന്ന എത്ര മനുഷ്യരെ ഇത് ഏത് തരത്തിൽ ബാധിക്കാം? സന്തോഷത്തോടെ പള്ളിയിൽ വന്നവർ സങ്കടത്തോടെ തിരിച്ചു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നുണ്ടോ മെസ്സേജസ് കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോൺവെർസേഷൻസ് കൊണ്ട്? ഇത് ഒരു വലിയ ചിന്തയാണ്. ഞാൻ അത് പറയാനായിട്ട് ഉദ്ദേശിച്ചത്, രോഹിത് ഷെട്ടി എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിനിമകൾ ഉണ്ടാക്കുന്നത്, ബിക്കോസ് ദാറ്റ് ഇസ് എ കൊമേഴ്ഷ്യൽ need for him, because he is doing a business in an entertainment business, because he is earning money from that. He want to make it a successful one. But when we do things, how we can add value to it, understanding who is sitting in front of us. And അത് ഒരാളാകാം, 1000 പേരാകാം. അതൊരു വലിയൊരു, എസ്പെഷ്യലി നമ്മൾ ഇതിനകത്തിരിക്കുന്ന ഗ്രൂപ്പിലൊക്കെ ഇരിക്കുന്ന ഇതിനകത്ത് ഒരു 75%-ലധികം ആൾക്കാരും മറ്റുള്ളവരോട് സംസാരിക്കുന്നവരാണ്, ഒരു ക്രൗഡിനെ അഡ്രസ്സ് ചെയ്യുന്നവരാണ് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് മുന്നോട്ട് വെച്ചത്. കാരണം പലപ്പോഴും നമ്മുടെ പേരിനപ്പുറം ഒരുപാട് ഡിഗ്രീസ് ഉണ്ട്, ഒരുപാട് ടൈറ്റിൽസ് ഉണ്ട്. നമ്മൾ ആർജിച്ചതാണത്. നമ്മുടെ യൂണിവേഴ്സിറ്റി, നമ്മുടെ PhDs, നമ്മുടെ മാസ്റ്റേഴ്സ് ഡിഗ്രീസ് നമ്മൾ ആർജിച്ചതാണ്. പക്ഷെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ഒരു കോട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹി ഡിഫൈൻ എഡ്യൂക്കേഷൻ വെരി വെൽ. സോ അക്കോർഡിംഗ് ടു ആൽബർട്ട് ഐൻസ്റ്റീൻ, the education is what is remaining in you when you forget everything that you learned from university. എല്ലാ സർവകലാശാലകളിൽ നിന്നും പഠിച്ചത് മുഴുവൻ മറന്നുപോയി കഴിയുമ്പോൾ നിങ്ങളിൽ എന്തവശേഷിക്കുന്നുവോ അതാണ് വിദ്യാഭ്യാസം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്താണ്? നമ്മുടെ ഓരോരുത്തരെയും സെൽഫ് റിഫ്ലക്ഷൻ നമ്മൾ ചെയ്തു നോക്കിയാൽ എന്താണ് നമ്മുടെ വിദ്യാഭ്യാസം? ഞാനൊരു ഉദാഹരണം പറയാം. സോഷ്യൽ മീഡിയ ഒക്കെ അത്യാവശ്യം ഉപയോഗിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ അടുത്തൊരു ദിവസം ഞാൻ ഇൻസ്റ്റഗ്രാമിലെ റീൽസിലൂടെ പോകുമായിരുന്നു. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലെ റീലിൽ ഒരു ലേറ്റ് 70s ഒരു ആൻറ്റി എന്ന് ഞാൻ വിളിക്കാൻ ആഗ്രഹിക്കുന്നു. അവരിടയ്ക്കിടയ്ക്ക് ചെറിയ വീഡിയോസ് പോസ്റ്റ് ചെയ്യും. അത് ആൻറ്റിയായിട്ട് വേണ്ടതായിരിക്കാം, അതുകൊണ്ടായിരിക്കും കനകക്കുന്നിലൊക്കെ നടക്കുന്ന ജ്വല്ലറി ഷോസിലൊക്കെ പോയിട്ട് ഒരു മാലയൊക്കെ മേടിക്കുവാണെങ്കിൽ അത് കാണിക്കും. പലതും ഇങ്ങനെ വളരെ സ്ലോ ആയിട്ട്, ഞാൻ സംസാരിക്കുന്ന പോലെ ഫാസ്റ്റ് ആയിട്ടല്ല സംസാരിക്കുന്നത്. ആൻറ്റിയുടെ സംസാരം ഈസ് വെരി സ്ലോ. അപ്പം നല്ല രസമൊക്കെ കേൾക്കാനത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആൻറ്റി ഒരു കണ്ണാടി ഇങ്ങനെ വെച്ചിട്ട്, ഐ ഡോണ്ട് നോ ഹൂ ഷീ ഈസ്, ഐ എം ജസ്റ്റ് വാച്ചിങ് ഫ്രം ഇൻസ്റ്റഗ്രാം. കണ്ണാടി വെച്ചിട്ട് പറഞ്ഞു, ഇത് പുതിയൊരു ഫ്രെയിമാണ് ഈ കണ്ണാടി, നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടോ, ഇത് ലൈറ്റ് വെയിറ്റ് ആ എൻ്റെ മുഖത്ത് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇട്ടിരിക്കുന്നു. അപ്പം അറിയാതെ എൻ്റെ കൈ തട്ടി കമൻറ്റിലോട്ട് പോയി. അപ്പം അതിനകത്തെ കമൻറ്റുകൾ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന കമൻറ്റുകളാണ് ഇതിൻ്റെ തൊട്ട് താഴെ വരുന്നത്. അതിനകത്ത് ആദ്യം എഴുതിയിരുന്ന കമൻറ്റ്, പെട്ടി ഏതാ വേണ്ടിയത്, ആഞ്ജലിയോ തേക്കോ? രണ്ടാമത്തെ കമൻറ്റ്, കാലനെ കാണാതെ ഒളിച്ചു നടക്കോ കൊച്ചു കള്ളി, എൻ്റെ അമ്മ 79 വയസ്സുള്ള ആളാണ്. ഐ ഡോണ്ട് ടോളറേറ്റ് ദാറ്റ് കമൻറ്റ് അബൌട്ട് മൈ മദർ. ഇപ്പം ഞാൻ ഈ കമൻറ്റ് പറഞ്ഞ് 2 എണ്ണം കേട്ടപ്പോൾ നിങ്ങളുടെ ആരുടെയെങ്കിലും മനസ്സിലൊരു ചിരി ഉണ്ടെങ്കിൽ ടൈം ടു അൺലേൺ.
കാരണം ഇത് തമാശയല്ല. പക്ഷെ ദാറ്റ് ഈസ് ഹൗ നമ്മുടെ മെന്റാലിറ്റി. ഇത്രയും പ്രായമുള്ള ഒരു സ്ത്രീയുടെ അവരിട്ടിരിക്കുന്ന ഒരു നമുക്ക് ഫ്രീഡം ഉണ്ട്, സോഷ്യൽ മീഡിയയ്ക്ക് അത്ര ഫ്രീഡം ഉണ്ട്. വി ഡോണ്ട് നീഡ് ടു വാച്ച് സം ഓഫ് ദ തിങ്സ്. പക്ഷെ നമ്മൾ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ യു റെസ്പെക്ട് ദ പേഴ്സൺ ഹു പോസ്റ്റഡ്. ആ അത്രയും പ്രായമുള്ള ഒരു സ്ത്രീയോട് അത്ര സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനും അറിയാവുന്ന ഒരു പുരുഷനാകാം സ്ത്രീയാകാം, അവരുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആ അറിവ് എന്താണ്? പെട്ടിക്ക് തേക്ക് വേണോ ആഞ്ഞിലി വേണോ, കാലനെ കാണാതെ ഒളിച്ചു നടക്കുക കൊച്ചു കള്ളി എന്ന് പറയാൻ ആ ഒരു സ്ത്രീയുടെ പോസ്റ്റിന്റെ താഴെ വന്ന് കമന്റ് ഇടാൻ ആൾക്കാർക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ടൈം ടു അൺലേൺ. ആ കമന്റ് നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ ടൈം വി ഹാവ് ടു തിങ്ക് ആൻഡ് സീ വാട്ട് ഈസ് അവർ മെന്റാലിറ്റി ടുവേർഡ്സ് തിങ്സ്. അപ്പൊ ഞാൻ അങ്ങനെ ജനിച്ചപ്പോഴേ അങ്ങനെ ആയിരുന്ന ഒരാളാന്ന് ഞാൻ പറയത്തില്ല. കാരണം ഐ വാസ് വെരി, ഐ തിങ്ക് ഈ നിങ്ങളുടെ ഗ്രൂപ്പിലിരിക്കുന്നതിൽ ഏറ്റവും മോസ്റ്റ് ബയാസ്ഡ് ആയിട്ടുള്ള പേഴ്സൺ ഞാനായിരുന്നിരിക്കാം. കാരണം ഞാൻ ഒരു വീട്ടില് എൻ്റെ മൂത്ത സിസ്റ്റർ ഇതിൽ കേൾക്കുന്നുണ്ട് എന്നോട്, ഇപ്പം ഈ ഇതിനകത്തുണ്ട്, സൂമിലുണ്ട്. സർപ്രൈസിംഗ് ആയിട്ട് ഷീസ് ദെയർ, ഷീസ് ജോയിൻ ഫ്രം ഇന്ത്യ. അപ്പോൾ ഐ വാസ് യങ്ങസ്റ്റ് ഇൻ എ ഹൗസ്. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം പഠിക്കുക, നല്ല കുഞ്ഞാന്നുള്ള പേര് ലഭിക്കുക, സാറിന്റെ മോളാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക, that was my intention and ambition, and I did it till age of 22. ഒരു കുറ്റം ആരെ കൊണ്ടും പറയാതിരിപ്പിക്കുക, ഏറ്റവും നല്ല പഠിക്കുന്ന കൊച്ചാണ് ക്ലാസ്സിലെന്ന് പറയുക, ബാക്ക് ബെഞ്ചിലിരിക്കുന്ന പിള്ളേരെ, യൂണിഫോം ഇടാത്ത പിള്ളേരെയൊക്കെ അവജ്ഞയോടെ നോക്കുക. ഈ പിള്ളേർക്കൊക്കെ എന്താ എൻ്റെ കണക്ക് പഠിച്ചാൽ, ഈ പിള്ളേർക്കൊക്കെ എന്താ നല്ല കൈയക്ഷരം ഇല്ലാത്ത, ഈ പിള്ളേരുടെയൊക്കെ തലയിൽ പേനുണ്ടോ, ഇങ്ങനെയൊക്കെ പറഞ്ഞു നടന്നൊരു വ്യക്തിയാണ് ഞാനും. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എൻ്റെ ക്ലാസ്സിൽ അപ്പുറത്തിരിക്കുന്ന ഒരാൾ, ഞാൻ 10ാം ക്ലാസ് പഠിക്കുന്നത് വരെ എന്നോട് ഒരു ആൻസർ ചോദിച്ചാൽ ഞാൻ പറഞ്ഞു കൊടുക്കത്തില്ലായിരുന്നു. എൻ്റെ ആൻസർ ഷീറ്റ് കിട്ടിക്കഴിയുമ്പോൾ എൻ്റെ ആൻസർ ഷീറ്റുമായിട്ട് കമ്പയർ ചെയ്യാൻ മറ്റൊരു കുട്ടി എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കൊടുക്കത്തില്ല എൻ്റെ പേപ്പർ. ഐ വാസ് വെരി ബയസ്ഡ്. കാരണം ഞാൻ പഠിച്ചു വെച്ച ചില കാര്യങ്ങൾ എൻ്റെ അറിവിൻ്റെ സമചതുര കള്ളികളിനകത്ത് ഞാൻ എന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എനിക്ക് കൊടുക്കുന്ന ഒരു വാല്യൂ, ഞാൻ അറിഞ്ഞതാണ് നല്ലത്, എൻ്റെ വാല്യൂ ആണ് വലിയ വാല്യൂ എന്ന് പറഞ്ഞ് ജീവിച്ചൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ അതേസമയം മറ്റൊരു ലേണിംഗ് സൈമിൾട്ടേനിയസ്ലി വീട്ടിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ ഫാദർ ഒരു സർക്കാർ അധ്യാപകനായതുകൊണ്ടും അദ്ദേഹം സാമൂഹിക രംഗങ്ങളിലൊക്കെ ഇച്ചിരി ഇടപെടുന്ന വ്യക്തിയായതുകൊണ്ടും നമ്മുടെ വീട്ടിൽ ഏത് ജാതി മതസ്ഥരും പല കാര്യങ്ങൾക്കായിട്ട് വരാറുണ്ടായിരുന്നു. അവരെല്ലാവരും ഇരിക്കുന്നത് ഒരേ കസേരകളിലും അവരൊക്കെ കുടിക്കുന്നത് ഞങ്ങളെല്ലാവരും കുടിക്കുന്ന ചായക്കപ്പിൽ നിന്നായതുകൊണ്ടും അവിടെ ഒരു ജാതി മത വ്യത്യാസം ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ ആരും അനുഭവിച്ചിട്ടില്ല. അതൊരു വലിയ ലേണിംഗ് ആയിരുന്നു. അതെനിക്ക് ഇന്ന് വരെ എൻ്റെ ക്യാപിറ്റലാണ്. ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ ദാറ്റ് ഐ എം ഹോൾഡിങ്, ദാറ്റ് ഐ ക്യാൻ ട്രീറ്റ് എവറിബഡി ഈക്വലി ഇറസ്പെക്റ്റീവ് ഓഫ് എ റേസ് ഓർ എൻ എത്നിസിറ്റി. കാരണം അച്ഛൻ റിട്ടയർഡ് ആയി കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ കാണുന്നൊരു കാഴ്ചയായിരുന്നു വെള്ളിയാഴ്ചകളിൽ, അതായത് ആ സ്ഥലം ഞങ്ങൾ കൊല്ലമായതുകൊണ്ട് തന്നെ കാഷ്യൂ ഫാക്ടറീസ് ഒരുപാടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു ലോക്കൽ ഓഫീസ് ഉണ്ട്. അവിടുത്തെ സ്ത്രീകൾ അവരുടെ ബെനിഫിറ്റ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ഫോം ഫില്ല് ചെയ്യാനായിട്ട് എത്ര അക്ഷരാഭ്യാസം ഇല്ലാത്തവരായതുകൊണ്ട് അവരൊക്കെ വീട്ടിൽ വരും. അപ്പം എൻ്റെ അമ്മ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞിട്ട് വെള്ളിയാഴ്ച വരുമ്പം കാണുന്ന കാഴ്ച അച്ഛനെ കാണത്തില്ല. കാരണം ചുറ്റും സ്ത്രീകളാണ്. കുറച്ച് പേര് തറയിൽ ഇരിക്കുന്നവരും കാണും, ചിലർ കസേരയിൽ ഇരിക്കുന്നവരും കാണും. ഇവർക്ക് എല്ലാവർക്കും എന്തെങ്കിലും വെള്ളമോ ചായയോ ഒക്കെ കൊടുത്തു വിടാൻ അവർ കാണിച്ചിരുന്ന ഒരു 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 താല്പര്യമുണ്ട്. അത് ഞാൻ കണ്ടു വളർന്നതാണ്. പക്ഷെ ഞാൻ ചെന്ന് കയറിയ വീട്ടിൽ ഞാൻ ഡിഫറെൻ്റ് ആയിട്ട് കണ്ടു. പുറത്ത് പണിക്കാർക്ക് വേറെ പാത്രമുണ്ട്, രാവിലെ പാല് മേടിക്കാൻ വരുന്നവർ കുടിക്കുന്ന ചായ ഗ്ലാസ് വേറെയാണ്. ചിലപ്പോഴെങ്കിലും അവിടെ ഉള്ളവർ അവരോട് ചോദിക്കാറുണ്ട്, ഇത് ഇന്നാർക്ക് കൊടുത്ത ഗ്ലാസ് ആണോ, ആണെങ്കിൽ എനിക്ക് വേണ്ട. അത് വേറൊരു ലേണിംഗ് ആണ്. ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിയാതെ കണ്ടും പരിചയിച്ചും പോകുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമ്മുടെ ഉള്ളിൽ ചില കാര്യങ്ങളൊക്കെ രൂപീകരിക്കും. അവിടുന്ന് നമ്മൾ നമ്മുടെ ജീവിത യാത്രകൾ ഇങ്ങനെ തുടർന്നു പോകുമ്പോൾ നമ്മൾ നമ്മുടെ മുമ്പിൽ കാണുന്ന ചില എക്സ്പീരിയൻസസ് ഉണ്ട്. ആ എക്സ്പീരിയൻസസ് കാണുമ്പോൾ ഇത് എൻ്റെ ശരിയാണോ അതോ അവരുടെ ശരിയാണോ? അപ്പൊ അങ്ങനെ ഇത്രയും നല്ല പഠിക്കണമെന്നൊക്കെ പറഞ്ഞ് വന്നൊരു വ്യക്തി, ഞാൻ ഇവിടെ വന്ന് എൻ്റെ ലേറ്റ് 20s ഞാൻ അമേരിക്ക വരുന്നത്. അമേരിക്ക വന്നിട്ട് ഞാനൊരു സൂപ്പർവൈസറായിരുന്നു ഹോസ്പിറ്റലായി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു അഡിക്ഷൻ സെൻ്റർ ഉണ്ട്, ഡ്രഗ് അഡിക്ഷൻ ഹോസ്പിറ്റലിലെ ഒരു സെഷൻ ഉണ്ട്. അപ്പോൾ അവിടുത്തെ ഈ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ IV ഒക്കെ കിട്ടാതെ വരുമ്പോൾ ചിലപ്പോൾ എനിക്കൊരു കോള് വരും. ദിസ് ഇസ് ട്രൂ. ഞാൻ അവിടെ പോകും IV സ്റ്റാർട്ട് ചെയ്യാൻ. എനിക്ക് ഈസി ആയിട്ട് IV ഒക്കെ കിട്ടും. പക്ഷേ ഐ ഹാവ് ടു കൺഫെസ് നൗ, ഐ സ്റ്റാർട്ടഡ് IVs on those people without even 1% compassion or sympathy. I was so mad at them. ഈ ആൾക്കാർ why they are in their 20s mess their life like this, having drugs, having alcohol and having all the immoral things that they could do in their life. എനിക്ക് 1% പോലും കമ്പാഷൻ ഇല്ലാതെ
ഞാൻ അവരോട് എന്താ ഞാൻ ചെയ്യുന്നതെന്ന് പോലും പറയാതെ കൈ ഇങ്ങോട്ട് വലിച്ചു മേടിച്ച് IV കുത്തി ഞാൻ വിട്ടിട്ടുണ്ട്. That was in my 20s. But later on the time, ആ ടൈം പോയ കാലഘട്ടത്തിൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ കടന്നുപോയ സാഹചര്യങ്ങളും ഞാൻ കണ്ട വ്യക്തികളും ഞാൻ അറിഞ്ഞതും പഠിച്ചതും ഞാൻ വീണ്ടും വീണ്ടും കണ്ടുമുട്ടിയ ആൾക്കാരുമായിട്ട് നോക്കുമ്പോൾ you can trust me now today 100%. I'm the most unbiased person. I don't have any preoccupation about anybody in my brain. That was all the unlearnings I did, intentionally I did in my life. Now I am compassionate to anybody. If there is an addiction, there is a story behind them. അവർക്കും ഒരു കഥ പറയാനുണ്ടാകും എന്നെപ്പോഴും വിചാരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കണം. സിമ്പിൾ എക്സാമ്പിൾ, നിങ്ങൾ കാണുന്നില്ലേ പോലും എൻ്റെ കണ്ണിൽ ഒരു കണ്ണാടിയുണ്ട്. ഐ ഹാവ് എ സ്പെക്ടക്കിൾ. അതിലൂടെയാണ് ഞാൻ കാണുന്നത്, അതിലൂടെയാണ് ഞാൻ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കുന്നത്. ഈ അദൃശ്യമായ കണ്ണാടി എന്തുകൊണ്ട് രൂപപ്പെടുത്തിയിരിക്കുന്നതാ? എൻ്റെ ലേണിങ്സ്, എൻ്റെ പേരൻസ് തന്ന കാര്യങ്ങൾ, ഞാൻ അറിഞ്ഞതും കേട്ടതും, ഞാൻ നടത്തിയ യാത്രകൾ, എൻ്റെ സുഹൃത്തുക്കൾ, ഞാൻ വായിച്ച പുസ്തകങ്ങൾ, എൻ്റെ ജീവിതാനുഭവങ്ങൾ, ഇതെല്ലാം കൊണ്ടുള്ള കണ്ണാടി എനിക്കുണ്ട്. അതേ കണ്ണാടി ബെന്നി വെച്ചിട്ടുണ്ടായിരിക്കും, എൻ്റെ സിസ്റ്റർ വെച്ചിട്ടുണ്ടായിരിക്കും, ലാദ്രയങ്കിൾ വെച്ചിട്ടുണ്ടായിരിക്കും. നമ്മൾ കാണുന്ന ഒരേ കാര്യം നമ്മളെല്ലാവരും കാണുന്ന ഡിഫറൻ്റ് ആയിട്ടാണ്. ബിക്കോസ് ദിസ് സ്പെക്ടക്കിൾ ദാറ്റ്സ് ഇൻ ഫ്രണ്ട് ഓഫ് അവർ ഐസ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷെ ഞാൻ കാണുന്ന കാര്യമാണ് ശരിയെന്ന് പറഞ്ഞ് വാശി പിടിക്കാതെ മറ്റാളും വേറൊരു രീതിയിൽ ഇത് കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നിടത്താണ് നമ്മളുടെ അൺലേണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഹൗ വി കൻ ഡു ദാറ്റ് അൺലേണിംഗ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ കമൻറ്റുകൾ കണ്ടാൽ നമുക്കത്ര ചിരി വരത്തില്ല. വേറൊരു എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ, ദ വേർഡ് ആൻഡ്, AND, ആൻഡ് എന്ന് പറയുന്ന വേർഡിനൊരു പവർ ഉണ്ട്. പക്ഷേ നമ്മൾ ലാഡ് ഓഫ് ടൈം നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടാണ് ഒരു സെൻറ്റൻസിൽ. ഞാൻ ഒരു ജസ്റ്റ് റീസൺലി നടന്നൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഞാനും എൻ്റെ മോളും കൂടെ, മൂത്ത മകൾ കൂടെ, 24 വയസ്സുണ്ട് അവൾക്ക്, ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോകായിരുന്നു. അപ്പോൾ അവൾ എന്നോട് എൻ്റെ ജോലിയിലുള്ള ഒരു സൂപ്പർവൈസറിൻ്റെ കാര്യം ചോദിച്ചു. അപ്പം ഞാൻ അവരുടെ കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു, അവരുടെ ജീവിതം പറഞ്ഞു. മോനുണ്ട്, മോൻ കല്യാണം കഴിഞ്ഞു, കുഞ്ഞുണ്ട്, റിട്ടയർ ആയി ഇവർ, വൈറ്റാണ്, ഇവിടുത്തെ ആളാണ്. അപ്പം ഞാൻ പറഞ്ഞു, മകളുണ്ട്, ഷീസ് എ ദിസ് ഇസ് എ സെൻറ്റൻസ് ഐ ടോൾഡ്, ഓക്കെ, മകളുണ്ട്, ഷീസ് എ മ്യൂസിക് ടീച്ചർ, ഷീസ് ഇൻ മിനസോട്ട, ബട്ട് ഷീസ് നോട്ട് മാരീഡ്. സോ ഷീ ആസ്ക്ഡ് മീ, മമ്മി, ക്യാൻ യു റീസ്റ്റേറ്റ് ദറ്റ് സ്റ്റേറ്റ്മെൻറ്റ്? ആൻഡ് ഐ ടോൾഡ്, ഹൗ യു ക്യാൻ സേ ലൈക്ക് ദിസ്? ഷീ ഹാസ് എ ഡോട്ടർ, ഷീസ് എ മ്യൂസിക് ടീച്ചർ ഇൻ മിനസോട്ട, ആൻഡ് ഷീസ് നോട്ട് മാരീഡ്. Because you are using a lot of but in your statements, which is giving a negative connotation to your statements. That's not good. So I'm thinking about it. If you add and instead of that but, so many things will make difference in our life. Try to practice it. നമ്മൾ ഈ but പറയുന്ന സ്ഥലത്തൊക്കെ and ആക്കി നോക്കി കഴിഞ്ഞാൽ, that was a learning for me. That was learning. I was thinking, oh, okay. That's a learning. I mean, every time when I try to do something, try to say something to the people, we can look into it. How I can, like in meetings, I have to talk about some critical things. Like, if there is a patient issue or something in senior leaders meeting, sometimes I have to present. So if there is a person that has overweight, I intentionally use a different verbiage. I use a word, patient with unhealthy weight. Because, അത് പർപ്പസ്ലി ഞാൻ ഉപയോഗിക്കുന്നതാണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന ഓരോ വാക്കും പലപ്പോഴെങ്കിലും ഓവർ വെയ്റ്റ്, ഒബീസിറ്റി, അമിതവണ്ണം, വണ്ണമുള്ള ആൾ, ഇതൊക്കെ പറയുന്നതിന് ചിലപ്പോഴെങ്കിലും മനുഷ്യരെ വേദനിപ്പിക്കും. കാരണം ഞാൻ വണ്ണമുള്ള ഒരാളിനോട് ഈ അടുത്ത സമയത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു, എന്നെ കാണുമ്പോൾ എല്ലാവരും പറയും നല്ലതായിട്ട് വണ്ണം വെച്ചിരിക്കുന്നു. They don't know that I have a mirror at home. I can see these things. So when are we going to make sure that we talk pleasantly and positively with people? ഇപ്പം നമ്മുടെ പള്ളിയിലേക്ക് തന്നെ കുറേ യങ്സ്റ്റേഴ്സ് ഇടയ്ക്കിടയ്ക്ക് എല്ലാം പള്ളി വരാതിരിക്കും, പെൺപിള്ളേരെ. ഞാൻ അവരോട് ചോദിക്കും, നിങ്ങളെന്താ പള്ളി വരാത്തെ? അപ്പോൾ പള്ളി വരുമ്പോൾ ഒരു ചോദ്യം സ്ഥിരം കേൾക്കുന്ന, കല്യാണം ആയില്ലയോ, ആരെയും കിട്ടിയില്ല, ആരെയും കണ്ടില്ല ഇതുവരെ, എന്താ ഇങ്ങനെ നടന്നാൽ മതിയോ? That make them very uncomfortable. They know that they have to find a partner. Their parents are praying. They have hard time. But why we have to make that statement to ask them? So how we can have this type of understanding? പക്ഷേ ഈ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ we should identify first we have a problem. അപ്പം ഞാൻ നിങ്ങളോട് ഞാനൊരു എക്സാമ്പിൾ പറയാം.
അതായത് ഞാൻ പറയുന്ന ഒരു സിനാരിയോ മനസ്സിൽ ചിന്തിക്കുക, 100% അറ്റൻഷനോടുകൂടി ചിന്തിക്കുക, എങ്കിലേ ഇത് മനസ്സിലാകത്തുള്ളൂ. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു വലിയ ഒരു ടെക് കമ്പനിയുടെ ഒരു പാനൽ ഡിസ്കഷനിൽ പങ്കെടുക്കാനായിട്ട് പോയി. അപ്പോൾ ഐ ഗാറ്റ് എ ഫ്ലൈറ്റ്. ഐ വാസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഫ്ലൈറ്റ് ആൻഡ് ഞാനൊരു പൈലറ്റിനോട് സംസാരിച്ചു. അത് കഴിഞ്ഞിട്ട് അന്ന് വൈകിട്ട് ഒരു ഡിന്നറിന് പോയി. അപ്പോൾ അവിടെ 2 കപ്പിൾ ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നത് കണ്ടു. അതിനുശേഷം ഞാൻ ഈ ടെക്കിൻ്റെ കോൺഫറൻസിന് വന്നു. അമേരിക്കയിലെ ഏറ്റവും വലിയ ടെക് കമ്പനിയുടെ CEO അവിടെ ആദ്യം അത് അഡ്രസ്സ് ചെയ്തു. ഞാൻ ഈ 3 ആൾക്കാരെ പറഞ്ഞു. പൈലറ്റിനെ പറഞ്ഞു, ഒരു വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്ത കപ്പിളിനെ പറഞ്ഞു, ഞാൻ അമേരിക്കയിലെ ഏറ്റവും വലിയ ടെക് കമ്പനിയുടെ CEOയെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഏത് തരത്തിലുള്ള രൂപങ്ങളാണ് വന്നത്? മെജോറിറ്റി ആൾക്കാരുടെ മനസ്സിലും പൈലറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഒരു വൈറ്റ് മാൻ വിത്ത് എ യൂണിഫോം, വിത്ത് നല്ല ബ്ലോണ്ട് ഹെയറും നല്ല ബ്ലൂ ഐസൊക്കെ ഉള്ള ഒരു സായിപ്പിൻ്റെ മുഖം വന്നാണെന്ന് വിചാരിക്കുന്നു. കപ്പിൾ എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ആരുടെ മനസ്സിലും 2 സ്ത്രീയോ 2 പുരുഷനോ വന്നില്ല എന്ന് എനിക്കറിയാം. ടെക് കമ്പനിയുടെ CEO എന്ന് പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും ഒരു പുരുഷൻ വന്ന് കാണുമായിരിക്കും. പക്ഷെ ഇതെല്ലാം ഓപ്പോസിറ്റ് ആയിരുന്നു. പൈലറ്റ് വാസ് എൻ ആഫ്രിക്കൻ അമേരിക്കൻ, ഒരു കറുത്ത വർഗ്ഗക്കാരിയായ സ്ത്രീയായിരുന്നു. കപ്പിൾ വെയർ സെയിം സെക്സ് ആൻഡ് CDW എന്ന് പറയുന്ന കമ്പനിയുടെ CEO ഇസ് എ ലേഡി. സോ നമ്മൾ ആദ്യമേ തന്നെ എന്തെങ്കിലും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറച്ച് രൂപങ്ങൾ അങ്ങ് വരും. സോ അതാണ് നമ്മുടെ അമഗ്ഡൈല എന്ന് പറയുന്ന സാധനത്തിന്റെ പ്രശ്നം. അതവിടെ ഇരിക്കുകയാണ് പാസീവ് ലേണിംഗ് വഴി. അതിനെ മാറ്റാനായിട്ട് നമുക്ക് എങ്ങനെ സാധിക്കും? എനിക്ക് തോന്നുന്നു വേദപുസ്തകം വളരെ ഒരു ഗൈഡാണ്, ഇതിന് ട്രാൻസ്ഫോർമേഷൻ ഉള്ള ഒരു ഗൈഡാണ്. കാരണം ഇതിനകത്ത് ഇപ്പം എൻ്റെ ലൈഫ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുവാണെങ്കിൽ ദർ ഇസ് 3 ടൈപ്പ് ഓഫ് വേൾഡ് വ്യൂ. വൺ ഇസ് എൻ ഇന്ത്യൻ വേൾഡ് വ്യൂ. ഇന്ത്യൻ വേൾഡ് വ്യൂവിൽ എന്ന് വെച്ചാൽ കൺസർവേറ്റിവിസം ഉണ്ട്, അതിനകത്ത് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, അതിനകത്ത് ഒരു ട്രഡീഷൻ ഉണ്ട്. വളരെ കൺസർവേറ്റീവായിട്ട് വന്ന ഒരാൾ ഒരു കമ്മ്യൂണിറ്റി തന്നെ, അതായത് ഇപ്പം ഞാനൊക്കെ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചു കഴിഞ്ഞാൽ നേരെ പള്ളിയിൽ അച്ഛനോട് പറയുക, പ്രാർത്ഥന കൂട്ടത്തിൽ ആരോടെങ്കിലും പറയുക, അവരെല്ലാവരും കൂടെ വന്ന് എന്നെ വഴക്ക് പറയുക. ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരു കമ്മ്യൂണിറ്റി വാസ് ദെയർ ടു റൈസ് അസ് ആൻഡ് ദ ട്രഡീഷൻസ് ദാറ്റ് വി ആർ ഹോൾഡിങ്. 3 കാര്യങ്ങൾ. കൺസർവേറ്റിവിസം ഉണ്ട്, അതിനകത്ത് ട്രഡീഷൻ ഉണ്ട്, അതിനകത്ത് പിന്നെ ഉള്ള ഒരു കാര്യം വെച്ചാൽ കമ്മ്യൂണിറ്റി ഉണ്ട്. പക്ഷെ ഇത് നേരെ ഒരു അമേരിക്കൻ വേൾഡ് വ്യൂയിലോട്ട് വരുമ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ലിബറലിസമാണ് കൺസർവേറ്റിവിസത്തിന് പകരം. അവിടെ കമ്മ്യൂണിറ്റി പകരം ഓട്ടോണമിയാണ്, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ത് ചെയ്യാനും. 3-മത്തെ ഒരു കാര്യം ഈ ട്രഡീഷന് പകരം ഇന്നൊവേഷനാണ്, പുതിയ കാര്യങ്ങളെ കാണാനും പുതിയ കാര്യങ്ങളെ അറിയാനുള്ള കാര്യങ്ങൾ. സോ there is a change from the conservatism to liberalism. There is a change from community to the autonomy, and there is a change from the tradition to innovation. പക്ഷെ ഇതിന്റെ രണ്ടും കഴിയുമ്പോഴാണ് ക്രിസ്ത്യൻ വേൾഡ് വ്യൂ വരുന്നത്. ക്രിസ്ത്യൻ വേൾഡ് വ്യൂ ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. കാരണം ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിൽ there is every generation was called to be the witnesses of a transformational faith journey. കാരണം നമ്മളിൽ രൂപാന്തരപ്പെടുത്തുന്ന വിശ്വാസം ഉണ്ടാക്കാനാണ് എല്ലാ കാലത്തും നമ്മളെ വിളിക്കപ്പെട്ടിരിക്കുന്നത്. ആ രൂപാന്തരം ഉണ്ടാക്കുന്നത് എന്തൊക്കെ രൂപാന്തരങ്ങളാണ്? ഇറ്റ് ഈസ് ഹേറ്റ്രഡ് ടു ലവ്, വെറുപ്പിനെ സ്നേഹമാക്കുന്ന രൂപാന്തരം വരുത്തുന്ന വിശ്വാസം. കേഴ്സ് ടു ബ്ലെസ്സിങ്സ്, ശാപങ്ങളെ അനുഗ്രഹമാക്കി മാറ്റുന്ന ഒരു വിശ്വാസം. ആൻഡ് ഇഗ്നോറൻസ് ടു നോളജ്, അറിവില്ലായ്മയെ അറിവാക്കി മാറ്റുന്ന ഒരു വിശ്വാസം. സോ വി ആർ ഓൾ കോൾഡ്, നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കൊരു ട്രാൻസ്ഫർമേഷണൽ, നമ്മുടെ ഫെയ്ത്ത് മൂലം, നമ്മുടെ വിശ്വാസം മൂലം നമ്മളിൽ ഒരു രൂപാന്തരം ഉണ്ടാകണം. ആ രൂപാന്തരം വെറുപ്പിനെ സ്നേഹമാക്കുന്ന, ശാപത്തെ അനുഗ്രഹമാക്കുന്ന, അറിവില്ലായ്മയെ അറിവാക്കി മാറ്റുന്ന ആ ഒരു ജേർണിയിലേക്കാണ് നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമുക്ക് വേദപുസ്തകത്തിൽ എവിടെ നോക്കിയാലും whenever there was an encounter with Jesus, ഞാൻ പുതിയ നിയമത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുന്നു. whenever there is an encounter with Jesus or his presence, ആൾക്കാർക്കുണ്ടായ മാറ്റം ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളിപ്പം ജോലിയിലൊക്കെ ആയാലും, ഇപ്പം ഞാൻ കാത്തലിക് ഒരു ഹെൽത്ത് കെയർ ആണ് എൻ്റെ മിനിസ്ട്രിയിൽ. അപ്പം വെൻ വി റിഫ്ലക്ട് ഓൺ തിങ്സ് ഇൻ ലീഡർഷിപ്സ്, വി യൂസ് Acts 10. പീറ്റർ എങ്ങനെയാണ് ഇൻക്ലൂസിവിറ്റി പഠിച്ചത്, മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ പത്രോസ് എങ്ങനെയാണ് ഇൻക്ലൂസിവിറ്റി പഠിച്ചതെന്നുള്ളത് അപ്പോസ്തല പ്രവൃത്തികൾ 10-ാം അധ്യായം വിശദമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. എല്ലാത്തിനെയും കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് എണ്ണിക്കൊണ്ടിരുന്ന ഒരാൾ എല്ലാം കൊള്ളാം എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കണം എന്നുള്ള വലിയ ഒരു പാഠം കൊടുക്കുന്നത് Acts 10-ലാണ്. പിന്നീട് യേശുവിനെ കണ്ട, യേശുവിന്റെ സാമീപ്യം അനുഭവിച്ച ഓരോരുത്തരിലും ഉണ്ടാകുന്ന മാറ്റം, അത് ശമരിയക്കാരി സ്ത്രീ ആകാം, അത് സക്കായി ആകാം,
അത് പൗലോസ് ആകാം. എവറി എൻകൗണ്ടർ, how transformed people, that is ഇന്നും അത് പ്രസക്തമാണ്. So if we have encounter as Christians with God, how that encounter is transforming us, because we are called to do that. നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഹൗ വി ക്യാൻ ഡു ദാറ്റ്. പല പല കാര്യങ്ങൾ കാണുമ്പോൾ നമുക്കത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ അതിൻ്റെ നല്ല കാര്യങ്ങൾ. ഇപ്പം ഞാൻ നാട്ടിലായിരുന്നപ്പോൾ ഈ മരണ വീട്ടിലൊക്കെ പോകുമ്പം എൻ്റെ അമ്മയ്ക്ക് ഒരു സാരി ഉണ്ടായിരുന്നു, ദുഃഖ വെള്ളിയാഴ്ച പള്ളിയിൽ കൊടുക്കാനും ഈ മരണ വീട്ടിൽ പോകാനായിട്ട് ഒരു സാരി, ഇച്ചിരി ഒരു പഴയ വെള്ള കോട്ടൺ സാരി. അപ്പം ഞങ്ങൾ എപ്പോഴും അതിനെ ലേബൽ ചെയ്ത് വെക്കുമായിരുന്നു, അത് അവിടെ പോകാനുള്ള സാരിയായിരുന്നു, അമ്മച്ചി താഴ്മ സാരിയായിരുന്നു പറഞ്ഞിട്ട്. കാരണം ഷീ വാസ് വെയറിങ് ദ സാരി ടു ഷോ ദാറ്റ് ഷീ ഈസ് ഹംബ്ലിങ് ഹെർസെൽഫ്, ബിക്കോസ് ഇറ്റ് ഈസ് എ ക്രൂസിഫിക്കേഷൻ. എന്തോ സൺഡേ ഗുഡ് ഫ്രൈഡേ ആണ്, അല്ലെങ്കിൽ അതൊരു മരണത്തിന് പോകുമ്പോഴാണ്. പക്ഷെ ഇത് ടോട്ടലി ഡിഫറെൻറ്റ് ഞാൻ ഇവിടെ വന്നപ്പോൾ കാണുന്നത്. ഞങ്ങൾ ആദ്യമായിട്ട് ഞാൻ ഇവിടെ വന്നതിൻ്റെ മൂന്നാമത്തെ ദിവസം ഞങ്ങൾ എൻ്റെ ബ്രദറിലോ ഞങ്ങളെ ഒരു ഫ്യൂണറൽ സർവീസിൽ കൊണ്ടുപോയി. എനിക്കത് ഇറ്റ് വാസ് സോ ഡിഫറെൻറ്റ് ടു ഒരു ശവസംസ്കാര ശുശ്രൂഷ ഇവിടെ നടന്നപ്പോൾ. ഇറ്റ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ആ ആള് മരിച്ചു കിടക്കുന്ന ആൾ ഞാൻ വെച്ച് ഇയാൾ മരിച്ചിട്ട് തന്നെ ഉണ്ടോ, എത്ര രസമായിട്ടാണ്. ഹി ലുക്സ് സോ ഗുഡ് വിത്ത് എവറിത്തിങ് ലൈക്ക് ദ പെർഫെക്റ്റ് ഔട്ട്ഫിറ്റ്. ഇരിക്കുന്നവരെല്ലാം ഏറ്റവും വെൽ ഡ്രസ്ഡ് ആണ്. പിന്നീട് ഇതിനെപ്പറ്റി ഞാൻ കുറച്ചിങ്ങനെ പഠിക്കാൻ, വാട്ട് ഈസ് ദ വെസ്റ്റേൺ കൺസെപ്റ്റ് ഓഫ് ഫൈനൽ ഫ്യൂണറൽ സർവീസ്. ഐ വാസ് ജസ്റ്റ് തിങ്കിങ്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ദാറ്റ് ഈസ് എ ഫൈനൽ വൈബ്, ദാറ്റ് ഈസ് ദ റെസ്പെക്ട്. നമ്മൾ കല്യാണത്തിന് ഒരുങ്ങി പോകുന്ന പോലെ, ഒരു റെഡ് കാർപ്പറ്റ് പാർട്ടിക്ക് നമ്മൾ ബ്ലാക്ക് ടൈ ഇവന്റിന് പോകുന്ന പോലെ അത്രമാത്രം ഒരുങ്ങിയാണ് ആൾക്കാർ വരുന്നത്. ദ ഔട്ട്ഫിറ്റ് ഡസൻറ്റ് ഷോ ദാറ്റ് അവർ സാഡ് ആണെന്നുള്ളതല്ല, പക്ഷെ ഔട്ട്ഫിറ്റ് ഷോസ് ഹൗ മച്ച് ദേ റെസ്പെക്ട് ദ പേഴ്സൺ ഹു ഡിസീസ്ഡ്. അത് എനിക്ക് ഭയങ്കര ഒരു ലേണിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് ഞാൻ അത് അഡോപ്റ്റ് ചെയ്തു 100%. ഇപ്പം ഏറ്റവും അവസാനം ഇവിടെ നടന്നൊരു മരണത്തിലും ഐ മേഡ് ഷുവർ ആ ഫാമിലി ഏറ്റവും ബെസ്റ്റ് കോട്ട്, ബെസ്റ്റ് ഷർട്ട്, ബെസ്റ്റ് ഷൂസ്, ബെസ്റ്റ് ബെൽറ്റ്, എവറിത്തിങ് ഈസ് ബ്രിങ്ങിങ്. ആൻഡ് ഞാൻ ഒരു കാര്യം കൂടി ചെയ്യും. ഇപ്പം ഈ മരിക്കുന്ന ആള് കുറച്ച് മുഖമൊക്കെ നേരത്തെ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ഇച്ചിരി ക്യാൻസർ ഒക്കെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അങ്ങാണോ സംഭവിച്ചെങ്കിൽ ഐ ഓൾവേസ് മേക്ക് ഷുവർ വി വിൽ സെൻഡ് എ പിക്ചർ ടു ദ ഫ്യൂണറൽ ഹോം. ദിസ് ഇസ് ഹൗ ദ പേഴ്സൺ ലുക്ക്ഡ് ബിഫോർ. അപ്പൊ എങ്ങനെയാണ് ആ ആളിനെ അങ്ങനെ ഒരുക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് ഐ ലേൺ ദാറ്റ് ഫ്രം ഹിയർ. എങ്ങനെയാണ് നമ്മുടെ ഒരു ശവസംസ്കാര ശുശ്രൂഷയിൽ ആ ഒരു വ്യക്തിക്ക് ഏറ്റവും നല്ല ഒരു സമയം കൊടുക്കാൻ പറ്റുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും അങ്ങനെയല്ല. ഞാനൊരു അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷ കണ്ടിട്ട് ഞാൻ ഐ റോട്ട് ഇൻ സോഷ്യൽ മീഡിയ. കാരണം ആ ഒരു അച്ഛൻ്റെ ശവസംസ്കാര ശുശ്രൂഷ നടക്കുമ്പോൾ ആ കൊച്ചുമ്മയ്ക്കോ അടുത്തോട്ട് പോകാൻ പോലുള്ള സാഹചര്യമില്ല, കാരണം ആൾക്കാരുടെ ബഹളമാണ്. പക്ഷേ ഒരു മരണത്തെ സ്വന്തം കൈകൊണ്ട് തൊട്ടറിഞ്ഞ ആളെന്ന നിലയിൽ ഞാൻ പറയുന്നു, അവസാന നിമിഷങ്ങൾ പ്രാധാന്യമുള്ളതാണ്. നമ്മൾ ആ ഫാമിലിക്ക് സമയം കൊടുക്കണം, വാട്ട് എവർ ഇറ്റ് ഈസ്. ആ ഫൈനൽ ടച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതെല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്ങ് കൊണ്ടുവച്ച് കഴിഞ്ഞിട്ട് കല്ലറയുടെ സിമെന്റിന്റെ പുറത്ത് കൈതൊട്ടിരുന്നിട്ട് നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റത്തില്ല. സോ ഇറ്റ്സ് ലേണിംഗ് ടു അൺലേൺ. നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് ഇങ്ങനെ. അത് ശവസംസ്കാരമാകട്ടെ, നമ്മുടെ പല ഇവൻറ്റ്സ് ആകട്ടെ, നമ്മുടെ പല കമൻറ്റുകളാകട്ടെ, നമ്മുടെ പ്രസംഗങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ശൈലികളാകട്ടെ, ഇതെങ്ങനെയാണ് ആൾക്കാരെ ചേർക്കുവാൻ. ദ ട്രാൻസ്ഫോർമേഷണൽ ഫെയ്ത്ത് which is changing the hatred to the love, the curse to the blessing, and always making sure how this can happen. Ignorance to knowledge. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേദപുസ്തകത്തിലുള്ള ഓരോ എൻകൗണ്ടറും ഇമ്പോർട്ടൻ്റ് ആണ്. ആ എൻകൗണ്ടർ നമ്മൾ വായിക്കുമ്പോൾ ആ വ്യക്തികൾ ഉണ്ടാകുന്ന ട്രാൻസ്ഫോർമേഷൻ ഇസ് ഹ്യൂജ്. ആ ഒരാൾ ട്രാൻസ്ഫോം ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരു കമ്മ്യൂണിറ്റിയുടെ ട്രാൻസ്ഫോർമേഷനാണ് നടക്കുന്നത്. സോ ഇപ്പം നമ്മൾ ഇതിനകത്തിരിക്കുന്ന എത്രയോ പേർക്ക് നമ്മുടെ ചെറിയതെങ്കിലും വലിയതെങ്കിലുമായ ചില ചിന്തകളിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ പറ്റുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഇന്ന് തന്നെ രാവിലെ എനിക്ക് തോന്നിയില്ല എനിക്ക് ഈ കറക്റ്റ് സമയത്ത് ഇവിടെ വരാൻ പറ്റുമെന്ന്. കാരണം ഐ ഹാഡ് എൻ എമർജൻസി അറ്റ് വർക്ക്. കാരണം ഞങ്ങളുടെ രജിസ്ട്രേഷൻ, ഔട്ട് പേഷ്യൻ്റ് രജിസ്ട്രേഷനിൽ വരേണ്ട ഒരാൾക്ക് വരാൻ പറ്റിയില്ല. അവിടെ ഇഷ്ടംപോലെ പേഷ്യൻസ് നിൽക്കുന്നു. അവർക്ക് ടെസ്റ്റുകൾ ചെയ്യണം, CT ചെയ്യണം, ബ്ലഡ് ചെയ്യണം, എക്സ്റേസ് ചെയ്യണം. എല്ലാവരും ഗെറ്റിംഗ് അപ്സെറ്റ്. സാറ്റർഡേ ആണ്, ആരും അവിടെ ഇല്ല വേറെ. അപ്പോൾ ഐ ഗാറ്റ് എ കോൾ. അപ്പം ഞാൻ വിചാരിച്ചു ഫോണിൽ കൂടെ കുറച്ച് ഡീൽ ചെയ്യാം. അപ്പോൾ ഫോണിൽ കൂടെ ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല, കാരണം ഒരുപാട് പേരുണ്ട്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, കാരണം രജിസ്ട്രേഷൻ ഇസ് ക്ലോസ്ഡ്. അപ്പം ഞാൻ പോയി അവിടെ.
ഞാൻ പോയി, ഞാൻ അവരെ കണ്ടിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതൊക്കെ ചെയ്തു, സോറിയൊക്കെ പറഞ്ഞു. അപ്പോൾ പക്ഷേ ഇറ്റ് ഈസ് ഡിഫറെൻറ്റ്. നമ്മുടെ നാട്ടിലെ പോലെ കല്ലെടുത്തെറിയാനും ഗ്ലാസ് പൊട്ടിക്കാനും ഒന്നും ഇവിടെ നിൽക്കുന്നില്ല ആരും. എല്ലാവരും വളരെ പേഷ്യൻ്റായിട്ട് ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു, ഞാൻ പറഞ്ഞു കാര്യങ്ങൾ, ഞാൻ അപ്പോളജൈസ് ചെയ്തു. ആദ്യമേ തന്നെ ഞാൻ സോറി പറഞ്ഞു ഇങ്ങനെ ഒരു കാര്യത്തിന്. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എല്ലാവരും ലിസൺ ചെയ്തു. അപ്പോൾ എന്നിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ചോദിച്ചു, എന്തെങ്കിലും കൺസേൺസ് ഉണ്ടോ ആർക്കെങ്കിലും ഇനി എന്തെങ്കിലും പറയാനുണ്ടോ എന്നോട്? ആരും ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഒരാൾ പറഞ്ഞു, താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് വി ഫീൽ യു ആർ റിയൽ, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഞാൻ റിയൽ ആണ്, ഞാൻ പറഞ്ഞത് ജെനുവിൻ ആണെന്ന് തോന്നിപ്പിച്ചത് എൻ്റെ ഇംഗ്ലീഷിൻ്റെ ഭംഗി കൊണ്ടല്ല. എനിക്കറിയാം ഇംഗ്ലീഷ് എൻ്റെ ഭാഷയല്ല, ഇംഗ്ലീഷ് എൻ്റെ സെക്കൻഡ് ലാംഗ്വേജ് ആണെന്ന്. പക്ഷെ വെൻ യു സ്പീക്ക് ഫ്രം യുവർ ഹാർട്ട് with authenticity and compassion, we can change. We can change the situations of heightened issues, that is emotions, we can change into a different thing. അങ്ങനെ നമ്മൾ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ, what is the whole point of claiming that we are Christians? Are we adding fire to the problems or are we de-escalating the problems? Think about it. It is self-reflection. നമുക്ക് ഇപ്പൊ പത്രോസിന് സെൽഫ് റിഫ്ലക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് പത്രോസിന് ആ ദർശനം കിട്ടിയത്. പത്രോസ് പോയിരുന്ന് മോട്ടിവേഷണൽ സ്പീക്കിംഗ് കേട്ടതല്ല, എവിടെയും പോയിട്ട് അനിൽ ബാലചന്ദ്രനെ പോലുള്ള ആൾക്കാരുടെ ടോപ്പിക്ക് കേൾക്കാൻ പോയിരുന്നതല്ല. പത്രോസിന് ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. ഈ വന്നിറങ്ങിയിരിക്കുന്ന സാധനങ്ങളെല്ലാം ഞാൻ ക്ലിയർ ആക്കിയതാണ്, യു ക്യാൻ ഹാവ് ഇറ്റ് എന്ന് പറയുന്നത്. സോ സെൽഫ് റിഫ്ലക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ എന്താണ് പ്രോസസ്സ് ഇതിനകത്ത്? അൺലേൺ ചെയ്തിട്ട് റീലേൺ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? അറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം ലഭിക്കും? നമുക്ക് സെൽഫ് റിഫ്ലക്ഷൻ ആവശ്യമാണ്. സെൽഫ് റിഫ്ലക്ഷൻ എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഈ ഉടുപ്പിട്ടിട്ട് ഞാൻ സൂമിൽ വന്നിരിക്കാൻ വേണ്ടി അപ്രോപ്രിയേറ്റ് ആണോ എന്ന് നോക്കുന്നത് ഞാൻ കണ്ണാടിയിലാണ്. കണ്ണാടിയിൽ നോക്കിയിട്ടാണ് ഞാൻ എൻ്റെ ഈ ഷോള് ശരിയാക്കുന്നതും എൻ്റെ മുടി ശരിയാക്കുന്നതും. സോ സെൽഫ് റിഫ്ലക്റ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കണ്ണാടി, ഐ തിങ്ക് ദ ബെസ്റ്റ് കണ്ണാടി വിത്ത് us is this ബൈബിൾ. നമുക്ക് നമ്മുടെ ഒരു കണ്ണാടിയാണ്. എങ്ങനെയാണ് നമുക്ക് നമ്മളെ ശരിയാക്കാൻ പറ്റുന്നതെന്ന് സെൽഫ് റിഫ്ലക്ഷൻ ഇറ്റ്സ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. കാരണം നമ്മുടെ ഒരു പ്രശ്നം നമുക്കെല്ലാം അറിയാം. നമുക്കൊരു സ്റ്റുഡൻറ് ഹാറ്റ് ഉണ്ടെങ്കിൽ വളരെ കാര്യങ്ങളും ഈസിയാണ്. നമുക്കെല്ലാം അറിയാം, മറ്റൊരാൾ പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല, ആരെങ്കിലും നമ്മളെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈഗോ ഹേർട്ട് ആവും, പിന്നെ നമ്മളത് കേൾക്കാനായിട്ട് എടുക്കത്തില്ല. അവിടെ നിന്നാണ് കോൺഫ്ലിക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിലെ സെൻ കഥയിൽ പറഞ്ഞതുപോലെ നിറഞ്ഞ കപ്പിലേക്ക് ഇങ്ങനെ ചായ പകർന്നുകൊണ്ടേ ഇരിക്കുന്നത് പോലെയാണ്. ദർ ഇസ് നോ സ്പേസ് ഫോർ അസ് ടു ഗെറ്റ് ഫിൽ ഇൻ. ഞാൻ എപ്പോഴും എൻ്റെ കുട്ടികളോട് പറയുന്നൊരു കാര്യമുണ്ട്, യു നെവർ കൺസിഡർ യുവർ സെൽഫ് as 100%. നിങ്ങൾ 100% നിങ്ങൾ വിശ്വസിക്കരുത്. മറ്റുള്ളവർ പറയട്ടെ നിങ്ങൾ 100%. നിങ്ങൾ 85 to 90% ആണെന്നേ വിശ്വസിക്കാവൂ. ബിക്കോസ് ആ 10% നമുക്ക് നിറയ്ക്കാനുള്ളതാ വീണ്ടും വീണ്ടും. അപ്പം നമ്മൾ ആര് 100% സ്വയം വിശ്വസിക്കാതിരിക്കുകയും നമ്മളിൽ ഇനിയും അറിവിനും ഇനിയും അജ്ഞതയുണ്ട്, ആ ഇരുട്ടുള്ള സ്ഥലത്തേക്ക് ഇനിയും അറിവ് നിറയ്ക്കണം എന്നുള്ള മനോഭാവത്തോടെ നമ്മൾ ജീവിക്കാനും നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങളെ നിരീക്ഷിക്കാനും നമ്മൾ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന കാര്യങ്ങളെ മനസ്സിലാക്കാനും ശ്രമിച്ച് അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ട് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുത്താൻ ശ്രമിച്ചാൽ ദിസ് അൺലേണിംഗ് വിൽ ഹാപ്പൻ. അതർവൈസ് ഇറ്റ് വോണ്ട്. കാരണം അത് നൈസർഗികമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളിൽ മാത്രം. കാരണം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ചില ചതുര വടിവുകൾക്കുള്ളിലാണ്. അതിൽ നിന്ന് മാറി ആരെങ്കിലും സഞ്ചരിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾക്ക് അൺകംഫർട്ടബിൾ ആവുന്നുണ്ട്. നമുക്ക് ഇഷ്ടമല്ലത്. എന്തിനാ അവരങ്ങനെ ചെയ്യുന്നേ? അങ്ങനെ അല്ലല്ലോ ചെയ്യേണ്ടത്, ഞാനാരും ഇങ്ങനെ അല്ലല്ലോ ചെയ്തിരിക്കുന്നത്. അതാണ് നമ്മുടെ മനസ്സിലുള്ള ഒരു ചിന്ത. നമുക്ക് അവിടെ ബ്ലൈൻഡ് സ്പോട്ടാണ് അത്. പക്ഷെ നമ്മളിപ്പോൾ സെൽഫ് റിഫ്ലക്ഷൻ, എനിക്കിതിനെപ്പറ്റി എന്താണ് ടേക്ക്, ഞാൻ ഇതിനെ എങ്ങനെ കാണുന്നു. ഇപ്പം നമ്മുടെ ഇവിടെ ഹോസ്പിസ് കെയർ ഒക്കെ ഉണ്ട് അമേരിക്കയിൽ. അപ്പോൾ അമേരിക്കയിൽ ഹോസ്പിസ് കെയറിൽ എൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന കാര്യമുണ്ട്. ഐ ഡോണ്ട് യൂസ് ദ വേർഡ് യൂത്തനേഷ്യ ബിക്കോസ് ദാറ്റ് ഈസ് വി ഡോണ്ട് ഡു ഇറ്റ്. മെഴ്സി കില്ലിംഗ് അല്ല, ദയാവധമല്ല, എൻഡ് ഓഫ് ലൈഫ്. ഇനി ഒന്നും ചെയ്യാനില്ല, ഇത്രയും വലിയ സപ്പോർട്ടുകളുണ്ട്. സോ അപ്പോൾ റിമൂവിങ് ദ സപ്പോർട്ട്. ചില പ്രത്യേക റിലിജിയനിൽപ്പെട്ട ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഫിസിഷ്യൻസ് ആണെങ്കിൽ ഐ വിൽ ആസ്ക് ദം, ആർ യു കംഫർട്ടബിൾ? അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വേറെ ഡോക്ടറെ ഇടാം. കാരണം ചില റിലീജിയനിൽ അത് ബിലീവ് ചെയ്യുന്നില്ല, അത് അവർക്ക് ഡിഫിക്കൽട്ടാണ്. സോ അണ്ടർസ്റ്റാൻഡിങ്. അപ്പം ആ ആളിനറിയാം എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല, എനിക്കിത് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പകരം ഇത് ഞാൻ ചെയ്യത്തില്ല എന്നതിന് പകരം എനിക്കിത് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മറ്റൊരാൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞ് മാറിക്കൊടുക്കുന്നു. ഞാനിവിടെ ജോലി ചെയ്യാൻ തുടങ്ങി, ഞാൻ പറഞ്ഞില്ലേ 20s ഞാൻ. അപ്പോൾ ഒരു കാത്തലിക് ഹെൽത്ത് കെയറിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ എനിക്ക്? ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കും വണ്ടറാന്ന്.
അപ്പോൾ ഈ കാത്തലിക് ഹോസ്പിറ്റലാണ്. എല്ലാ റൂമിലും ഒരു ക്രൂസിഫിക്സ് ഉണ്ട്, ഒരു ക്രൂശിത രൂപമുണ്ട്. പക്ഷെ ഓർത്തഡോക്സ് ജൂയിഷ് പേഷ്യൻസ് വരുമ്പോൾ ഞാനൊക്കെ റൗണ്ട് എടുക്കുമ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, ആർ യു കംഫർട്ടബിൾ വിത്ത് ദാറ്റ് ക്രൂസിഫിക്സ്? അപ്പം ചിലരെങ്കിലും പറയും അല്ല. കംഫർട്ടബിൾ അല്ല എന്ന് പറയുന്ന ക്രൂസിഫിക്സ് കവർ ചെയ്യാൻ ഞങ്ങൾക്കൊരു ചുവന്ന ബാഗ് ഉണ്ട്. ആ ബാഗ് കയറ്റിയിട്ട് ആ ക്രൂസിഫിക്സ് നമ്മൾ കെട്ടിവെക്കും, അവർ കാണാതെ. എന്നിട്ട് മെനോറ അതുപോലത്തെ ലൈറ്റ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കും. കാരണം എന്തുകൊണ്ടാണ്? ഇത് കാത്തലിക് ഹോസ്പിറ്റലാണ്. നിങ്ങൾ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതിയായിരുന്നു എന്നുള്ളതല്ല. ഇവിടെ വന്ന ആളിനും അപ്പൊ ഞാൻ വിചാരിച്ചു, ഇവര് ഇവിടെ വന്നിട്ട് നമ്മുടെ ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന ക്രോസ് അടയ്ക്കാൻ പറയാൻ ഇവർക്ക് എന്താ റൈറ്റ്? ഇസ് ദിസ് എ കാത്തലിക് പ്ലേസ്? ആൻഡ് ദേ കുഡ് ഹാവ് ചൂസ് സംതിങ് ജൂയിഷ് പ്ലേസ്. ആൻഡ് അതൊക്കെയായിരുന്നു എൻ്റെ മനസ്സിലെ ചിന്ത. പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത് എല്ലാ ആൾക്കാരെയും എങ്ങനെയാണ് ഏറ്റവും നല്ലതായിട്ട് റിസീവ് ചെയ്യാനും അവർക്ക് വേണ്ടിയത് കൊടുക്കാനും പറ്റുന്നത് എന്നുള്ളത് വലിയ ലേണിംഗ് ആയിരുന്നു. പിന്നീട് വേറൊരു ലേണിംഗ് എന്ന് വെച്ചപ്പോൾ ഞാൻ സോഷ്യലിസ്റ്റ് ചിന്താഗതിയിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ ഒരു പ്രത്യയശാസ്ത്രം അതാണ്. അപ്പം ഞാൻ എപ്പോഴും ഇക്വാളിറ്റി എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് നടന്നൊരു വ്യക്തിയാണ്. അപ്പം ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് അടുത്ത സമയത്ത് ഇക്വാളിറ്റി അല്ല വേണ്ടിയത്, ഇക്വിറ്റിയാണ് വേണ്ടിയത്. അതിന് ഉദാഹരണം ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ഈ ലൈറ്റർ ടു ലൈറ്റിൽ ഫോറം ഒരു സ്കൂളിൽ പോയിട്ട് ഒരു 10 സൈക്കിൾ കൊടുക്കുന്നു എന്ന് വെക്കുക അവിടുത്തെ കുട്ടികൾക്ക്. 10 സൈക്കിൾ. അപ്പം നമ്മുടെ വിൽസൺ സാറും ഒരു ടീമും കൂടെ പോകുന്നു, 10 സൈക്കിൾ മേടിക്കുന്നു, 10 സൈക്കിൾ കൊണ്ട് സ്കൂളിൽ കൊടുക്കുന്നു. അപ്പോൾ അവർക്ക് സന്തോഷം. 10 ട്രാൻസ്പോർട്ടേഷൻ ഇല്ലാത്ത പിള്ളേർക്ക് 10 സൈക്കിൾ നമ്മൾ കൊടുത്തു. എന്തു രസം, ഇക്വാളിറ്റി. നമ്മൾ കണ്ടു ഈ പിള്ളേരെല്ലാം പോവർട്ടി ലൈനിൽ താഴെയാണ്, അവർക്ക് കിട്ടിയിട്ടില്ല ഒന്നും, സോ അതുകൊണ്ട് 10 സൈക്കിൾ കൊടുത്തു. ദാറ്റ് ഈസ് ഇക്വാളിറ്റി. പക്ഷെ ഈ 10 സൈക്കിളിൽ 8 കുട്ടികൾക്ക് നീളം വളരെ കുറവായി, ഈ സൈക്കിളെ കയറാൻ പറ്റുന്നില്ല. ഒരു കുട്ടിക്ക് ഇച്ചിരി മുടന്തുണ്ട്, ഒരു കുട്ടിക്ക് മാത്രമേ ഈ സൈക്കിൾ കറക്റ്റായിട്ട് പാകാവുന്നുള്ളൂ. കൊടുത്തത് ശരിയായോ ഇല്ലയോ? അപ്പോൾ ഈ കുട്ടികളുടെ നീളം അനുസരിച്ച് കൊടുക്കുകയും ഡിസബിലിറ്റി ഉള്ള കുട്ടിക്ക് പറ്റിയ, ആ മുടന്തുള്ള കുട്ടിക്ക് പറ്റിയ രീതിയിലുള്ള ഒരു സൈക്കിൾ കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഇക്വിറ്റി. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കൊടുക്കാനുള്ള കൊടുത്തിട്ട് സന്തോഷത്തിലിരിക്കുന്നതാണ്. പക്ഷെ അതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഈ അവസാനത്തെ ആളിനും ഏറ്റവും അവസാനത്തെ ആളിനും ഇത് യൂസ്ഫുൾ ആണോ ഞാൻ ചെയ്യുന്ന കാര്യം എന്ന് മനസ്സിലാക്കുന്നത് വലിയൊരു അൺലേണിങ് ടു റീലേൺ കാര്യമാണ്. ഇത് എല്ലാ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലൂടെ നമുക്കിത് കാണാൻ സാധിക്കും. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ, നമ്മൾ മറ്റുള്ളവരെ മേക്ക് ഫീൽ ചെയ്യിക്കുന്ന രീതികൾ. പക്ഷെ ഇതിനെല്ലാം ആധാരമായിട്ട് ആസ് ക്രിസ്ത്യൻസ് നമുക്ക് ഈ വേദപുസ്തകം നമ്മളെ ഇത് കാണിച്ചു തരും. ദ എൻകൗണ്ടർ. ഞാൻ എളുപ്പം നിർത്താം, ഞാൻ സമയം അധികം എടുക്കുന്നില്ല. ഈ എൻകൗണ്ടർ വിത്ത് ജീസസ്, എൻകൗണ്ടർ വിത്ത് ദൈവ സാന്നിധ്യം എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കി തരേണ്ടത് എന്ന് ഈ വേദപുസ്തകം കാണിച്ചു തരും. 203ാമത് വെബിനാറാണിത്. നമ്മളൊരു സംഘടന ഉണ്ടാകുമ്പോൾ, ഒരു ഓർഗനൈസേഷൻ രൂപീകരിക്കപ്പെടുമ്പോൾ അതിൻ്റെ ആശയങ്ങൾ എത്രമാത്രം പ്രസക്തമായിരിക്കുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഇതിൻ്റെ വളർച്ച. പലപ്പോഴും നമുക്ക് റഷ്യൻ കമ്മ്യൂണിസം ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്കറിയാം, ഇതിൻ്റെ ആവശ്യം വരുമ്പോൾ ഇത് പീക്കായിട്ട് അങ്ങ് വളരുകയും പിന്നെ ഒരു പ്ലാറ്റോ ആണ്, എല്ലാം കുഴപ്പമില്ല. പിന്നീട് ഇതിൻ്റെ ആവശ്യം നശിക്കുമ്പോൾ താഴോട്ട് ഡിക്ലൈൻ ആയിട്ട് വരുന്നത് നമുക്ക് കാണാം. പക്ഷേ ഈ ഒരു സ്റ്റഡി ഫോറം മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ കാലികമായിരിക്കട്ടെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്കിത് മുന്നോട്ടുള്ള ഗ്രോത്ത്, പ്ലാറ്റോ, അതായത് ഒരു 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 വളരാത്ത അവസ്ഥയിൽ നിന്ന് വീണ്ടും മുന്നോട്ട് വളരാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എടുക്കുന്ന കാര്യങ്ങളും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയങ്ങളും കാലികമാകുകയും അതിൽ നിന്ന് ഉണ്ടാകുന്ന മാറ്റങ്ങൾ മറ്റുള്ളവർക്ക് അനുഭവവേദ്യമാക്കി കൊടുക്കുമ്പോഴാണ് ഒരു ഓർഗനൈസേഷൻ പ്രസക്തമാകുന്നത്. അത് എനിക്ക് തോന്നുന്നു അത് ഏത് ഓർഗനൈസേഷനും അങ്ങനെയാണ്. അല്ലെങ്കിൽ നമ്മൾ സ്റ്റാഗ്നൻ്റ് ആയി പോകും, നമ്മൾ അവിടെ കെട്ടിക്കിടന്ന് പോവുകയുള്ളൂ, നമ്മൾ മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അങ്ങനെയാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കഠിന ശോധനകൾ അല്ലെങ്കിൽ എക്സ്പീരിയൻസസ് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതെന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കഥ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. എനിക്ക് തോന്നുന്നു പലരും ഇത് കേട്ടിട്ടുള്ളതായിരിക്കും. ഞാൻ ധാരാളം തവണ പല പ്രസംഗങ്ങളിലും ഈ കഥ പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ പുസ്തകങ്ങളിലൊക്കെ ഉള്ളൊരു കഥയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ എങ്ങനെ നമ്മളെ മാറ്റണം, എന്താണ് ആസ് എ ക്രിസ്ത്യൻ ഒരു എക്സ്പെക്ടേഷൻ എന്താണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തിക്കൊള്ളാം. അതായത് ഈ നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് 3 സാധനങ്ങളോട് ഉപമിക്കാം. അതായത് ഇപ്പോൾ ഒരു തിളച്ച വെള്ളമാണെന്ന് വിശ്വസിക്കുക നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന ബുദ്ധിമുട്ടുകൾ. ഈ തിളച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒരു മുട്ടയാണ് എടുത്തിടുന്നതെങ്കിൽ നമുക്കറിയാം എന്താ സംഭവിക്കുന്നത്. നല്ല തിളച്ച വെള്ളത്തിൽ ഈ ഈസി ആയിട്ട് പൊട്ടിപ്പോകാവുന്ന ഒരു മുട്ട കട്ടിയുള്ള ഒരു മുട്ടയായിട്ട് മാറുന്നു. ഭയങ്കര ഹാർഡായിട്ടുള്ള ഷെല്ലൊക്കെ കട്ടിയായ, എറിഞ്ഞാൽ പൊട്ടിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു മുട്ടയായി മാറും. രണ്ടാമത് നമ്മളൊരു പൊട്ടേറ്റോ ആണ്, ഒരു ഉരുളക്കിഴങ്ങാണ് നമ്മളിതിൽ എടുത്തിടുന്നതെങ്കിൽ കുറച്ചൊക്കെ സോഫ്റ്റ് ആകും. ഇച്ചിരി ഒരു പ്രഷറൊക്കെ ചെയ്താൽ ഇച്ചിരി നമുക്ക് പൊടിച്ചെടുക്കാൻ സാധിക്കും.
പക്ഷേ ഈ തിളച്ച വെള്ളത്തിലേക്ക് കോഫിയാണ് ഇടുന്നതെങ്കിൽ, കാപ്പിക്കുരുവാണ് ഇടുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കാപ്പിക്കുരു കാണുകയേയില്ല, അത് അലിഞ്ഞില്ലാണ്ടായി പോവുകയും മറിച്ച് ആ വെള്ളം ഒരു മാറ്റം ഉണ്ടാകുകയും ചെയ്യുന്നു. നല്ല അരോമ ഉള്ള ഒരു കാപ്പിയുടെ മണം ഉണ്ടാകുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ക്രിസ്തു നമുക്ക് കാണിച്ചു തന്നൊരു മാതൃകയാണ്. അവൻ്റെ ജീവിതത്തിൽ അവൻ അനുഭവിച്ച കഠിന വേദനകൾ കൊണ്ട് അവൻ ഇല്ലാതാകുകയും മറിച്ച് അവൻ നൽകിയ അരോമ ഇവിടെ നിൽക്കുകയും ചെയ്യുന്നു. ആസ് ക്രിസ്ത്യൻസ് എനിക്ക് തോന്നുന്നു നമ്മൾ കടന്നു വന്നിട്ടുള്ള ജീവിതത്തിൻ്റെ കനൽ വഴികളെല്ലാം തന്നെ, കഠിന പ്രയാണങ്ങളിലെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷണൽ ജേർണിയിലേക്ക് നമ്മളെ നയിക്കട്ടെ. അതിനായിട്ട് ഈ ഗ്രൂപ്പും ഈ സ്റ്റഡി ഫോറവും ഒക്കെ ഹെൽപ്പ് ചെയ്യട്ടെ, പരസ്പരം താങ്ങായി നിൽക്കട്ടെ. നമ്മുടെ മുന്നിൽ വരുന്നത് ആരാ ആയിക്കൊള്ളട്ടെ, അവസാനത്തെ ആളിനെ പോലും നോവിക്കാതെ സംസാരിക്കാനും ഇടപെടാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഐ വോണ്ട് ടു റിപ്പീറ്റ് ഇറ്റ് അഗൈൻ. ഇൻ എവറി ജനറേഷൻ God called us to be the witnesses for this transformational faith journey where we can change hatred to love, curse to blessing, and ignorance to knowledge. അങ്ങനെയാകാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അതിൻ്റെ ഒരു പതാക വാഹകരായി പോകാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട്, പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾക്ക് ഏവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു ഡോക്ടർ ശ്രീ അലക്സ്. വാട്ട് എ സ്റ്റണ്ണിംഗ്ലി ബ്യൂട്ടിഫുൾ പ്രസന്റേഷൻ. ക്രിസ്തുവിന്റെ സുഗന്ധം എല്ലാ ജീവിതങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസയും ചെയ്യാണ്. നമ്മളിപ്പോൾ കേട്ടപ്പോൾ തോന്നി കാണും എല്ലാവരും ശ്വാസം പിടിച്ചിരുന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാനറിയാം ഷിജിയുടെ പ്രഭാഷണം. കാരണം വളരെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ പോലും, ജീവിതത്തിൽ ഭംഗിയില്ലാത്ത കാര്യങ്ങളെ പോലും അതിനെക്കുറിച്ച് പഠിക്കാനും അത് പ്രസന്റ് ചെയ്യാനും ഉള്ള ധൈര്യം എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല. അത് ഷിജിക്കുണ്ട്. താങ്ക് യു അഗൈൻ ഷിജി. നമ്മുടെ വെബിനാറിന്റെ സാധാരണയുള്ള ഫോർമാറ്റ് പോലെ വി ഹാവ് ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ, ഓർ വി കൻ പുട്ട് അവർ കമന്റ്സ്. നമ്മുടെ കമന്റ്സ് ഒക്കെ പറയാനുള്ള അവസരം ഉണ്ടാവും. അതിനു മുൻപ് ഉള്ള അനൗൺസ്മെന്റ് വിൽസൺ കരിമണ്ണൂർ സാർ ചെയ്യുന്നത്. എന്റെ ഇപ്പോൾ അനൗൺസ്മെന്റ് അടുത്ത ശനിയാഴ്ചത്തെ പ്രോഗ്രാമിനെ പറ്റി പറയാനാണല്ലോ ഈ അനൗൺസ്മെന്റ് പൊതുവായിട്ട് വെച്ചിരിക്കുന്നത്. അടുത്ത ശനിയാഴ്ച ഇതേ സമയത്ത് ഇതേ ലിങ്കിലും പാസ്വേഡിലും മീറ്റിംഗ് നടക്കുന്നതായിരിക്കും. അതിന്റെ പ്രഭാഷകന്റെ പേരുവിവരങ്ങള് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഒത്തിരി പുതിയ അംഗങ്ങളുണ്ട്. ഇതുപോലെ വളരെ ഗംഭീരത്തോടുകൂടിയുള്ള പ്രഭാഷണങ്ങളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്യുന്നത്. ഈ പാസ്വേഡിലും ലിങ്കിലും സൂമിന്റെ കാര്യമായ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്തതിനാൽ ഇതേ സമയത്ത് ഏവർക്കും പ്രവേശിക്കാവുന്നതാണ്. എല്ലാവരും അടുത്ത ശനിയാഴ്ചയും തുടർന്നുള്ള ശനിയാഴ്ചകളും പ്രവേശിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഈ മീറ്റിംഗിൽ സംബന്ധിച്ച കുറെ പുതിയ വ്യക്തികൾ ഉള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യം കൂടെ ആഡ് ചെയ്ത് പറയാം. നമ്മൾ ലൈറ്റഡ് ടു ലൈറ്റഡ് മാർത്തോമ സ്റ്റഡി ഫോറം എന്ന പേരിലുള്ളൊരു വാട്സപ്പ് ഗ്രൂപ്പാണ് ഈ വെബിനാറുകൾ സംഘടിപ്പിക്കുന്നത്. 2020 ജൂലൈ മാസം 25-ാം തീയതി തൊട്ട് നമ്മൾ തുടരുന്നതാണ്. ഈ പ്രസ്ഥാനത്തിലൊക്കെ സഹകരിക്കണമെന്നുള്ള, അല്ലെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പില് നമ്മൾ ഒരുവിധം ഫോർവേഡായ ചിന്തകളാണ് കൂടുതലും ചർച്ച ചെയ്യുന്നത്. അതുപോലെ വിഷയാധിഷ്ഠിത ചർച്ചയായിരിക്കും. അതിലൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവര് ഈ ചാറ്റ് ബോക്സിൽ പേര് തരികയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ട് ഫോൺ നമ്പർ, പേരല്ല ഫോൺ നമ്പർ തരികയാണെങ്കിൽ അവരുടെ പള്ളിയുടെ പേരൂടെ അറിയിച്ചാൽ അവരെ ആഡ് ചെയ്യാൻ സാധിക്കും. താങ്ക് യു വെരി മച്ച്. താങ്ക് യു വിൽസൺ സാർ. ഇനി നമ്മൾ ഓപ്പൺ ഫോറത്തിലേക്ക് പോവുകയാണ്. ഇതുവരെ കേട്ട പ്രഭാഷണത്തെ ആസ്പദമാക്കി നിങ്ങളുടെ കമന്റ്സ്, ക്വസ്റ്റ്യൻസ് അതൊക്കെ ചെയ്യാനുള്ള സമയമാണ്. ഒന്നുകിൽ ചാറ്റ് ബോക്സിൽ നിങ്ങളുടെ പേരിടുകയോ അല്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്ത് കഴിഞ്ഞാൽ we can continue with that. ഡോക്ടർ അത്യാൽ ആണ് കൈവഴുക്കിയിരിക്കുന്നത്. അച്ഛൻ പ്ലീസ് unmute yourself and make your comments. Yeah. I want to ask her a question about how, we had lot of seminars and all for some of our women's attitudes to change. So especially there is a lot of misconceptions and misunderstandings about women's role and all. So, but I was wondering whether she could give us some guidelines
on this kind of changes. How can that be possible? And how can some of us try to conduct seminars and teach and all, but now I am not doing much. But before I used to do that, but it hasn't really worked with everybody. But do you have any suggestions? That's all. ഇപ്പോൾ തന്നെയാണോ ആൻസർ ചെയ്യുന്നത്? ഒരു Yes. ക്വസ്റ്റ്യൻ. ഓക്കെ, താങ്ക് യു ഡോക്ടർ ത്യാൽ. ഗ്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോഴെങ്കിലും നമ്മളിങ്ങനെ സംസാരിച്ചിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് ഡിസ്കറേജിങ് ആയിട്ട് തോന്നുന്നത് നമ്മുടെ വിമൻ ആറ്റിറ്റ്യൂഡ് തന്നെയാണ്. കാരണം അത് കണ്ടീഷൻഡ് ആണ്. പലരും സമൂഹത്തിലെ പല സ്ത്രീകളും കണ്ടീഷൻഡ് ആണ്. പിന്നെ നമുക്കറിയാമല്ലോ, ഇഗ്നോറൻസ് ഇസ് എ ബ്ലെസ്. കാരണം ഇഗ്നോറൻസ് ഇസ് എ ബ്ലെസ് എന്ന് ഞാൻ പറയാൻ കാര്യം, പലർക്കും ഇത് അങ്ങനെ ഒരു കാര്യത്തിലൂടെയാണ് തങ്ങൾ കടന്നു പോകുന്നത്, തങ്ങൾ അനുഭവിക്കുന്ന. കാരണം ഞാൻ തന്നെ കണ്ടിട്ടുണ്ട്. ഞാനൊരു വിമൻ എക്സിക്യൂട്ടീവാണ്. ഒരു മെൻ എക്സിക്യൂട്ടീവ് മാൻ ചെയ്യുന്നപ്പോൾ ക്ലറിക്കൽ ജോലികളൊന്നും ചെയ്യത്തില്ലായിരിക്കും. അവർ പോയി അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന് ഇത് കൊണ്ടു കൊടുക്കത്തേ ഉള്ളൂ, നിങ്ങളിത് ചെയ്തതാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഞാൻ പലപ്പോഴും അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റിന്റെ അടുത്തുനിന്ന് മേടിച്ച് ഞാൻ ചെയ്യാറുണ്ട്. കാരണം ഞാനൊരു കണ്ടീഷൻഡ്, എൻ്റെ മനസ്സൊരു കണ്ടീഷൻഡ് ആണ്. പക്ഷേ ദർ ഈസ് എ ഹ്യൂജ് ഡിഫറൻസ്. പലപ്പോഴും നമ്മളിത് തിരിച്ചറിയുന്നില്ല. കാരണം ചിലപ്പോഴെങ്കിലും സേവികാ സംഘത്തിലെ പ്രസംഗങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട്. കാരണം ഇത്രയും നേരം ഞാൻ ഈ സംസാരിച്ചത് ഇത് ആരോടാണ്, ഇത് എന്തിനാണെന്ന്. കാരണം പലപ്പോഴും ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്കറിയത്തില്ല ഇതൊക്കെ എങ്ങനെ യൂട്യൂബിൽ കണ്ടു കഴിയുമ്പോൾ വിമർശിക്കപ്പെടുന്നത്. എനിവേ ഞാൻ പറയാം, ഞാനിത് കണ്ടൊരു കാര്യമാണ്. അപ്പോൾ ഒരു സേവികാ സംഘം കോൺഫറൻസിൽ ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അമേരിക്കയിലെ യൂത്തിന് പ്രശ്നമുണ്ട്, ഇവിടെ അച്ഛന്മാരുടെ പ്രവർത്തനങ്ങളൊക്കെ ആവശ്യമാണ്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ പള്ളി വിട്ടു പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലാ സ്ത്രീകളും, അവിടെ ഇരുന്ന 10-600 സ്ത്രീകളോളം നല്ലപോലെ കൈയടിച്ചു. അപ്പം അതിന് മറുപടി പറയാൻ എഴുന്നേറ്റ അധ്യക്ഷൻ ഇപ്രകാരം സംസാരിച്ചു: ഇവിടെ ആകെ 8-10 അച്ഛന്മാരേ ഉള്ളൂ അമേരിക്കയിൽ നിന്ന് വന്ന, പക്ഷേ നിങ്ങൾക്കൊക്കെ ആൺകുട്ടികളുണ്ടല്ലോ, അവരാരും എന്താണ് അച്ഛനാകാൻ പോകാത്തതെന്ന്. അതിനും ഇതേ സ്ത്രീകൾ തന്നെ കൈയടിച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഇത് എവിടെയാണ്, ഇവർക്കൊരു നിലപാടുണ്ടോ? അപ്പൊ ഞാൻ വിചാരിക്കുന്നു, ഇറ്റ് ഈസ് എ വെരി ഇന്റൻഷണൽ ലേണിംഗ് ഫ്രം എ വിമൻ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഒരു വിമൻ, 2 വിമൻ, ദ കമ്മ്യൂണിറ്റി ഓഫ് വിമൻ. പക്ഷെ പലരും ഇതിൽ നിന്ന് മാറാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ അത് കാണിച്ചു കൊടുക്കാറുണ്ട്. ഇപ്പം 2 അച്ഛന്മാരും ഒരു ബിഷപ്പും ഇരിക്കുന്നിടത്ത് ഒരു ചെയറുണ്ട്. എന്നെ ഒരാൾ ഇൻവൈറ്റ് ചെയ്യാൻ വിളിക്കുകയാണെങ്കിൽ ഐ വിൽ ഗോ ആൻഡ് സിറ്റ് ദെയർ. പലരും വിചാരിക്കും, ഓ നമ്മളെന്തിനാ അവിടെ ഇരിക്കുന്നത്? പക്ഷെ ഐ വിൽ ഗ്രാബ് എ ചെയർ ഇൻ ദ ടേബിൾ. പലപ്പോഴും നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ സ്ത്രീകൾ കസേരയിൽ ഇരുന്ന് കഴിക്കാതെ മാറി നോക്കി നിൽക്കുന്നതാണിത്. അപ്പൊ നമുക്ക് ചെയ്യാം ചെറിയ ചേഞ്ചസ്. നമുക്ക് വരുത്തുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് അത് കാണിച്ചു കൊടുക്കാൻ പറ്റത്തുള്ളൂ. സോ ഐ തിങ്ക് അതാണ് അതിനുള്ള ഉത്തരം. ദർ ഇസ് എ ലോട്ട് ഓഫ് വർക്ക് ടു ഡു. വി നീഡ് ടു മേക്ക് ചേഞ്ചസ്, ബട്ട് ഇറ്റ് ഈസ് ഹാർഡ്. കാരണം ഇവിടെ വരുന്ന സ്ത്രീകള് ഇന്റർവ്യൂവിന് പോകുമ്പോൾ പോലും എങ്ങനെ ഇരിക്കണം എന്നുള്ളത് തലേ ദിവസം ചിലപ്പോൾ ഞാൻ വിളിച്ച് പേഴ്സണലി കോച്ച് ചെയ്യാറുണ്ട്. നിങ്ങൾ ഇങ്ങനെ മാറിയിരിക്കാതെ മുന്നോട്ട് വന്ന് കൈവച്ചിരിക്കുക. കാരണം ദിസ് ഈസ് ഓൾ കണ്ടീഷൻഡ്. നമ്മുടെ കൺസർവേറ്റീവിസവും നമ്മുടെ കമ്മ്യൂണിറ്റിയും നമ്മുടെ ട്രഡീഷനും നമുക്ക് തന്നിരിക്കുന്ന ചില കൾച്ചറൽ ബാഗേജസ് ആണത്. അതിനെ ബ്രേക്ക് ചെയ്തിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് മാറുക എന്നുള്ളത് ഇറ്റ്സ് വെരി ഇന്റൻഷണൽ, ഇറ്റ്സ് പെയിൻഫുൾ, ഇറ്റ് നീഡ് എനർജി ആൻഡ് ടൈം. Yeah, but what can some of us who wanted to guide them, what way can you, this self-reflection you are talking about, how can we make them self-reflect? That is one of the questions. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സംസാരിക്കുക, അത് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴും ഇത് തന്നെ നിരന്തരം സംസാരിക്കുക, കേൾക്കുമ്പോൾ അവരവരുടെ ജീവിതത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് നോക്കാൻ അവനവന് സാധിക്കണം. അവിടെ അതുകൊണ്ടാണ് ഈ മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒന്നും എൻ്റെ ജീവിതമായത്. ഹൂ ക്യാൻ മോട്ടിവേറ്റ് മീ? Who can inspire me? I need to do that to understand my core. I am a unique creation of Christ, God. So this is my life. So what is my commitment to my creator? എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ജനറേഷനിൽ എനിക്ക് യാതൊരു സംശയവുമില്ല. They know who they are. പക്ഷെ നമ്മുടെ ഒരു ജനറേഷനിൽ ഇത് older generation has always had. Yeah. Okay, thank you. Thank you. Thank you. I invite Dr. Athyal, Reverend Dr. Athyal now. I think you raised the hand before. Okay. All right. മറ്റേ ഡോക്ടർ സഖി അത്യാൽ ഹാൻഡ് റേസ് ചെയ്ത് ഞാൻ അറിയാതെ പുള്ളിക്കാരി എൻ്റെ ജ്യേഷ്ഠത്തിയാണ്. വേറൊരു ഭവനത്തിൽ നിന്ന് ഹാൻഡ് റേസ് ചെയ്തു. ഞാൻ ഏകദേശം ഇപ്പോഴ്
സഖി റേസ് ചെയ്തതായിട്ടുള്ള ആ ക്വസ്റ്റ്യനോട് ചേർന്ന് വരുന്ന ഒരു ചോദ്യമായിരുന്നു ചോദിക്കാൻ ആഗ്രഹിച്ചത്. Basically, I wanted to express my great appreciation for Dr. Shiji's talk. ഞാൻ എൻ്റെ മനസ്സിൽ കൂടെ കടന്നുപോയ ഒരു ചിന്ത, നമ്മൾ ഈ മാനസാന്തരം എന്നൊക്കെ പറഞ്ഞാല് ബേസിക്കലി ഇപ്പോൾ ഈ ഡോക്ടർ ഷിജി പറഞ്ഞതായ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാ. നമ്മൾ വേറെ ഒരു രീതിയിലൊക്കെ ചിന്തിക്കുന്നത്. വാസ്തവത്തിൽ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് തൻ്റെ ശുശ്രൂഷ കാലയളവിലൊക്കെ ചെയ്തത് ഇതാ ഒരു ലോട്ട് ഓഫ് he was trying to help people unlearn many of the things. അതായത് പഴയ നിങ്ങൾ ഇങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ, ഞാനോ നിങ്ങളോട് പറയുന്നത് എന്നൊക്കെ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ഇന്നത്തെ നമ്മുടെ ഒരു തലത്തിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ ഇതെങ്ങനെയാ സാധിക്കുന്നത് എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യം. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ, അത് അമേരിക്കയിലൊക്കെ എങ്ങനെയാണിത് പോകുന്നതെന്ന് അറിയത്തില്ല. ഡോക്ടർ ഷിജിയുടെ ആ സിറ്റുവേഷനിലൊക്കെ അതായത് പ്രത്യേകിച്ച് യൂത്ത്സ് അവരൊക്കെ ട്രഡീഷണലിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായ ഒരുപാട് അറിവുകൾ ഇതൊക്കെ ഒന്നും മനസ്സിലാകാതെ തന്നെ വേറെ തലങ്ങളിലേക്കൊക്കെ അല്ലെങ്കിൽ സഭ വിട്ടു പോവുകയോ ഒക്കെ ചെയ്യുന്നുവെന്ന് കേട്ടിട്ടുണ്ട്. ഇത് എപ്പോഴും ഈ അൺലേണിങ് ആവശ്യമാണ്, വളരെ ഇമ്പോർട്ടൻ്റാ. പക്ഷേ അൺലേണിങ് വെറുതെ ഒരു നമ്മൾ ഇതിൽ നിന്ന് ഇങ്ങനൊന്നും അല്ല എന്ന് പറയല്ലേ. എന്താണ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ മാത്രമേ ഈ അൺലേണിങ് നടക്കത്തുള്ളൂ. എൻ്റെ വേദപുസ്തക പഠനത്തിൽ നിന്ന്, പ്രത്യേകിച്ച് പുതിയ നിയമത്തിലെ പല ഭാഗങ്ങളും അതിലെ ആഴമായിട്ടുള്ള ചില സംഗതികളിലേക്കും പ്രവേശിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അതാ. യേശുക്രിസ്തു തന്നെ ഒരു ഉപമ പറയുന്നുണ്ടല്ലോ. ഒരു ദുരാത്മാവ് ബാധിച്ച ഒരു മനുഷ്യനും ദുരാത്മാവ് അവനെ വിട്ടുപോയി കുറെ കഴിഞ്ഞിട്ട് ഈ ദുരാത്മാവ് തിരിച്ചു വന്നപ്പോഴേ ഇവന്റെ വീട്, അതായത് ഹൃദയം, മനസ്സ് ശൂന്യമായിട്ടും അലങ്കരിച്ചതായിട്ടും കണ്ടു. എന്നിട്ട് പോയി വേറെ 7 ദുരാത്മാക്കളൊക്കെ കൊണ്ടുവന്നാ പറഞ്ഞു. എന്ന് പറഞ്ഞാല് somebody has put it, you can empty only through filling. അതുകൊണ്ട് മുൻഗണന കൊടുക്കേണ്ടത് എന്താണ് എന്നുള്ളത് വാട്ട് ഡോക്ടർ ഷിജി ഹാസ് സെഡ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പക്ഷേ ഇന്നത്തെ നമ്മുടെ സിറ്റുവേഷൻ, പ്രത്യേകിച്ച് സഭയുടെ ഇന്നത്തെ പോക്കിലൊക്കെ ഒരുപാട് അൺലേണിങ് ആവശ്യമാണ്. പക്ഷേ അൺലേണിങ് നടക്കണമെങ്കിൽ അതുപോലെയുള്ള ഒരു ഇമ്പോർട്ടൻസ്, അതിനേക്കാൾ ഇമ്പോർട്ടൻസ് ശരിയായ ലേണിംഗ് കൊടുക്കുന്നതിന് വേണ്ടി അത് നമ്മൾ ശരിയായിട്ട് ചെയ്യുന്നുണ്ടോ നമ്മുടെ സിറ്റുവേഷൻ, അതിൽ നമ്മൾ വളരെ പരാജയപ്പെട്ടു പോകുമെന്ന് എൻ്റെ അഭിപ്രായം. പല കാര്യങ്ങളിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല, അത്രമാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട് പറയാനുണ്ടോ, അല്ലെങ്കിൽ ഡോക്ടറുടെ അവിടുത്തെ അനുഭവത്തിലൂടെ ഇങ്ങനെയുള്ളതായ അൺലേണിങ് നടന്നിട്ടുള്ളത്, അതായത് ത്രൂ ന്യൂ ലേണിംഗ് ഓർ ലേണിംഗ് ദ ട്രൂത്ത്, അത് സാധ്യമായ രീതി. അപ്പൊ ആ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. ഇഫ് യു ഹാവ് സം കമന്റ്സ് പ്ലീസ്. താങ്ക് യു ഡോക്ടർ നദിയാൽ. ഗ്രേറ്റ്, ഒത്തിരി സന്തോഷം. ഞാൻ ഇവിടേക്ക് ഇരുന്ന് വേറെ ചർച്ചകളിലൊക്കെ അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടേ ഉള്ളൂ. ഞാൻ പറഞ്ഞതിന് എനിക്കൊരു കമൻറ്റ് കേൾക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇത് തീർച്ചയായിട്ടും ട്രൂത്ത് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് ആദ്യം ഞാൻ ഈ പ്രസംഗത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്, കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെയും കൂടെ ചേർത്ത് പിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. കാരണം ഞാനിപ്പോൾ പലരും എൻ്റെ സ്വന്തം ജീവിതത്തിൽ, അതായത് ഐ വെന്റ് ത്രൂ ചൈൽഡ് ഡെത്ത്, ഐ എം എ ഗ്രീവിങ് മദർ. സോ അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങൾ വളരെ ചെറുതായിരുന്നപ്പോഴാണ് അവരുടെ ഒരു സിബ്ലിംഗ് മരിക്കുന്നത്. സോ ആ സമയത്ത് എനിക്ക് മനസ്സിലായി എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ സമയത്തൊക്കെ നമ്മുടെ ആൾക്കാർ പരസ്പരം ചേർത്ത് പിടിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ ഇവിടെ വരുന്ന നമ്മുടെ പുതിയ അച്ഛന്മാരൊക്കെ പലരും അവർ ശവസംസ്കാര ശുശ്രൂഷകൾ നടത്തുമ്പോൾ ഞാൻ അവരോട് പറയും, ട്രൈ ടു സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. കാരണം നമ്മൾ വലിയ പ്രായമുള്ള ആൾക്കാർക്ക് ഇത് മനസ്സിലാകും. കാരണം മരണാനന്തര ജീവിതം, ഇപ്പം യോഹന്നാൻ 14 പറഞ്ഞാലും ഏത് പറഞ്ഞാലും നമുക്കറിയാം, നമുക്കൊരു ആശ്വസിക്കാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ, they don't know what is death, and they are struggling to understand the concept of death, and they are grieving from the death of the dear one. അപ്പൊ അവരോടാണ് സംസാരിക്കേണ്ടത്. ഇംഗ്ലീഷിൽ സംസാരിക്കൂ, അവരോട് പറയൂ വാട്ട് ഈസ് ദിസ്. അപ്പൊ അവർക്ക് മനസ്സിലാകും, ഓ ഐ ആം ഇൻക്ലൂഡഡ് ഇൻ ദിസ്. അപ്പൊ അങ്ങനെയുള്ള അവരുടെ ജീവിതത്തിലെ സന്ദർഭങ്ങൾ അവരോട് ചേർന്ന് നിൽക്കുമ്പോൾ അവർ വലുതായാലും കോളേജിൽ പോയാലും ദേ നോ ദാറ്റ്, ഓ മൈ ഗാഡ്, ഐ നീഡ് ദാറ്റ് അച്ഛൻ ടു ഡു മൈ വെഡിങ്.
I need that അച്ഛൻ. I need to call him because I am facing some challenges. അച്ഛന്മാർക്ക് മാത്രമല്ല, സെൻട്രൽ സ്കൂൾ ടീച്ചേഴ്സിനായാലും അങ്ങനെയാണ് നമ്മൾ ശരിയായ ദിശയിലേക്ക് അവരെ നടത്താനും നമ്മളോട് കൂടെ ചേർത്ത് നിർത്താനും. ഇൻസ്റ്റെഡ് അവർ വരുമ്പോൾ അവരുടെ ഒരു വേഷത്തെയോ അവരുടെ ഒരു ടാറ്റൂവിനെയോ അവരുടെ ഒരു പിയേഴ്സിങ്ങിനെയോ റാഡിക്കൽ ഹോസ്പിറ്റാലിറ്റി, എക്സ്ട്രവഗന്റ് ജനറോസിറ്റി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ, അവരെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് how to be generationally sensitive to make them understand the truth. അത് നമ്മൾ മനസ്സിലാക്കുക, സെൽഫ് റിഫ്ലക്ട് ചെയ്യുക, അങ്ങനെ ഒരു കാര്യം നമ്മളിൽ ഇല്ല എങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. വി ഹാവ് ടു കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് ടു അവർ നെക്സ്റ്റ് ജനറേഷൻ. കാരണം വളരെ ഡിഫിക്കൽട്ടാണ്. ഇപ്പോൾ ഇനി എന്നോട് കഴിഞ്ഞ ദിവസം വരെ ഒരു സ്ത്രീ ചോദിച്ചത്, യങ് കപ്പിൾ, അവരുടെ കൊച്ചു സ്കൂളിൽ പോയിട്ട് തിരിച്ച് വന്നിട്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ 2 പേരൻസും വിമൻ ആണ്, ക്യാൻ യു എക്സ്പ്ലെയിൻ എന്ന് പറയുമ്പോൾ it is very difficult for the person to explain. അപ്പോൾ എന്താണ് ഇവർ അതൊന്നും നമുക്ക് പറയണ്ട എന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. There is a problem there. You have to address and talk to them. അത്ര പറയാനുള്ള ഒരു കറേജ് ഡെവലപ്പ് ചെയ്യാൻ do this church is helping the women to have that conversation. That is where the transition should happen. And we have to have that courageous conversation. We are not promoting that. We are not advocating that. But how we are courageous enough to have the conversation with our children. That's important. Thank you. Thank you. Thank you. Advocate Roy Philip, your questions come in, please. ഏറ്റവും ബഹുമാന്യായ ഡോക്ടർ ഷിജി അലക്സിന്റെ പ്രഭാഷണത്തിന് ആദ്യമേ ഞാൻ നന്ദി അറിയിക്കുകയാണ്. വളരെ മനോഹരമായിരുന്നു, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, വളരെ ചിന്തിപ്പിക്കുന്നതായിരുന്നു പ്രഭാഷണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ ചില ക്രിസ്ത്യൻ ഫെയ്ത്തുമായി ബന്ധപ്പെട്ടും ബൈബിളുമായി ബന്ധപ്പെട്ടും പറഞ്ഞ ഒരു വിഷയത്തോട് മാത്രം ഒന്ന് പ്രതികരിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പഠിച്ചതെല്ലാം നിർമ്മിച്ചതായ അറിവാണ്. ആയതുകൊണ്ട് തന്നെ നിരന്തരം മാറ്റപ്പെടുന്ന, പഠിച്ചതിനെ അപനിർമ്മിച്ചുകൊണ്ട് പുതിയ പഠനങ്ങളിലേക്ക് വരേണ്ടതായിട്ടുണ്ട്. എന്നാൽ എൻ്റെ ഒരു ചിന്ത, ഇപ്പൊ സയൻസ് അൺലേൺ ചെയ്തതിനെ ലേൺ ചെയ്യിക്കുന്ന ഒരു പ്രക്രിയ, അത് തിരികെ പോകുന്ന ഒരു പ്രക്രിയയാണ് പലപ്പോഴും റിലീജിയൻ. ഏത് റിലീജിയൻ ആണെങ്കിലും ഏത് ഫെയ്ത്ത് ആണെങ്കിലും അങ്ങനെയാണ് പോകുന്നത്. ഇപ്പം മാഡം പറഞ്ഞതിൻ്റെ അകത്ത് ബൈബിളിലെല്ലാം വിരോധത്തിൽ നിന്ന് സ്നേഹത്തിലേക്ക് നയിക്കുന്നു ഇങ്ങനെ പറയുന്ന അത് ഒരു ഫെയ്ത്തിന്റെ തലത്തിൽ നിന്നുകൊണ്ട് അതൊക്കെ ആണെന്ന് നമ്മളങ്ങ് പറഞ്ഞു വെക്കുകയാണ്. അത് സത്യത്തിൽ അത്തരത്തിൽ പറഞ്ഞു വെക്കുന്നത് ഈ ഒരു തലം എന്ന് പറയുന്നത് ഈ അൺലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല എന്നാണ് എൻ്റെ ഒരു ചിന്ത. നിരന്തരമായി മാറ്റപ്പെടേണ്ടതാണ് എല്ലാം. അതുകൊണ്ട് തന്നെ ബൈബിളിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും വിശ്വാസത്തിന്റെ കാര്യങ്ങളും ഒക്കെ തന്നെ മാറ്റപ്പെടേണ്ടതാണ് എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പം മാഡം ക്രിസ്ത്യൻ ഫെയ്ത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം ഞാൻ കണ്ടു. അത് സത്യത്തിൽ അൺലേൺ ചെയ്യുന്ന പ്രക്രിയയെ പ്രോത്സാഹിപ്പിക്കുന്നതാണോ എന്നതാണ് എൻ്റെ ഒരു സംശയം എന്ന് പറയാം. അതൊരു ബയസ്ഡ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റിനെ നമ്മൾ മുറുകെ പിടിക്കുകയല്ലേ. ബയസ്ഡ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് ഞാൻ ചിന്തിക്കുന്നു. ചിലതിനെ നമ്മളങ്ങ് അത് മാറ്റപ്പെടാൻ പറ്റാത്തത് എന്ന് ഉറപ്പിച്ചു നിർത്തിക്കൊണ്ട്, അത് ബഹുമാനപ്പെട്ട അത്യാലച്ചൻ പറഞ്ഞത് മാനസാന്തരത്തിന്റെ പുതിയ അതിന്റെ യഥാർത്ഥ അർത്ഥം അതാണ്. പക്ഷെ നമ്മുടെ ഒരു റിലീജിയനും ഒരു വിശ്വാസത്തിന്റെ പഠനങ്ങളും ഒന്നും തന്നെ ഈ അൺലേണിങ്ങിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു പഠന പ്രക്രിയ അല്ല എന്ന് തന്നെയാണ് എൻ്റെ ചിന്ത. അതുകൊണ്ട് ഈ മേഖലയിലായിരിക്കുന്നവർ, അങ്ങനെ ഞാൻ പറയുന്നുള്ളൂ, ക്രിസ്ത്യൻ ഫെയ്ത്തുമായിട്ടുള്ള ബന്ധത്തെ ആ മേഖലയിലായിരിക്കുന്നവർ ഈ അൺലേണിങ് എന്നുള്ള പ്രക്രിയയെ വളരെ ഗൗരവമായി കാണേണ്ടതല്ലേ എന്നുള്ളത് എനിക്ക് തോന്നുന്നു. ഈ ലേൺ ടു അൺലേൺ അല്ലെ പഠിച്ചതിനെ അപനിർമ്മിക്കുക എന്നുള്ളത് സത്യാന്തര കാലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വിഷയമാണെന്നാണ്. കാരണം അറിവുകളെല്ലാം അപൂർണമാണ്.
പൂർണ്ണമായ ഒരു അറിവ് എന്നത് സംബന്ധിച്ച് നമുക്ക് പറയുക എന്ന് പറയുന്നത് സാധ്യമല്ല. നിരന്തരം മാറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യങ്ങൾക്കും സന്ദർഭങ്ങൾക്കും അനുസൃതമായി മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് നിരന്തരമായി മാറ്റപ്പെടുന്ന ഒന്നിനെ കുറിച്ച് മാത്രമേ അൺലേണിങ്ങിന് ചിന്തിക്കാൻ കഴിയൂ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിനെക്കുറിച്ചുള്ള ഒരു കമന്റ് ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു. അഖിൽ എന്നെ കൂട്ടിക്കേറ്റിയല്ലോ. ഓക്കെ, സോ ഗ്രേറ്റ് ക്വസ്റ്റ്യൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അത് എഗ്രി ചെയ്യുന്നു. ഐ എം ബയസ്ഡ് ആസ് എ ക്രിസ്ത്യൻ. ഐ തിങ്ക് ഐ എം ബയസ്ഡ്. അതെനിക്കറിയാം. ഐ അഗ്രി ദാറ്റ്. പക്ഷേ ഇതിനകത്ത് ഒരു വലിയ ഒരു ചാലഞ്ച് ഉണ്ട്. ഇപ്പം ഐ വിൽ ഗിവ് യു എൻ എക്സാമ്പിൾ, റിയൽ എക്സാമ്പിൾ. ഞാൻ പാരിഷ് സെക്രട്ടറി ആയിരുന്നു ഇവിടുത്തെ ഷിക്കാഗോ മാർത്തോമ ചർച്ചിൽ. അപ്പോൾ എനിക്ക് ചില പേഴ്സണൽ പ്രശ്നങ്ങൾ, അതായത് പാരിഷ് സെക്രട്ടറി എന്ന് പറയുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണക്ക് എൻ്റെ കൈമുതലായിരിക്കുന്ന കുറച്ച് ഇൻറ്ററാക്ട് ചെയ്യാൻ പറ്റുന്ന കഴിവുകളും കൊണ്ട് ഭരണഘടനയിലെ വലിയ അറിവൊന്നും ഇല്ലാതെയാണ് ഞാൻ പാരിഷ് സെക്രട്ടറി ആയത്. അപ്പോൾ ആദ്യത്തെ ജനറൽ ബോഡി നോട്ടീസ് ഞാൻ തൂക്കിയിട്ട് കഴിഞ്ഞപ്പം 2 ആഴ്ചയും നോട്ടീസ് ബോർഡിൻ്റെ മുമ്പിൽ ഭയങ്കര തിരക്കാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നില്ല ഇത് എന്താണ് ഇവിടെ വല്ല ക്രിക്കറ്റിൻ്റെ സ്കോർ, വേൾഡ് കപ്പിൻ്റെ സ്കോർ പോലെ ആൾക്കാർ. ഇത് ഞാൻ വിചാരിച്ചു എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണാനാണോ, അല്ലല്ലോ ഇത് ടൈപ്പ് ചെയ്തതാണല്ലോ, ഇത് എന്താ പ്രശ്നം? 2 ആഴ്ചയും ഭയങ്കര ജനത്തിരക്കാണ് നോട്ടീസ് ബോർഡിൻ്റെ മുമ്പിൽ. അപ്പോൾ എന്നിട്ട് ഞാൻ പിന്നെയും പോയി നോക്കുന്നുണ്ട് എന്താണ് അവിടെ പ്രശ്നം. ഇത് ഫോട്ടോ എടുക്കുന്നു ആൾക്കാർ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് ആ നോട്ടീസ് ബോർഡിന് മുമ്പിൽ. പക്ഷെ ശരിക്കും ജനറൽ ബോഡി തുടങ്ങിയപ്പോൾ ഒരാൾ ഒരു പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചു. കാരണം അതൊരു കോപ്പി ആയിരുന്നു തൂക്കിയിട്ടത്, അത് ഒറിജിനലി സൈൻഡ് അല്ല. പക്ഷെ സംഭവം എൻ്റെ വികാരി അച്ഛൻ ആ സമയത്ത് അത് വളരെ ടാക്ടിക്കലി അത് ഹാൻഡിൽ ചെയ്യുകയും ആ ജനറൽ ബോഡി നടക്കുകയും ചെയ്തു. അന്ന് തന്നെ എനിക്ക് ഭരണഘടനയുടെ കോപ്പി 43, 42 പേജൊക്കെ വായിച്ച് പഠിക്കുന്നു പറഞ്ഞ് ആരോ എനിക്ക് കൊണ്ടു തന്നു. ഇത് 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 ഞാൻ എൻ്റെ റിയൽ ലൈഫ് എക്സാമ്പിൾ ആണ്. ഈ ആൾക്കാരോട് ഞാൻ എങ്ങനെ പ്രതികരിക്കണം? ഞാൻ എങ്ങനെയാ? അപ്പോൾ എൻ്റെ പിള്ളേർ എന്നോട് ചോദിക്കും, സംടൈംസ് യു ആർ ഗെറ്റിംഗ് ഇമെയിൽസ്, ഇറ്റ് ഈസ് സൈബർ ബുള്ളിയിങ്, വൈ ആർ യു നോട്ട് റെസ്പോണ്ടിങ്? യു ഹാവ് എവറി റൈറ്റ് ടു റെസ്പോണ്ട് the way they are reacting to you. But I never responded. I was only expressing expressing forgiveness, and I was handling everything with a smile because I'm a Christian. That's why I told I'm biased in that side. കാരണം നമ്മളിപ്പോൾ ഒരു there has to be 2 different things when you act in church and different things. ഇപ്പം ഞാനൊരു തെറ്റായ ഒരു ഇമെയിൽ എൻ്റെ ജോലിയിൽ വിട്ട് കഴിഞ്ഞാൽ ഒറ്റ ഇമെയിൽ മതി, പ്ലീസ് ഡിസ്റിഗാർഡ് മൈ മെയിൽ. ആരും പിന്നെ അതിൻ്റെ പുറകെ വരത്തില്ല. പള്ളിയിലാണ് ഒരു അക്ഷരത്തെറ്റ് പോയതെങ്കിൽ 1 വർഷം മുഴുവൻ ആൾക്കാർ എൻ്റെ പുറകെ നടക്കും, ഷിജി അത് തെറ്റായിരുന്നു എന്ന് പറഞ്ഞിട്ട്. So how you forgive, can reconcile and move forward because you always remind yourself, since I'm carrying some Christian values. That is 100% right. I agreed that I'm biased as Christian. Religion എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും അങ്ങനെ നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ആ റിലിജിയനിൽ നിന്നുകൊണ്ടും വാല്യൂസ് മുറുകെ പിടിച്ചുകൊണ്ടും സ്വയം നവീകരിക്കപ്പെടാൻ നമുക്ക് എങ്ങനെ സാധിക്കും? ഓരോ നിമിഷവും നമ്മളെ അകവും പുറവും കഴുകി വെടിപ്പാക്കാനായിട്ടുള്ള ഏതെങ്കിലുമൊക്കെ എക്സ്പീരിയൻസസിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കണ്ടുമുട്ടുമ്പോൾ ചെയ്യുക, പറയാനായിട്ട്. ഇപ്പൊ ആസ് എ ക്രിസ്ത്യൻ ഐ എം വിറ്റ്നസിങ് ദിസ്, ദെൻ പീപ്പിൾ ഹാസ് ടു ലുക്ക് അറ്റ് മീ, യെസ് ഷീ ഈസ് വാക്കിംഗ് ഹർ ടോക്ക്. ആ കാര്യത്തിൽ ഞാൻ ബയസ്ഡ് ആണ്. ഐ അഗ്രി. Thank you. Thank you, Jerry. Now, Mr. Raju Philip, please, your questions or comments. Thank you very much. Thank you, Thomas Lathar sir. നല്ല രീതിയിൽ ഈ സെഷൻ ഇൻട്രഡക്ഷൻ സാർ കൊടുത്തു. അതുപോലെ ഡോക്ടർ ഷിജി അലക്സ് വളരെ ഭംഗിയായിട്ട് ഈ വിഷയം അവതരിപ്പിച്ചു. ലേണിംഗ് ടു അൺലേൺ, അതായത് അറിഞ്ഞതിൽ നിന്നുള്ള വിമോചനം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും അതിൽ നിന്ന് അൺലേൺ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് മാഡം പറഞ്ഞു. പഠിക്കുക എന്ന് പറയുന്ന ഒരു ഓർഗാനിക് പ്രോസസ്സാണ്, സാധാരണ പ്രോസസ്സാണ്. എന്നാൽ അത് തിരുത്തി കുറിക്കുക, നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്ന ധാരണകളൊക്കെയും അതിനെയൊക്കെ തിരുത്തുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വളരെ കറക്റ്റാണ്. ലേണിംഗ് ടു അൺലേൺ മാത്രമല്ല, റീലേൺ എന്നുണ്ടെന്ന് ഇപ്പോൾ ഇവിടെ അച്ഛൻ പറയുകയുണ്ടായി, അത്യാലച്ചൻ പറയുകയുണ്ടായി. അത് മാഡം സൂചിപ്പിച്ചതാണ്, റീലേൺ ചെയ്യുക എന്നുള്ളത്. ആൽബർട്ട് ഐൻസ്റ്റൈൻ പറഞ്ഞ കാര്യം പറഞ്ഞ എഡ്യൂക്കേഷൻ ഈസ് വാട്ട് ഈസ് റിമൈനിങ് ഇൻ യു വെൻ യു ഫോർഗോട്ട് എവറിഥിങ് വാട്ട് യു സ്റ്റഡീഡ് ഇൻ ദ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച കാര്യങ്ങൾ, അതായത് ഫോർമലായി പഠിച്ച കാര്യങ്ങളെല്ലാം മറക്കുമ്പോൾ ഇവിടെ
നമ്മളിൽ ശേഷിക്കുന്നതായ കാര്യങ്ങളാണ് ഈ പറയുന്നത് ശരിയായുള്ള എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞതൊക്കെയും കറക്റ്റാണ്. പിന്നെ ഈ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യണമെന്നാണ് കർത്താവ് തന്നെ പറഞ്ഞിരിക്കുന്നത്. യോഹന്നാൻ 8:32 പറയുന്നുണ്ട്. അതുപോലെ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാനുമാണ് ഞാൻ വന്നതെന്ന് യോഹന്നാൻ 10:10 പറയുന്നുണ്ട്. അതുപോലെ ലേഖനത്തിൽ പറയുന്നത് വെളിച്ചത്തിന്റെയും വെളിപാടിന്റെയും വെളിച്ചത്തിന്റെ ആത്മാവിനെ പ്രദാനം ചെയ്തുകൊണ്ട് അതിനെക്കുറിച്ചുള്ള അറിവിലേക്ക്, പൂർണ്ണമായ അറിവിലേക്ക് എന്നെ നയിക്കട്ടെ എന്ന്. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള അറിവാണ് ഏറ്റവും വലിയ അറിവെന്നുള്ള ചിന്തയാണ് അവിടെ പൗലോസ് പറയുന്നത്. ഇവിടെ നമ്മുടെ അഡ്വക്കേറ്റ് പറഞ്ഞതുപോലെ, റോയ് ഫിലിപ്പ് പറഞ്ഞതുപോലെ ഇതെല്ലാം ഒരു മനസാന്തരത്തിന്റെ കാര്യത്തെക്കുറിച്ചാണ്. എന്നാൽ മനസാന്തരത്തിനേക്കാൾ ഇന്ന് ആവശ്യം സാമൂഹ്യ നീതിയല്ലേ? സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമല്ലേ വേണ്ടത്? യേശുക്രിസ്തു തന്നെ മലയിലെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. അതായത് അഷ്ടഭാഗ്യങ്ങൾ എന്നാണ് പറയുന്നത്. ബീറ്റിറ്റ്യൂഡ്സ് 8 എണ്ണം ശരിക്കും 7 ഉള്ളൂ. ഒന്ന് റിപ്പീറ്റ് ചെയ്യാണ്. അതായത് പറയുന്നതായിട്ടുള്ള 6-ാമത്തെ വാക്യത്തിലും 10-ാമത്തെ വാക്യത്തിലും ഒരു കാര്യം തന്നെ പറയുന്നത്. നീതിക്ക് വേണ്ടി സഹായിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സമൂഹത്തിൽ ലഭിക്കും. നീതിക്ക് വേണ്ടി പീഡനം അനുഭവിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് സ്വർഗരാജ്യം എന്നുള്ള രണ്ടിടത്തും നീതിയെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പം നീതി അല്ലെങ്കിൽ ജസ്റ്റിസ് വെരി ഇമ്പോർട്ടൻറ്റ്. സാമൂഹിക നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമല്ലേ ഇതിൽ ഉണ്ടാകേണ്ടത്? അതായത് ജസ്റ്റിസ് ഓണറബിൾ അല്ലെന്നാണ് ഒരു പഴയ റോമൻ ചിന്തകൻ പറഞ്ഞിരുന്നത്. നത്തിങ് ഈസ് ഓണറബിൾ ജസ്റ്റിസ് ഈസ് ആബ്സെന്റ്. ഇന്ന് നമ്മുടെ സമൂഹത്തില്, ക്രിസ്ത്യൻ സമൂഹത്തിൽ ഈ ജസ്റ്റിസ് ഉണ്ടോ? സാമൂഹ്യ നീതി ഉണ്ടോ? ആ സാമൂഹിക നീതിക്ക് വേണ്ടി ഒരു പോരാട്ടമുണ്ടോ? എല്ലാവരെയും ക്രിസ്ത്യാനിയാക്കുക എന്നുള്ള ഒരു ചിന്തയല്ലേ ഉള്ളൂ. ക്രൈസ്തവനാക്കുക, മനസ്സലപ്പെടുത്തുക, അങ്ങനെയുള്ള ചിന്തയ്ക്കല്ല പ്രാധാന്യം കൊടുക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് എല്ലാവർക്കും നീതി, അതായത് ജീവിക്കുവാനുള്ളതായ അവസരം ഉണ്ടാക്കുക എന്നുള്ളത് ഏറ്റവും വലിയ ആവശ്യം. അതിനുവേണ്ടിയുള്ള പോരാട്ടമല്ലേ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ആഗ്രഹിക്കുന്നത്. ജീവനുണ്ടാകാനും സമൃദ്ധിയായ ജീവനുണ്ടാകുവാനും ഞാൻ കടന്നു വന്നു. അതുപോലെ പറയുന്നതായിട്ടുള്ള നീതിയെ കുറിച്ചുള്ള കൺസെപ്റ്റ്, അതായത് നീതിക്ക് വേണ്ടി പോരാട്ടവും നീതിക്ക് വേണ്ടിയുള്ള ദാഹവും നമുക്കുണ്ടാകണം. അതല്ലേ പ്രാധാന്യമുള്ളത് എന്നാണ് തോന്നുന്നത്. മാഡം പറഞ്ഞത് അതുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞു എന്ന് തോന്നുന്നത് എനിക്ക് മനസ്സിലായില്ല ആ രീതിയിൽ. അത് മാത്രമേ ഉള്ളൂ എനിക്ക് എൻ്റെ ചിന്തയിൽ വന്നതായ കാര്യം. താങ്ക് യു വെരി മച്ച്. വളരെ നല്ല ഒരു ക്ലാസ് ആയിരുന്നു. നല്ല ഭംഗിയായി മേഡം എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചു. നല്ല വാഗ്ധോരണി, അല്ലെങ്കിൽ നല്ല എന്താ പറയുന്നത്, നല്ല ഫ്ലുവൻസിയും നല്ല കമാൻഡും ഒക്കെ മേഡത്തിനുള്ളതിന് പ്രത്യേകമായിട്ടും മേഡത്തിന്റെ അനുഭവ സമ്പത്താണെന്ന് ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾക്ക് വിരാമം കൊടുക്കും. Thank you. The next is Wilson Kelmanur sir. Your questions and comments, please. വളരെ സന്തോഷകരമായ ഒരു പ്രഭാഷണം അനുഭവമായിരുന്നു. എളുപ്പം തീർന്നു പോയല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. കാര്യം അന്നേരം തീരരുതെന്ന് ആഗ്രഹിച്ചായിരുന്നു. നല്ല ചിന്തകളായിരുന്നു. പ്രത്യേകിച്ച് എന്നെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാൻ എനിക്ക് അവസരം കിട്ടി. പ്രത്യേകിച്ച് തുടക്കത്തിൽ തന്നെ പറഞ്ഞ ഇച്ചിരി വണ്ണം കൂടിയിട്ടുണ്ടല്ലോ എന്നൊക്കെയുള്ള പ്രയോഗങ്ങള് എനിക്ക് വലിയൊരു ആത്മപരിശോധനയ്ക്ക് കാര്യമായി. കാര്യം ഞാനതൊന്നും ചിന്തിക്കാതെ അങ്ങനെയൊക്കെ പറയുന്ന ആളാണ്. അതൊക്കെ ഈ ചിന്തകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പ്രയോജനപ്പെടുവാനായിട്ട് ഉപകരിച്ച് ഒത്തിരി ആശയങ്ങൾ വന്നായിരുന്നു. എന്നാൽ ഇവിടെ സംസാരിച്ച് എനിക്ക് 2 ചോദ്യങ്ങളുള്ളത്. ഒന്ന്, ഈ ക്രിസ്തീയ വിശ്വാസത്തിൽ, അതായത് APT അലച്ചനും റോയ് ഫിലിപ്പ് സാറൊക്കെ പറഞ്ഞതിനോട് ചേർന്നുള്ളതാണ്. ഈ ക്രിസ്തീയ വിശ്വാസത്തില് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന വിശ്വാസ ചിന്തകളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇപ്പം വേദവസവോ അടിസ്ഥാനമല്ലാത്ത കാര്യങ്ങൾ പോലും നമ്മൾ ആചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മർത്തവക്കാരും ചെയ്യുന്നുണ്ട്. കുർബാനകളിലൊക്കെ എല്ലാം ഒന്നും ബിബ്ലിക്കലായിട്ടൊന്നും കാണുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ചിന്തകളിൽ നിന്ന് നമുക്ക് മാറണമെന്ന്, പുതിയൊരു ആശയം വരണമെന്ന് ആഗ്രഹിക്കുമ്പോഴും എസ്റ്റാബ്ലിഷ്മെന്റ് അതിന് തടസ്സമായി നിൽക്കുന്നു. എസ്റ്റാബ്ലിഷ്മെന്റ് ഉദ്ദേശിച്ചപ്പം സഭയെ സംബന്ധിച്ചാണെങ്കിൽ
സഭയുടെ സെറ്റപ്പ്, അല്ലെങ്കിൽ മറ്റൊരു ഓർഗനൈസേഷനാണ് അതിന്റെ നേതൃത്വവും അപ്പൊ ആ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് തടസ്സങ്ങള് ഉണ്ടാകുന്നതിനെ എങ്ങനെ നമ്മളെ അതിജീവിക്കാമെന്നുള്ള ഒരു ചോദ്യമാണ് ഒന്നാമത്. അതുപോലെ രണ്ടാമത് ലേൺ ടു അൺലേൺ എന്നത്, അതുപോലെ അല്ലെങ്കിൽ അറിവിൽ നിന്നുള്ള മോചനം എന്ന് പറയുന്നതിനേക്കാള് തെറ്റായ അറിവിൽ നിന്നുള്ളൊരു മോചനമെന്ന് ഉള്ളൊരു ചിന്ത കൊടുക്കുകയല്ലേ കുറെ കൂടെ ബെറ്റർ. അതായത് എല്ലാ അറിവും നമുക്ക് വേണമെന്ന് വെക്കുവാൻ സാധിക്കത്തില്ലല്ലോ. കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് പല കാര്യങ്ങളും പോകുന്നത്. അപ്പം ഒരു വാക്വം സൃഷ്ടിച്ച് വെച്ച് നമുക്ക് പുതിയൊന്ന് സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പം ന്യൂട്ടന്റെ ലോ തന്നെ, അത് ഫസ്റ്റ് ലോ, സെക്കൻഡ് ലോ, തേർഡ് ലോ ഒക്കെ വരുമ്പോൾ ഒന്നിനെ മനസ്സിലാക്കിയാലേ അടുത്ത ലോ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം അവിടെ ഒരു വാക്വം ഉണ്ടാകാതെ ഇങ്ങനെ തെറ്റായ അറിവുകളെ മാറ്റുക എന്നുള്ളൊരു ചിന്തയിലേക്ക് പോകുന്നതായിരിക്കുകയല്ലേ അങ്ങനെ ഒരു ടൈറ്റിലും അങ്ങനെ ഒരു ചിന്തയാണ്. അത്യാവശ്യം അടിസ്ഥാന അറിവ് നിലനിർത്തിക്കൊണ്ട് അനാവശ്യ അറിവ് മാറ്റുകയല്ലേ വേണ്ടത് എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം. മൂന്നാമതായിട്ട് ഉള്ളത് ഈ അറിവിന്റെ പ്രശ്നം ഈ സിറ്റുവേഷനും ലൊക്കേഷനുമായിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. ഇന്ത്യയിൽ വെച്ച് ഇപ്പൊ സപ്പോസ് ഷിജി മാഡത്തിന് തോന്നിയ പല കാര്യങ്ങളും USA ചെന്നപ്പോഴ് അത് അനാവശ്യ ചിന്തയായിരുന്നു എന്ന് മാറി. എന്നാൽ തിരിച്ച് ഇന്ത്യയിൽ എത്തുമ്പോൾ ഇന്ത്യയിലെ സാഹചര്യങ്ങളുമായിട്ട് ആ അറിവ് യോജിച്ചു പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥയില്ല. അതായത് ഈ പല കാര്യങ്ങളും അറിവുമായിട്ട് ബന്ധപ്പെട്ടതിന് ആ സാഹചര്യങ്ങളും ലൊക്കേഷനും ഒരു ബന്ധമില്ലേ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് ഇങ്ങനെ ഒരു പ്രവാസികളായ നമ്മുടെയൊക്കെ ലൈഫില് കുറെ കൂടെ അതിനൊരു കെയർ ചെയ്തിട്ടുള്ള ഒരു പഠനം ആവശ്യമില്ലേ എന്നുള്ള 3 കാര്യങ്ങളാണ് എനിക്ക് ചോദിക്കാനുള്ളത്. വളരെ മികച്ച പ്രഭാഷണമായിരുന്നു. താങ്ക് യു വെരി മച്ച്. ചോദ്യങ്ങളെല്ലാം വളരെ മികച്ച ചോദ്യങ്ങളാണ്. അപ്പൊ ഇതിനകത്ത് ആദ്യത്തേത് തെറ്റായ അറിവിൽ നിന്നുള്ള മോചനം. പക്ഷെ ഹൂ ഡിസൈഡ് തെറ്റും ശരിയും? ആരാണ് ഈ തെറ്റ് ചിന്തിക്കുന്നത്? തെറ്റെന്ന് പറയും നമ്മൾ ശരിയെന്ന് വിചാരിക്കുന്ന കാര്യം മറ്റൊരാൾക്ക് തെറ്റാകുന്നത് ആരാണ് ഇത് നിർണ്ണയിക്കുന്നത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഈ ലോകത്തുള്ള സകല മനുഷ്യരും അവരുടെ മുഖത്ത് വെച്ചിരിക്കുന്ന ഒരു കണ്ണാടി ഉണ്ടെന്ന്. ഇപ്പം ഞാൻ നാട്ടിൽ വളർന്നപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കേരളത്തിൽ വളരുമ്പോൾ നമ്മൾ വളരെ എന്താ പറയുന്നത്, നമ്മുടെ ജീവിതം ഒരുപോലെയാണ്. ഒരേപോലത്തെ യൂണിഫോം ഇടുന്നു, ഒരേപോലത്തെ ബാഗ് കൊണ്ടുവന്നു, ഒരുപോലത്തെ വാട്ടർ ബോട്ടിൽ വെള്ളം കൊണ്ടുവന്നു, ഉച്ചയ്ക്ക് ചോറ് പൊതി തുറക്കുമ്പോൾ ഉണ്ടാകുന്ന മണം ഒന്ന് തന്നെയാണ്. നമ്മൾ വൈകിട്ട് വീട്ടിൽ പോകുമ്പോൾ നമ്മുടെ വീട്ടിലുള്ളത് അച്ഛനമ്മ അല്ലെങ്കിൽ അപ്പൂപ്പൻ അമ്മൂമ്മ, നമ്മൾ ഒരേപോലെ പല തരത്തിലുള്ള പ്രാർത്ഥനകൾ നടത്തുന്നു വീട്ടിൽ. വൈകുന്നേരം സ്നാക്ക് ആണെങ്കിൽ ചായയും കടിയും ഒക്കെ ഏതാണ്ട് ഒരുപോലത്തെ, രാത്രി കഴിക്കുന്ന ഒരുപോലത്തെ ഈ ഒരു സിറ്റുവേഷനാണ് നാട്ടിൽ. അപ്പം നമ്മൾ വിചാരിക്കുന്നു അതാണ് വളരെ കറക്റ്റായിട്ട് രീതി. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ, അപ്പോൾ കേരളം വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ട് പോയി കഴിയുമ്പോൾ, ഇവിടെയുള്ള എൻ്റെ ഒരു കുട്ടി സ്കൂളിൽ പോവുകയാണെങ്കിൽ എല്ലാവരും പലതരത്തിലുള്ള വേഷമിടുന്നു, എല്ലാവരും പലതരത്തിലുള്ള ബാഗുകൾ കൊണ്ടുപോകുന്നു, അവരവർക്കുള്ള രീതിയിൽ ബ്രാൻഡ് ബാഗ് കൊണ്ടുപോകുന്നവരുണ്ട്, അല്ലാത്തവരുണ്ട്. ഉച്ചയ്ക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ അവർ കഴിക്കുന്നു, പാസ്റ്റ, ഇറ്റാലിയൻ അല്ലെങ്കിൽ മെക്സിക്കൻ, ഗ്രീക്ക്, പലതരത്തിൽ ഫുഡ് അവർ കഴിക്കുന്നു. കൂടെ ഇരിക്കുന്ന ഒരു കൊച്ചു ചിലപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലി, അച്ഛനും അമ്മയും ഉണ്ട്. രണ്ടാമത്തത് ഒരു ഡിഫറെൻ്റ് എത്നിസിറ്റി ഉള്ള പേരൻസിൻ്റെ. മൂന്നാമതൊരു ഫോസ്റ്റർ പേരൻ്റ്, അതായത് അപ്പനും അമ്മയും ഇല്ലാതെ ആരുടെയോ വീട്ടിൽ ജീവിക്കുന്ന ഒരു കൊച്ചു വരുന്നു. സെയിം സെക്സ് കപ്പിൾ, സിംഗിൾ പേരന്റ്, ഈ തരത്തിലുള്ള പല 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 പ്രശ്നങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അവരൊരുമിച്ച് പഠിക്കുന്നത്. അപ്പം ഇവരെ ഓരോരുത്തരും കൊണ്ടുവരുന്നവർക്ക് ഓരോ ശരികളാണ്. ഇപ്പം നമുക്കറിയാം പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ, ചില രാജ്യങ്ങളിലൊക്കെ ഈ ഒരു ഫാദർ ഫിഗർ പിന്നീട് അവരുടെ ഒരു പാർട്ട്ണർ ഫിഗറായിട്ട് മാറുന്ന ആചാരങ്ങളോ സ്ഥലങ്ങളും ഉണ്ട്. ദർ ആർ പ്ലേസസ്. അപ്പൊ ഹൂ ഡിസൈഡ്സ് ഇത് ശരി തെറ്റ് എന്നുള്ളതുണ്ട്. പിന്നെ രണ്ടാമതൊരു കാര്യം, സിറ്റുവേഷണൽ അവയർനെസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എവിടെയായിരിക്കുന്നു. അപ്പം ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് ഒരു മനുഷ്യൻ ഇപ്പം നമുക്കൊരു വേൾഡ് വ്യൂ, നമ്മൾ എല്ലാത്തിൽ നിന്നും നമുക്ക് പുതിയതായിട്ടൊന്നും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ബേസ്ഡ് ഓൺ വാട്ട് ഈസ് ദ ബെസ്റ്റ്, മറ്റുള്ള മനുഷ്യരുടെയും കൂടെ അവരുടെ അവകാശങ്ങളെയും കൂടെ സംരക്ഷിച്ച്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ എല്ലാവരോടും നീതിബോധത്തോടെ പെരുമാറിക്കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് നമ്മളിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കിയാൽ ആ പേഴ്സണാലിറ്റി ക്യാൻ ഫിറ്റ് ഇൻ ടു എനി സിറ്റുവേഷൻ. ദാറ്റ്സ് വാട്ട് ഐ ഓൾവേസ് ബിലീവ്. കാരണം അത് ആ ഒരു രൂപാന്തരം ഉണ്ടാക്കി തരുവാനായിട്ട് നമ്മുടെ അൺലേണിംഗ് പ്രോസസ്സിന് സാധിക്കും.
ഞാൻ ചെയ്യുന്നതാണ് ശരി, അവർ ചെയ്യുന്നതാണ് ശരിയെന്ന് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാവർക്കും ഒരു ശരിയുമുണ്ട്, എല്ലാവർക്കും ഒരു തെറ്റിന്റെ അവസ്ഥയുമുണ്ട്. എനിക്ക് തോന്നുന്നു ആ അണ്ടർസ്റ്റാൻഡിങ്ങിലൂടെ വി ട്രാൻസ്ഫോം അവർ സെൽഫ് ടു ബി എ പേഴ്സൺ ഹൂ ക്യാൻ ബി ഇൻക്ലൂസീവ് ആൻഡ് ടോളറൻറ്റ് ടു അതേഴ്സ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്കും, ടോളറൻസ്. കാരണം ആ വാക്കാണ് നമ്മുടെ വിവേകാനന്ദൻ ഷിക്കാഗോയിൽ വന്ന് ഉപയോഗിച്ചൊരു വാക്കാണ് ടോളറൻസ്. ഇന്ത്യ ഒരു ടോളറൻ്റ് ആയ ഒരു പ്ലേസ് ആണെന്ന്. അതുപോലെ ഐ തിങ്ക് ദാറ്റ് ടോളറൻസ് വിഫ് വി ക്യാൻ ക്രിയേറ്റ്, വി ക്യാൻ മേക്ക് സം ചേഞ്ചസ് ഇൻ അറൗണ്ട് അസ്. അതാണ് എൻ്റെ ഒരു വിശ്വാസം. തെറ്റാകാം, നിങ്ങൾ പലർക്കും അതിനോട് അനുകൂലിക്കാൻ സാധിക്കാതിരിക്കാം. പക്ഷെ അതെന്റെ ഇനി അൺലേൺ ചെയ്യേണ്ടതാണ്. കാരണം എനിക്ക് ഇനിയും കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഐ എം നോട്ട് ദേർ യെറ്റ്. താങ്ക് യു. ടോട്ടൽ വാക്കും ആകാൻ പാടില്ല എന്നുള്ള ഒരു ചിന്തയാണല്ലോ അടിസ്ഥാനപരമായിട്ട് വേണ്ടത്. തീർച്ചയായിട്ടും നമ്മളിൽ എന്തായാലും കുറച്ച് കാര്യങ്ങൾ ഇൻഹെറിറ്റഡ് ആണ്, അതവിടെയുണ്ട്. അതിനകത്ത് ടോട്ടൽ വാക്വം ആകാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ 85 to 90% പറഞ്ഞത്. ആ 10% കീപ് ഇറ്റ് ആസ് വാക്വം. അവിടെ നമുക്ക് ഫില്ല് ചെയ്യാൻ സമയമുണ്ട്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു അഗെയിൻ. ഇപ്പോൾ നമ്മുടെ ഫോറത്തിൽ 2 പേര് പിന്നെ കൈ റേസ് ചെയ്തിട്ടുണ്ട്, ജോർജ് ജോൺ സാറും മറ്റൊരാളും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ വിൽ ഹാവ് ദ വോട്ട് ഓഫ് താങ്ക്സ് ആൻഡ് എൻഡ് ദ ഫോർമൽ സെഷൻ. ദെൻ വി കൻ കണ്ടിന്യൂ. അത് കഴിഞ്ഞിട്ട് വി ക്യാൻ കണ്ടിന്യൂ if anybody want to discuss or ask questions. ഇപ്പോൾ ജോർജ് ജോൺ സാർ. കേൾക്കാമോ സാറേ? കേൾക്കാം. എനിക്ക് ഷിജി സിസ്റ്ററിനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, ഈ വിൽസൺ കരിമ്പന്നൂർ സാറ് പറഞ്ഞതിനോട് ഞാൻ ചോദിക്കുകയാണ്. തെറ്റായ അറിവുകൾ നമുക്ക് ഉള്ളതിനെ ആണല്ലോ വാസ്തവത്തിൽ തിരുത്തൽ ആവശ്യമുള്ളത്. ഇത് വളരെ വ്യക്തമായി നമ്മുടെ വേദപുസ്തകത്തിൽ പോളിന്റെ കാഴ്ചപ്പാടിൽ 1 Corinthians chapter 13:9 അംശമായി മാത്രം നാം അറിയുന്നു. അവിടെ താഴെ എഴുതിയേക്കാണ് പോൾ പറയുന്നത്, പൂർണ്ണമായത് വരുമ്പോഴോ നമ്മളുടെ അറിവുകൾ പൂർണ്ണമാണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കാതെ എൻ്റെ അറിവ് അംശമാണ്, ഞാൻ ഇപ്പോഴും എൻ്റെ ആത്മീയ ജീവിതത്തിൽ ഒരു ദരിദ്രനാണ്, ഞാൻ ആത്മീയ ജീവിതത്തിൽ ഒരു സമ്പന്നനായിട്ടില്ല, ഞാൻ എന്നും ദരിദ്രനാണെന്നുള്ള ചിന്ത എല്ലായ്പ്പോഴും ഉണ്ടെങ്കിൽ ആത്മീയ ജീവിതത്തിൽ നമുക്ക് സമ്പന്നതയിലേക്ക് വരാൻ പറ്റും. പണവുമായി ബന്ധപ്പെട്ട കാര്യമേ അല്ല ഞാൻ പറയുന്നത്. ഇത് വളരെ വ്യക്തമായി യേശുക്രിസ്തു തന്നെ പറയുന്നു, ജീസസ്. അതായത് മാത്യു ചാപ്റ്റർ 5:14 നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. നിങ്ങൾക്കാണ് ചില വെളിച്ചത്തിൻ്റെതായിട്ടുള്ള മെസ്സേജ് ലോകത്തിന് കൊടുക്കാനും കാണിക്കാനും പറയാനും ഒക്കെ ഉള്ളത്. അവിടെ ഈ ചാപ്റ്റർ 5 മാത്യു ജീസസിന്റെ തന്നെ വേഴ്സാണ് പറയുന്നത്. 16 നിങ്ങളുടെ വെളിച്ചം മറ്റവരുടെ അതിനെ വ്യത്യാസപ്പെടുത്തും. ഇപ്പം സിസ്റ്റർ പറഞ്ഞ കാര്യത്തിലും എൻ്റെ പ്രവർത്തന മേഖലയിലും എല്ലാം ഇത് തന്നെയാണ്. എനിക്ക് അംശമായി മാത്രമേ അറിയാൻ പറ്റുന്നുള്ളൂ. എനിക്കിപ്പം 76 വയസ്സായി. എന്നിട്ടും ഇപ്പോഴും ഞാൻ വേദപുസ്തകത്തിലെയോ കർത്താവ് ഉദ്ദേശിച്ചതായ ഒരു കാര്യവും ഞാൻ പഠിച്ചിട്ടില്ല, പഠിക്കാൻ സാധിക്കുന്നില്ല. ഒരുപാട് ഇനിയും പഠിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു വേണ്ടിയ സമയമൊന്നും ഇനിയും കാണത്തില്ല. പക്ഷെ ഇതാണെന്ന് തോന്നുന്നു. നമുക്ക് തെറ്റായ അറിവുകളും വിചാരങ്ങളും നമ്മുടെ വിശ്വാസ മേഖലയിൽ ഒരുപാട് തെറ്റായ കാര്യങ്ങൾ, ഞാൻ ഇത്രയും പ്രായമായി കഴിഞ്ഞ് നമ്മൾ ഇത്രയും കാലം എന്തെല്ലാം തെറ്റുകൾ ചെയ്തു എന്ന് ചിന്തിച്ച് കരയുന്നുണ്ട്. അതല്ലേ എന്നുള്ളൊരു ചോദ്യം ഞാൻ ഷിജി സിസ്റ്ററിനോട് ചോദിക്കുകയാണ്. തീർച്ചയായിട്ടും നല്ല ചോദ്യം. എനിക്ക് തോന്നുന്നു നമ്മുടെ ഇന്തോനേഷ്യ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് വിശുദ്ധ കുർബാനയ്ക്ക് ചായയും ചോറും ഉപയോഗിക്കാറുണ്ട്, അപ്പത്തിനും വീഞ്ഞിനും പകരം. കാരണം അവർ പറയുന്നത് ക്രിസ്തു പലസ്തീനിൽ അല്ലെങ്കിൽ ജോർദാനിൽ ആ സ്ഥലത്ത് ഇസ്രായേലിൽ ജനിച്ചത് കൊണ്ട് അവിടുത്തെ സ്റ്റേപ്പിൾ ഫുഡായിരുന്നു വൈൻ ആൻഡ് അപ്പവും വീഞ്ഞും. അപ്പോൾ പക്ഷെ ഇന്തോനേഷ്യയിലോ ഇന്ത്യയിലോ ആയപ്പോൾ ആയിരുന്നെങ്കിൽ, ഉത്തർപ്രദേശിലാണ് ജനിച്ചതെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പൊറോട്ട മീൻസ് നമ്മുടെ ചപ്പാത്തി പോലത്തെ ആയിരുന്നേനെ. എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു വേദപുസ്തകം തന്നെയാണ് നമ്മെ നവീകരിക്കാൻ, പുതിയ നിയമം തന്നെയാണ് നമ്മെ നവീകരിക്കാൻ ഏറ്റവും നല്ലത്. കാരണം
എല്ലാ കാലത്തും ചുറ്റും നടന്ന കാര്യങ്ങളോട് കലഹിച്ചുകൊണ്ട് ജീവിച്ച ഒരു വ്യക്തി നമുക്കുണ്ട്. ഒരു പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവും നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ. അപ്പോൾ ആ ആള് ആണ് നമുക്കിത് കാണിച്ചു തരേണ്ടത്. ഈ തെറ്റും ശരിയും അതിനെപ്പറ്റി ഒരു ഉത്തരം പറയാൻ ഞാൻ ആളല്ല. കാരണം നമ്മൾ ശരിയെന്ന് പറയുന്ന കാര്യങ്ങൾ മറ്റ് ഈ ഭൂഗോളത്തിന്റെ വേറെ എവിടെയെങ്കിലും അത് തെറ്റായി, നമ്മൾ തെറ്റെന്ന് കരുതുന്ന കാര്യങ്ങൾ മറ്റ് ഒരു അച്ചുതണ്ടിന്റെ അങ്ങേയറ്റം ചിലപ്പോൾ അത് ശരി. അതുകൊണ്ട് ആ കാര്യത്തിൽ ഉത്തരം പറയാൻ എനിക്ക് ഒരു ശേഷി ഇല്ല. താങ്ക് യു. ഇനി ഒരാളോട് കൈ റേസ് ചെയ്തിട്ടുണ്ട്. വിവിഒ V2250 എന്ന ഡിവൈസ് ആണ്. പ്ലീസ് ഹാവ് യുവർ ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്. അതിനുശേഷം നമ്മൾ ഫോർമൽ സെഷൻ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഇൻഫോർമൽ സെഷൻ കണ്ടിന്യൂ. ഹലോ, ഞാന് മാഡം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കേട്ടു. അതിനകത്ത് ഒടുവിലായിട്ട് മാഡം പറഞ്ഞൊരു കാര്യമുണ്ട്, തെറ്റ് ശരി തീരുമാനിക്കാൻ ഞാൻ ആരുമല്ല. ഭൂലോകത്തിന്റെ ഒരു ഭാഗത്ത് ശരിയെന്ന് കണക്ക് കൂട്ടുന്നൊരു കാര്യം, ഭൂലോകത്തിന്റെ മറ്റൊരു ഭാഗത്ത് തെറ്റ് എന്ന് പറയും. സോ ഐ കനോട്ട് ഡിസൈഡ് ഓൺ ഇറ്റ് എന്നാണ് മാഡം ഓടി പറഞ്ഞത്. But there is a point here. That is where a Christian is very distinct. That is the foundation of Christianity. That is the Christian world view that we have. That the word of God is the truth. Adana adisthana. The moral issues, all moral truth never changes. It is absolute. It is not relative. നമ്മള് ട്രൂത്ത് റിലേറ്റീവ് ആവുന്ന ഒരു ചിന്താഗതിയിലേക്ക് നമ്മൾ പോയാൽ we will never have any foundation. We will be lost. Truth is absolute, and it is the base is the word of God, the Bible. പിന്നെ രണ്ടാമത്തെ ഒരു പോയിന്റ് എനിക്ക് പറയാനുള്ളത്, മാഡം ഒത്തിരി കാര്യങ്ങൾ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. ഹൗ ടു ടോക്ക് വിത്ത് അതേഴ്സ്, ഹൗ ടു റിയാക്ട് ടു അതേഴ്സ്, ഇതൊക്കെ പറഞ്ഞു. ഓക്കെ, വെൽ ആൻഡ് ഗുഡ്. റിയാക്ട് വെൽ, ഇറ്റ്സ് ഗുഡ്. പക്ഷെ നമ്മൾ ഒരു കാര്യം മറക്കരുത്, കർത്താവ് യേശു ക്രിസ്തു പോലും എങ്ങനെയാണ് പരീശന്മാരോട് റിയാക്ട് ചെയ്തത്? യു വൈറ്റ് വാഷ്ഡ് tombs, rotten inside. ജോൺ ദ ബാപ്റ്റിസ്റ്റ് എങ്ങനെ പറഞ്ഞത്? യു ബ്രൂഡ് ഓഫ് വൈപ്പേഴ്സ്. സോ അപ്പം നമുക്ക് ചില കാര്യങ്ങൾ ചില രീതിയിൽ അപ്രോച്ച് ചെയ്യാവൂ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ബട്ട് അതുകൊണ്ട് ബേസിക്കലി ദർ ഈസ് സംതിങ്, the absolute truth, the morality, the moral truths. Adakka, the foundation is the Bible, and it doesn't change with time. As more and more we go inside the Word of God, we understand it, we understand this truth. The Word of God, the Bible, it is the written Word of God. Jesus Christ is the living Word of God. This is the foundation of Christian faith, and it will never change. Thank you. Great. Thank you so much. That's a wonderful comment. എനിക്ക് തോന്നുന്നു അതിൻ്റെ അടിസ്ഥാനം റോമൻ 12:2 ആണ് നമ്മളോട് പറയുന്നത്. ഈ ലോകത്തിന് അനുരൂപമാകാത്തുള്ള ആ ഒരു ജ്ഞാനത്തെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാനത് കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. തീർച്ചയായിട്ടും അതാണ് ക്രിസ്ത്യൻ വേൾഡ് വ്യൂ. അതാണ് നമ്മൾ കാണുന്ന ഇന്ത്യൻ വേൾഡ് വ്യൂ, അമേരിക്കൻ വേൾഡ് വ്യൂ, വെസ്റ്റേൺ, യൂറോപ്യൻ, എനിത്തിങ്. അതുകൊണ്ടാണ് ആ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ അതിൻ്റെ നടുക്ക് വന്നതും. അതുകൊണ്ടാണ് നമ്മളെല്ലാവരും ഡോക്ടർ അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ് പറയാൻ ശ്രമിച്ചതും, ബിക്കോസ് ഓഫ് വിത്ത് റിലിജിയൻ ഓർ വിത്ത് ഫെയ്ത്ത് വി ആർ ഓൾ ബയസ്ഡ്. ഐ തിങ്ക് ദാറ്റ്സ് ബയസ്. ദാറ്റ്സ് വാട്ട് വി ക്യാരി ആസ് ക്രിസ്ത്യൻസ് എന്നുള്ളത് തീർച്ചയായിട്ടുമാണ്. പക്ഷേ കാലത്തിനനുസരിച്ച് ഇത് മാറുമോ ഇല്ലയോ, ട്രൂത്ത് വോണ്ട് ചേഞ്ച്. പക്ഷെ അതാണ് നമ്മളിപ്പോൾ ഗലേഷ്യൻസിൽ പറയുന്ന നമുക്കുള്ള സ്വാതന്ത്ര്യം. പക്ഷേ ഈ ട്രൂത്ത് നമ്മളെ സ്വതന്ത്രരാക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. അതെന്ന് പറയുന്നത് ഒരു റെവല്യൂഷനോ ഒരു ഗവൺമെന്റിനെതിരെയുള്ള ഇതൊന്നുമല്ല. നമ്മൾ വിശ്വസിച്ചിരുന്ന ചില അരുതുകളിൽ നിന്നോ ചില ശരിയല്ലാത്ത കാര്യങ്ങളിൽ നിന്നോ നമ്മൾ തന്നെ നമ്മളെ സ്വതന്ത്രരാക്കുന്നത് ഈ സത്യം മനസ്സിലാക്കി കഴിയുമ്പോൾ. അപ്പോഴാണ് ഓരോ മനുഷ്യനും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്. അത് സത്യത്തിലും സ്നേഹത്തിലുമുള്ളൊരു സ്വാതന്ത്ര്യമാണ്. അങ്ങനെ അനുഭവിക്കുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ നമ്മുടെ ഒരു ട്രാൻസ്ഫോർമേഷണൽ ഫെയ്ത്ത് ജേർണി ഹാപ്പൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും വേദപുസ്തകമാണ് അതിന്റെ അടിസ്ഥാനം. അത് പൂർണ്ണമായിട്ടും ഞാൻ ഉൾക്കൊള്ളുന്നു. താങ്ക് യു. താങ്ക് യു. ചോദ്യങ്ങൾ ചോദിച്ച എല്ലാവർക്കും മറുപടി പറഞ്ഞ ശരിക്കും പ്രത്യേകം നന്ദി പറയട്ടെ. നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്
നമ്മുടെ ഓരോ ചിന്തകളും ശീലങ്ങളും നിരന്തരമായിട്ട് പരിശോധിക്കപ്പെടേണ്ടതും പുനഃപരിശോധിക്കപ്പെടേണ്ടതുമാണ് നമ്മൾ കേട്ടു. ശ്രീ ആവർത്തചാവർത്തി പറഞ്ഞ 2 വാക്കുകൾ ഞാൻ ഓർക്കുകയാണ്. ഒന്ന് കമ്പാഷൻ, മറ്റേ ട്രാൻസ്ഫോർമേഷൻ. ഇത്തരം സെഷൻസ് നമ്മുടെ കമ്പാഷൻ, നമ്മൾ കർത്താവിന്റെ സുഗന്ധങ്ങളാകുവാൻ ഒരു പ്രേരണയാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ ട്രാൻസ്ഫോർമേഷനുള്ള മുഖാന്തരമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും ബോർഡ് ഓഫ് താങ്ക്സിന് അഡ്വക്കേറ്റ് റോയി ഫിലിപ്പിനെ ക്ഷണിക്കുക. ഏറ്റവും ബഹുമാനായ മോഡറേറ്റർ തോമസ് ടി ലാത്ര സാറ്, ഇന്ന് നമുക്ക് പ്രഭാഷണത്തിന് നേതൃത്വം നൽകിയ ഡോക്ടർ ഷിജി അലക്സ് മാഡം, ഇന്ന് ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്നതായ ഒരു ദിനം ആണ് ഇന്ന് നമുക്ക് സമ്മാനിക്കപ്പെട്ടത്. ഏറ്റവും പ്രസക്തമായ ഒരു വിഷയമാണ് ഇന്ന് ചർച്ചയ്ക്ക് നമ്മൾ വിഷയീഭവിപ്പിച്ചത്. ലേൺ ടു അൺലേൺ. പഠിച്ചതിനെ അപനിർമ്മിക്കുക, അല്ലെ വിപഠനം എന്നാണ് ഒരു വാക്ക് ഞാൻ അതിനെ പരിഭാഷയായിട്ട് ഞാൻ കണ്ടത്. പക്ഷെ വിപഠനം എന്ന ഒരു വാക്ക് മലയാളത്തിൽ ഇല്ല. അൺലേൺ എന്നതിൻ്റെ ഒരു മലയാള പരിഭാഷ ഇല്ല എന്നുള്ളത് കൊണ്ട് ആണ് നമുക്ക് അതിൻ്റെ നല്ലൊരു മലയാള അർത്ഥം തേടി പോകാൻ കഴിയാതെ വരുന്നത്. അതുകൊണ്ട് തന്നെ അപനിർമ്മിക്കുക എന്നോ പഠിച്ചതിനെയൊക്കെ അപനിർമ്മിക്കുക എന്നോ ഡീകൺസ്ട്രക്ട് ചെയ്യുക എന്നോ ഒക്കെ നമുക്ക് പറയേണ്ടതായിട്ട് വരും. ഏതായാലും ലേൺ ടു അൺലേൺ എന്നുള്ള വിഷയത്തിന്റെ അർത്ഥതലങ്ങൾ അതിവിശാലമാണ്, വിപുലമാണ്. അത് കാലഘട്ടത്തിന്റെ പല വെല്ലുവിളികളെയും മുന്നോട്ടുള്ള പ്രയാണത്തെയും സഹായിക്കുന്ന, വെല്ലുവിളികളെ നേരിടാൻ സഹായിക്കുന്നതും അതുപോലെ തന്നെ മുന്നോട്ടുള്ള നമ്മുടെ യാത്രയെ ത്വരിതപ്പെടുത്തുന്നതുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നാം അറിഞ്ഞ കാര്യങ്ങളെല്ലാം പൂർണ്ണമാണ് എന്ന തരത്തിൽ അവിടെ നിന്നു പോകുന്ന തലത്തിൽ നിന്നും മാറേണ്ടിയിരിക്കുന്നു. അത് വിശ്വാസ ജീവിതത്തിലാണേലും അങ്ങനെ തന്നെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ചില പ്രമാണങ്ങൾ വിശ്വാസ പ്രമാണങ്ങളായി നമ്മൾ പറയുന്നതിന് പരിമിതമായ ലക്ഷ്യത്തോടുകൂടി രൂപീകൃതമായ, പ്രത്യേക സാഹചര്യത്തിൽ രൂപീകൃതമായതാണ്. എന്നാൽ അത്തരം വിശ്വാസ പ്രമാണങ്ങൾക്കും ദർശനങ്ങൾക്കും പുതിയ രൂപങ്ങളും പുതിയ ചിറകുകളും നൽകേണ്ടതും അതിനെയൊക്കെ കാലികമായി വ്യാഖ്യാനിക്കുകയും പഠിക്കുകയും അപനിർമ്മിക്കുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. നമുക്ക് നിൽക്കുന്ന ഇടത്ത് തന്നെ ഒരിക്കലും നിൽക്കാൻ കഴിയുകയില്ല. കാരണം നിൽക്കുന്ന ഇടം നിരന്തരം മാറിക്കൊണ്ടിരിക്കുകയാണ്. നാം നിൽക്കുന്നിടത്ത് തന്നെ നിൽക്കണമെങ്കിൽ ഓടണം എന്നുള്ള സാഹചര്യമാണ്. അതുകൊണ്ട് നിരന്തരമായ പഠനത്തിൽ ഏർപ്പെടുകയാണ് ആവശ്യമായിട്ടുള്ളത്. നമ്മുടെ വിശ്വാസങ്ങളെ നിരന്തരം ശോധന ചെയ്യുന്ന, നിരന്തരം മാറ്റങ്ങൾക്ക് വിധേയമാക്കുന്ന അതാണ്. അല്ലാതെ ഒന്നിൽ തന്നെ ഉറച്ചു നിൽക്കുന്നതാണ് വിശ്വാസം എന്നുള്ളതല്ല. അറിയുന്ന സത്യത്തിനനുസരിച്ച് വിശ്വാസത്തിൽ മാറ്റങ്ങൾ വരുത്തുവാനുള്ളതായ ഒരു ആഹ്വാനം, ഒരു ആവശ്യമാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അത്തരത്തിൽ അല്ലാതെ എല്ലാ അറിവുകളും, ചില അറിവുകളൊക്കെ പൂർണ്ണമാണ് എന്ന തരത്തിൽ നമ്മൾ ഒരു മുൻവിധിയോടുകൂടി കാര്യങ്ങളെ സമീപിക്കേണ്ടതില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു വിനീതമായ ചിന്ത. ഏതായാലും വളരെ മനോഹരമായി നമ്മളെ ചിന്തകളുടെ വിവിധ ലോകങ്ങളിലേക്ക് നയിച്ച ഒരു പ്രഭാഷണമായിരുന്നു ഡോക്ടർ ഷിജി അലക്സിൻ്റെത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കില്ല. മാഡം വളരെ ഇലക്വൻ്റായി, വളരെ ഭംഗിയായി നമ്മളുടെയൊക്കെ ഹൃദയത്തിൽ ഇങ്ങനെ പതിഞ്ഞ് നിൽക്കത്തക്ക രൂപത്തിലാണ് ഇന്ന് പ്രഭാഷണം നടത്തിയത്. ആ പ്രസന്റേഷന്റെ ആ സ്കില്ല് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞ അസൂയ പോലും തോന്നിപ്പോയി. അത്ര മനോഹരമായി ഈ വിഷയം കൈകാര്യം ചെയ്തു. ബഹുമാനപ്പെട്ട ഡോക്ടർ ഷിജി അലക്സിനോട് ലൈറ്റർ ടു ലൈറ്ററിനുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. മാഡം ഇനിയും ഇതുപോലെയുള്ള വിഷയങ്ങളുമായി ഞങ്ങൾക്ക് മുന്നിൽ വരണമേ എന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ ഷിജി അലക്സിനോടുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. എല്ലാവിധ നന്മകളും ഭാവുകങ്ങളും ഈ സമയത്ത് നേരുകയും ചെയ്യുന്നു. ഇന്ന് മോഡറേറ്ററായി സേവനമനുഷ്ഠിച്ചത് ബഹുമാനപ്പെട്ട തോമസ് ടി ലാത്ര അവറുകളാണ്. അദ്ദേഹം വളരെ പക്വമായ നിലയിൽ ഇന്നത്തെ ഈ പ്രഭാഷണത്തിന് വേണ്ട അലകും പിടിയും നൽകുകയുണ്ടായി. ആമുഖമായി തന്നെ ഈ വിഷയത്തിന്റെ വ്യാപ്തിയും അദ്ദേഹം നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടി. ഇന്ന് വളരെ മനോഹരമായി
ഇന്ന് ഈ സെമിനാർ മോഡറേറ്റ് ചെയ്ത ബഹുമാനപ്പെട്ട തോമസ് ടി ലാത്തറസ് സാറിനോട് ലൈറ്റ് ടു ലൈറ്റിന്റെ പേരിലുള്ള ഏറ്റവും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ ഈ പ്ലാറ്റ്ഫോം ഒരുക്കി തന്ന ജോസ് മാത്യു നെരൂൽ ഇടവകയിലെ ജോസ് മാത്യു അവരുകളോടുള്ളതായ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇന്ന് ഈ പ്രാരംഭത്തിൽ ഗാനം ആലപിച്ച ശ്രീ റെനി ജോൺ അവരുകളോടുള്ളതായ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയ ശാന്തി മത്തായി മാഡത്തോട് കൊച്ചമ്മയോടുള്ളതായ നന്ദി ഈ അവസരത്തിൽ അറിയിച്ചുകൊള്ളുന്നു. ഒപ്പം തന്നെ ഈ സത്യത്തിൽ ഈ സെമിനാറുകൾക്കെല്ലാം സജീവമായി നേതൃത്വം നൽകി ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രൂപം നൽകിക്കൊണ്ടിരിക്കുന്നത് ബഹുമാനപ്പെട്ട വിൽസൺ സാറാണ്. ലൈറ്റ് ടു ലൈറ്റിന്റെ അഡ്മിന്മാരിൽ ഏറ്റവും സംഗതമായ ഉത്തരവാദിത്വം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട വിൽസൺ സാറിനോടുള്ളതായ നന്ദി അറിയിക്കുന്നു. ഇനിയും തുടർന്ന് പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനും നേതൃത്വം നൽകുന്ന എല്ലാവരോടും നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ ചർച്ചയിൽ പങ്കെടുത്ത ഏവരോടും ഇന്ന് ഈ സാന്നിധ്യം കൊണ്ട് ഈ ചർച്ചകളിൽ സജീവമായ എല്ലാവരോടും ഉള്ളതായ നന്ദി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു അഡ്വക്കേറ്റ് റോയ് ഫിലിപ്പ്. ഇപ്പോൾ നമ്മുടെ രാജു ഫിലിപ്പ് സാർ നമ്മുടെ ക്ലോസിംഗ് പ്രയറിനെ ലീഡ് ചെയ്യും. അതിനുശേഷം പ്രിയപ്പെട്ട എ.പി. അത്യാലച്ചൻ ബെനഡിക്ഷൻ ആശീർവാദം പറയണമെന്ന് അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രിയപ്പെട്ട പുണ്യത്തിനായി നന്ദി പറയുന്നു. പിതാവേ, ലൈറ്റ് ടു ലൈറ്റൺ വേദിയുടെ സ്റ്റഡി ഫോറത്തിന്റെ 23ാം സെഷനിൽ വളരെ ഭംഗിയായിട്ട് വളരെയധികം അനുഗ്രഹപ്രദമായിട്ട് സമാപിക്കാൻ സാധിച്ചതിൽ പ്രത്യേകമായി അവിടത്തേക്ക് നന്ദി പറയുന്നു. കഴിഞ്ഞ 4 വർഷം 223 ആഴ്ചകളിൽ നടന്നതായിട്ടുള്ള എല്ലാ സെഷൻസും അനുഗ്രഹപ്രദമാക്കി ആദ്യോടന്തം അവിടുന്ന് ശുദ്ധാത്മാവിൽ നിറച്ചതിനായി നന്ദി പറയുന്നു. ഇന്ന് നടന്ന 23ാമത്തെ സെഷൻ അതിനെ പ്രത്യേകമായി ഓർത്ത് നന്ദി പറയുന്നു. ഇതിനെ ലീഡ് ചെയ്തതായിട്ടുള്ള എല്ലാ മക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. പ്രത്യേകമായിട്ട് മോഡറേറ്ററായിരുന്ന തോമസ് ടി ലാത്തറസ് സാറിനെയും അതുപോലെ ഇന്നത്തെ വിഷയം ലേൺ ടു അൺലേൺ, അറിഞ്ഞതിൽ നിന്ന് പ്രമോചനം നേടുക എന്നുള്ള ഈ വിഷയം, വ്യത്യസ്തമായ വിഷയം ഇവിടെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചതായ ഷിജി അലക്സ് മാഡത്തിനെ ഓർത്ത് നന്ദി പറയുന്നു. ചിക്കാഗോയിൽ ഇരുന്നുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് തന്നതായ വലിയ സന്ദേശത്തിനായിട്ടും ഏറ്റവും വിലപ്പെട്ടതായ സന്ദേശത്തിനായിട്ട് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് വ്യത്യസ്തമായ വിഷയം വളരെ വിദഗ്ധമായിട്ട് ഈ വേദിയിൽ അവതരിപ്പിക്കാൻ പ്രിയമകളെ അവിടുന്ന് പ്രത്യേകമായി ബലപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു. സാറേ, അതുപോലെ നിങ്ങളെ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്തതായ എല്ലാ മക്കളെയും അവർക്ക് സ്തുതിക്കുന്നു. അതുപോലെ ഈ എല്ലാ സെഷൻസും ഇവിടെ അവതരിപ്പിക്കുവാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ നടത്തുവാനായിട്ട് ഓർഗനൈസ് ചെയ്യാനായിട്ട് സഹായിച്ച എല്ലാവരെയും പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് അതിനു വേണ്ടി മുൻകൈ എടുക്കുന്നതായിട്ടുള്ള ശ്രീ വിൽസൺ സാറിനെ പ്രത്യേകമായി ഓർത്ത് സ്തുതിക്കുന്നു. സാറെ, ഇനിയും മേലിലും കൂടുതലായിട്ടുള്ള പുതിയ വിഷയങ്ങളൊക്കെയും എടുത്തുകൊണ്ട് സംഗതമായ കഠിനമായിട്ടുള്ള വിഷയങ്ങളൊക്കെ എടുത്തുകൊണ്ട് അതുപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കണമേ. അതുപോലെ പങ്കെടുത്ത എല്ലാ മക്കളെയും ഓർത്ത് ഇവിടുത്തെ സ്നേഹിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും ആശീർവാദവും നാം ഏവരോടുകൂടി ഇന്ന് വന്നേക്ക് ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.